ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ റീസെന്റ് ആയിട്ട് ഈ മാസത്തിൽ തന്നെ റിലീസായിട്ടുള്ള വെനസ്ഡേ എന്ന ഒരു ഹിറ്റ് ഹോളിവുഡ് സീരീസിന്റെ സെക്കൻഡ് പാർട്ടും ആയിട്ടാണ്. വളരെ മിസ്റ്ററിയും സൂപ്പർ നാച്ചുറലും ബ്ലാക്ക് കോമഡി ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ ഒരു ഡ്രാമയുടെ ഫസ്റ്റ് സീസൺ നിങ്ങൾ എല്ലാവരും കണ്ടതാണെന്ന് വിശ്വസിക്കുന്നു. സോ അധികം ലാഗ് അടുപ്പിക്കാതെ നമുക്ക് നേരെ ഇതിന്റെ സെക്കൻഡ് സീസണിലോട്ട് പോയാലോ. അങ്ങനെ നമ്മുടെ ഈ ഒരു സീസൺ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വെനസ്ഡേനെ കണ്ണീന്നൊക്കെ ഒരുമാതിരി ബ്ലാക്ക് കളർ ടിയേഴ്സ് ഒക്കെ വന്ന രീതിയിൽ ഏതോ ഒരു സീരിയൽ കില്ലറിന്റെ ബേസ്മെന്റിൽ കെട്ടിവെച്ചിരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് 6 വീക്സ് മുമ്പേ ഇപ്രാവശ്യം നമ്മുടെ വെനസ്ഡേ അവളുടെ വെക്കേഷൻ ഫുള്ളും കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ട അവളുടെ ഒരു ആൻസിസ്റ്റർ സ്പിരിറ്റ് ആയിട്ടുള്ള ഗുഡി അവൾക്ക് കൊടുത്ത ആ ഒരു ബുക്കിന്റെ സഹായത്തോട് കൂടിയിട്ട് വെനസ്ഡേ ഇപ്പോൾ അവളുടെ ആ ഒരു സൈക്കിക് എബിലിറ്റി കൂട്ടാനായിട്ട് അതിൽ സ്പെല്ലുകളൊക്കെ പറഞ്ഞ് ഹാർഡ് ബുക്ക് ചെയ്ത് ഇപ്പൊ അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ആ ഒരു സൈക്കിക് ആയിട്ടുള്ള ഒരു എബിലിറ്റി കൂടുന്ന സമയത്ത് അവൾ ആദ്യം തന്നെ ചെയ്യുന്നത്, ചെറുപ്പത്തിൽ അവൾക്ക് 6 വയസ്സുണ്ടായിരുന്നപ്പോൾ മുതൽ അവളുടെ ആ ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള സ്കില്ലുകൾ ഉപയോഗിച്ച് അവൾ കണ്ടുപിടിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ ഭീകരനായിട്ടുള്ള ഒരു സീരിയൽ കില്ലറെ കണ്ടുപിടിക്കുക എന്നതാണ്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ വെനസ്ഡേ ടിങ്ങിനെ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചിട്ട് ആ ഒരു സൈക്കോ കില്ലർ തന്റെ ഇരകളെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന ഓരോ ടൂൾസും മറ്റുമൊക്കെ അവിടെ നിന്ന് എടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ടിങ്ങിപ്പോ ആ ഒരു സൈക്കോ കില്ലർ ഉപയോഗിച്ചിരുന്ന ഒരു ബോൾ എടുത്ത് വെനസ്ഡേയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അത് തൊടുന്ന വെനസ്ഡേക്ക് ആ ഒരു കില്ലറിന്റെ ഇല്യൂഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ അപ്പൊ തന്നെ അവള് ലഗേജും പാസ്പോർട്ടൊക്കെ എടുത്ത് നേരെ തന്നെ എയർപോർട്ടിലേക്ക് എത്തുന്നുണ്ട്. അവിടെ വെച്ച് സെക്യൂരിറ്റി സ്കാനിങ്ങിന്റെ സമയത്ത് അവളുടെ മേത്തുനിന്ന് ഒരുപാട് വെപ്പൺസും ബാഗിലായിട്ട് നമ്മുടെ തിങ്ങിനെയും കാണുന്ന സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഒക്കെ ഈ പെണ്ണ് ഇതെന്ത് ഭാവിച്ചാണെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വെനസ്ഡേ എങ്ങനെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ തന്നെ ആ ഒരു സൈക്കോ കില്ലറുടെ അടുത്തേക്കാണ് ഇപ്പൊ എത്തുന്നത്. അവിടെ വെച്ച് അവള് ഡയറക്റ്റ് ആയിട്ട് തന്നെ അയാളുടെ അടുത്ത് നീയല്ലേ ആ ഒരു സൈക്കോ കില്ലറിന് ചോദിച്ചിട്ട് അയാളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും അയാള് വെനസ്ഡേയുടെ കയ്യിൽ കയറി പിടിക്കുമ്പോൾ അവിടെ വെച്ച് പെട്ടെന്ന് അവളുടെ കണ്ണീന്ന് ഒരു ബ്ലാക്ക് കളർ ടിയേഴ്സ് ഒക്കെ വന്നിട്ട് അവൾ നേരെ തന്നെ അൺകോൺഷ്യസ് ആയിട്ട് നിലത്തേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണിക്കുമ്പോൾ ആ ഒരു കില്ലർ ഇപ്പോൾ അവളവിടെ കെട്ടിവെച്ചിട്ട് നീയാണ് എന്റെ നെക്സ്റ്റ് ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടെ ഒരു ഡോളിന് പുറകിലായിട്ട് ഒളിച്ചിരുന്ന തിങ്ങിപ്പോ അയാളുടെ മേത്തേക്ക് ചാടി വീണിട്ട് അയാളെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ ഓൾറെഡി ഈ ഒരു തിങ്ങിനെ കണ്ട് തന്നെ പേടിച്ച ആ ഒരു സൈക്കോ അവിടെ വീണ് കിടക്കെ തന്നെ വെനസ്ഡേ അവളുടെ കെട്ടുകളൊക്കെ അഴിച്ച് ഒരു കത്തി എടുത്തിട്ട് അയാളുടെ നേരെ വരുന്ന ഒരു സീനും കാണിച്ച് നേരെ നമ്മളെ വെനസ്ഡേ 2 എന്ന ഈ ഒരു സീരീസിന്റെ ടൈറ്റിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഇപ്പൊ വെനസ്ഡേയും അവളുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യയും അവളുടെ ഫാദർ ആയിട്ടുള്ള ഗോമസ് ആദംസും അവളുടെ ബ്രദർ ആയിട്ടുള്ള പക്സ്ലിയും കൂടിയിട്ട് നെവർമോർ എന്ന അവളുടെ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഇപ്രാവശ്യം വെനസ്ഡേ മാത്രമല്ല അവളുടെ അനിയനായിട്ടുള്ള പക്സ്ലി കൂടിയിട്ട് നെവർമോർ എന്ന ആ ഒരു സ്പെഷ്യൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ട വെനസ്ഡേയുടെ അങ്കിളായിട്ടുള്ള ഫെസ്റ്ററിൻ്റേത് പോലെയുള്ള പവേഴ്സ് തന്നെയാണ് പക്സ്ലിക്കും കിട്ടിയിരിക്കുന്നത്. ആ ഒരു പവർ വെച്ചിട്ട് അവനടുത്തുള്ള ഏതൊരു ഒബ്ജക്റ്റിനെയും ഷോക്ക് അടുപ്പിക്കാനായിട്ട് പക്സ്ലിക്ക് സാധിക്കുമായിരുന്നു. ഇതേ നേരം നമ്മുടെ ആദംസ് ഫാമിലി സഞ്ചരിച്ചുകൊണ്ടിരുന്ന അതേ റൂട്ടിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു മനുഷ്യനെയും നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. അയാളിപ്പോൾ അപ്പുറത്തുണ്ടായിരുന്ന ഒരു കപ്പിൾസിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതിന്റെ ഇടയിൽ ബാക്കിലായിട്ട് എന്തോ ഒരു കാക്ക വന്നിരുന്ന് വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത് പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം അയാൾ അത് മൈൻഡ് ചെയ്യാണ്ട് വീണ്ടും അദ്ദേഹത്തിന്റെ കാര്യം നോക്കിയെങ്കിലും പിന്നീട് എന്തോ വിയേർഡായി തോന്നി അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് 100 കണക്കിന് കാക്കകൾ അദ്ദേഹത്തിന്റെ ബാക്കിലിരുന്ന് അവനെ തന്നെ നോക്കി നിൽക്കുന്നതാണ്. അങ്ങനെ എന്തോ പന്തികേടുമെടുത്ത് അവൻ വേഗം തന്നെ അവന്റെ കാറിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആരെയോ വിളിച്ചിട്ട് അവര് എന്നെ കണ്ടുപിടിച്ചു എന്നും എല്ലാത്തിന്റെയും എവിഡൻസ് ഒരു ബുൾപെന്നില് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോന്നും അവൻ ആരോടോ പറഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ കാണുന്നത് അവന്റെ കാറിന്റെ ഉള്ളിലും ഇതുപോലെ 100 കണക്കിന് കാക്കകൾ ഇരിക്കുന്നതാണ്. പിന്നീട് ഒട്ടും വൈകാതെ തന്നെ ആ ഒരു കാക്കകൾ അവനെ ആക്രമിച്ച് അവിടെ വെച്ച് തന്നെ അവനെ കൊന്നു കളയുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ ആദംസിന്റെ ആ ഒരു കാർ ഇപ്പോൾ നെവർമോറിൽ എത്തിയിരിക്കുകയാണ്. വെനസ്ഡേയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടായിരുന്ന പക്സ്ലി ഇപ്പോൾ ആ ഒരു സ്കൂളൊക്കെ കണ്ട് ആകെ എക്സൈറ്റഡ് ആയിട്ട് തനിക്കിവിടെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം, അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറയുമ്പോൾ വെനസ്ഡേയുടെ അമ്മ അവളുടെ അടുത്ത് പ്രത്യേകമായിട്ട് തന്റെ അനിയനെ നന്നായി തന്നെ സൂക്ഷിക്കണം, അവനെ ടേക്ക് കെയർ ചെയ്യണം എന്ന് പറയുമ്പോൾ പണ്ട് ഫ്ലാഷ് ബാക്കിൽ അവൾ ഇതുപോലെ ഒരു കോഫിനിൽ അവളുടെ പാവ അനിയനെ അടച്ചു വെച്ചിട്ട് അവനെ ടേക്ക് കെയർ ചെയ്തത് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവരെല്ലാവരും കൂടി സ്കൂളിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് അവിടെ പുതിയതായിട്ട് വന്ന സ്റ്റുഡൻസ് എല്ലാവരും കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതുപോലെ ആ ഒരു സ്കൂളിനെ ഫുള്ളും ദുഷ്ടരായിട്ടുള്ള ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് വെനസ്ഡേ ആണെന്ന് മനസ്സിലാക്കി അവളെ എല്ലാവരും ഫോക്കസ് ചെയ്ത് ഈവൻ കുറച്ച് കുട്ടികൾ വന്ന് അവളുടെ അടുത്ത് സൈനൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ഇഷ്ടപ്പെടാതെ വെനസ്ഡേ ഇപ്പൊ നേരെ മുമ്പോട്ട് നടന്നു പോകുമ്പോൾ അവരുടെ പുതിയ പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുത്ത ഡോർട്ട് എന്ന് പറയുന്ന ഒരു ഔട്ട്കാസ്റ്റിനെ അവൾ അവിടെ വെച്ച് കാണുന്നുണ്ട്. അങ്ങനെ
അങ്ങനെ ആ ഒരു പ്രിൻസിപ്പളിനെയും പരിചയപ്പെട്ട് പിന്നീട് അവൾ നേരെ തന്നെ അവളുടെ റൂമിലേക്ക് കയറി പോകുമ്പോൾ അവിടെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള എനിട്ട് ഇപ്പോൾ ഒരുപാട് പിള്ളേരെ കയറ്റിയതും അവിടെ ആകെ ഒച്ചയും ബഹളവും കണ്ടതും വെനസ്ഡേ ആകെ ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട്. അവിടെ വെച്ച് എനിട്ട് ഇപ്പോൾ അവളുടെ പുതിയ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ബ്രൂണോ എന്ന് പറയുന്ന ആ ഒരു ചെക്കിനെയും വെനസ്ഡേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ രണ്ടുപേരും കൂടി വിശേഷമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങൾ എടുത്തിട്ട് വെനസ്ഡേ എഴുതിക്കൊണ്ടിരിക്കുന്ന അവളുടെ ആ ഒരു നോവലിന്റെ കാര്യം എന്തായെന്ന് എന്നിട്ട് ചോദിക്കുമ്പോൾ വെനസ്ഡേ ഒരു നോവൽ തന്നെ എടുത്ത് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് വെനസ്ഡേ ഇപ്പോൾ അവളുടെ കബേർഡ് തുറക്കുന്ന സമയത്ത് ഒട്ടും തന്നെ എക്സ്പെക്ട് ചെയ്യാതെ അതിന്റെ അകത്ത് നിന്ന് ഒരു ആരോ ഇപ്പോൾ വന്നിട്ട് ജസ്റ്റ് മിസ്സിനാണ് അത് വെനസ്ഡേയുടെ മേത്തും എനിഡിന്റെ മേത്തും തൊടാതെ മാറിപ്പോകുന്നത്. അതിനകത്തായിട്ട് വെനസ്ഡേ ആരോ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജും അവൾ വന്നിറങ്ങി അപ്പൊ തന്നെ എടുത്തിരുന്ന ഒരു ഫോട്ടോയും വെനസ്ഡേ കാണുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ വെനസ്ഡേ ആരോ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇപ്പൊ വെനസ്ഡേ ആ ഒരു ഫോട്ടോനെ ടച്ച് ചെയ്തിട്ട് അവളുടെ സൈക്കിക് ആയിട്ടുള്ള ഒരു എബിലിറ്റി വെച്ചിട്ട് വിഷൻസ് ചെക്ക് ചെയ്തെങ്കിലും ആ ഒരു സ്റ്റോക്കറിനെ കണ്ടുപിടിക്കാനായിട്ട് അവൾക്ക് സാധിച്ചില്ല. മാത്രമല്ല ഈ ഒരു സമയത്ത് ആ ഒരു ബ്ലാക്ക് ടിയേഴ്സ് അവളുടെ കണ്ണീന്ന് വരുമ്പോൾ അതെന്താണെന്ന് എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിലും അതിന് മറുപടി ഒന്നും കൊടുക്കാതെ വെനസ്ഡേ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ നേരം ബക്സ്ലിയെ കൂട്ടിയിട്ട് മോർട്ടീഷ്യയും കോമസും കൂടിയിട്ട് യൂജീൻ താമസിക്കുന്ന അതേ റൂമിലേക്ക് അവനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ വെച്ച് തന്നെ അവർ രണ്ടുപേരും കൂടി നല്ല ബോണ്ട് ആവുകയും യൂജീന്റെ പവേഴ്സ് ഇപ്പൊ മാറിയിട്ട് അവന് ഹണിബീസിനെ മാത്രമല്ല ഒരുപാട് വേംസ് പോലെയുള്ള പല ക്രീച്ചേഴ്സിനെയും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പവർ അവന് കിട്ടിയിരിക്കുകയാണെന്ന് അവന്റെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതേ നേരം തന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് അജാക്സ് എന്ന് പറഞ്ഞ അവരുടെ സീനിയർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ അജാക്സിനെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ? കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ട എനിഡിന്റെ ബോയ് ഫ്രണ്ട് ആണ്. അങ്ങനെ അവിടുന്ന് സീൻ കട്ട് ചെയ്ത് വീണ്ടും നമ്മുടെ വെനസ്ഡേ കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ സ്റ്റുഡൻസ് ഒക്കെ അവൾ ഒരുമാതിരി നോക്കുന്ന കണ്ട് ആകെ അൺകംഫർട്ടബിൾ ആയിട്ട് അവൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ വെച്ച് അവൾ അവളുടെ അമ്മയും അച്ഛനെയും കാണുന്നുണ്ട്. അങ്ങനെ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ നെവർമോറിൽ നടക്കുന്ന ഒരു ഫണ്ട് റേസിംഗ് കമ്മിറ്റിയിൽ ഇപ്പോൾ അവളുടെ അമ്മ ജോയിൻ ചെയ്തു. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനുള്ളതുകൊണ്ട് ഇനി കുറെ നാളത്തേക്ക് താൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് അവളുടെ പാരന്റ്സ് ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അവളിപ്പോ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ പുതിയ പ്രിൻസിപ്പൽ ആയിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ട ഡോർട്ടാണ്. മാത്രമല്ല അവര് ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്തോളം അവർക്ക് താമസിക്കാനായിട്ട് അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ചെറിയൊരു വീടും ഇപ്പൊ ആ ഒരു പ്രിൻസിപ്പൾ അവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ വെച്ച് വെനസ്ഡേയും അവളുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യയും കൂടി സംസാരിക്കുമ്പോൾ ഗൂഡി എന്ന് പറയുന്ന അവളുടെ ആ ഒരു സ്പിരിറ്റ് പോയതുകൊണ്ട് നീ വിഷമിക്കേണ്ടതും നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നീ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി എന്നൊക്കെ അവളുടെ അമ്മ പറയുമ്പോൾ ഓൾറെഡി അവര് തമ്മിലുള്ള ബോണ്ട് അത്രയും സ്ട്രോങ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഇത് കേൾക്കുന്ന വെനസ്ഡേ അമ്മോട് തർക്കുത്തരം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് വെനസ്ഡേ എന്തോ തന്നെ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ടെന്ന് മോർട്ടീഷ്യക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അങ്ങനെ പിന്നീട് വെനസ്ഡേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ തിങ്ങിന്റെ ഒപ്പം അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട സീനിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്ന ഒരു ക്യാമറക്കാരന്റെ ബോഡീനെ കുറെ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ കൂടി കൊണ്ടുപോകുന്നത് അവള് കാണുന്നത്. അങ്ങനെ എന്താണ് കാര്യം എന്നറിയാനായിട്ട് അവൾ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അവളെ കാണുന്ന ആ ഒരു പോലീസുകാരി അവളോട് സംസാരിക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ അവിടെ ഇതെല്ലാം നോക്കി നിന്നുകൊണ്ടിരുന്ന ആൾക്കാരിൽ ഒരാള് പെട്ടെന്ന് അവളെ കാണുമ്പോൾ തന്നെ ഓടിപ്പോകുന്നത് ശ്രദ്ധിക്കുന്ന അവള് നേരെ തന്നെ അയാളെ ഫോളോ ചെയ്ത് ഒരു സ്പോട്ടിൽ വെച്ച് അയാളെ അടിച്ച് താഴെ ഇടുന്നുണ്ട്. അങ്ങനെ പിന്നീട് അയാളുടെ ഹൂഡി മാറ്റുന്ന സമയത്താണ് അത് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ട ടൈലറിന്റെ അച്ഛനായിട്ടുള്ള ആ ഒരു ഷെറിഫ് ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ആദ്യം അവര് ഹൈഡായിട്ട് മാറിയിട്ടുള്ള ടൈലറിന്റെ കാര്യം ആദ്യം സംസാരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഇയാളുമായിട്ട് നിനക്ക് എന്താ ബന്ധമെന്ന് വെനസ്ഡേ ചോദിക്കുമ്പോൾ മരിച്ചുപോയ ആ ഒരു ക്യാമറക്കാരൻ തന്റെ ഒരു ഫ്രണ്ടാണെന്നും അവർ രണ്ടുപേരും കൂടി ഒരു കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കെ തന്നെ അവനെ ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നതാണെന്ന് ആ ഒരു ഷെറിഫ് പറയുമ്പോൾ ഇത് കേട്ട് അത് അത്ര മൈൻഡ് വെക്കാതെ പോകുന്ന വെനസ്ഡേയുടെ അടുത്ത് പോകും മുമ്പേ അവൻ ഇതെല്ലാം ബേർഡ്സ് കാണുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വെനസ്ഡേക്ക് പെട്ടെന്ന് കാര്യമൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും അവിടെ ഒരു മരത്തിന് മുകളിലായിട്ട് നിരന്തരം ഇവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്ന വൈറ്റ് കണ്ണുകളും ഒരു റെഡും ബ്ലാക്കും കളർ നിറത്തിലുള്ള ഒരു ബേർഡിനെ ഇപ്പോൾ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം അന്ന് രാത്രി ജാക്സ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന കുട്ടികളോടൊക്കെ പണ്ട് നടന്ന ഒരു കഥ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതില് ഈ നെവർമോർ എന്ന് പറയുന്ന സ്കൂളിന്റെ അടുത്തായിട്ട് കൾട്രി എന്ന് പറയുന്ന ഒരു മരം ഉണ്ടെന്നും അതിന് പുറകില് വലിയൊരു മിസ്റ്ററി ഉണ്ടെന്നും അവൻ പറയുന്നുണ്ട്. കാരണം പണ്ട് ഈ നെവർമോറിൽ വളരെ ഇന്റലിജന്റ് ആയിട്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നെന്നും അവൻ ഒരുപാട് ഇൻവെൻഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടെന്നും പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് അവനൊരു അസുഖം വന്ന് അവന്റെ ഹേർട്ട് ഡാമേജ് ആകുന്ന സമയത്ത് അവൻ ആ ഒരു ഹേർട്ടിനെ റീപ്ലേസ് ചെയ്ത് ഹേർട്ടിന്റെ ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു ഇൻവെൻഷൻ നടത്തുകയും അങ്ങനെ ഹേർട്ടിനെ പോലെ വർക്ക് ചെയ്യുന്ന ഒരു ക്ലോക്കിനെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഹേർട്ടിനെ മാറ്റി ഈ ഒരു ഹേർട്ട് ക്ലോക്കിനെ വെച്ച സമയത്ത് അവന് പണ്ടത്തെക്കാളും നല്ല രീതിയിൽ ഇൻവെൻഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് സാധിച്ചെങ്കിലും പയ്യെ പയ്യെ ഓരോ ഇൻവെൻഷൻസും അവന്റെ കയ്യിൽ
നിൽക്കാതെ ഏറ്റവും ലാസ്റ്റ് അവന്റെ ഒരു ഇൻവെൻഷന്റെ ഇടയിൽ തന്നെ അവൻ മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ അവന്റെ ബോഡിയാണ് ഇപ്പോൾ ഈ ഒരു സ്കൾട്ടറിയുടെ താഴെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും ഇപ്പോഴും ആ ഒരു ട്രെയിനിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു ക്ലോക്ക് ശബ്ദം കേൾക്കാമെന്നും ജാക്സ് ഇപ്പോൾ ആ ഒരു കുട്ടികളോട് പറയുമ്പോൾ ഇതൊക്കെ കേട്ട് വളരെ ക്യൂരിയസ് ആയിട്ട് ഇരിക്കുന്ന പക്സിലിയെ നമ്മൾ അവിടെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം പ്രിൻസിപ്പൽ ആകട്ടെ ഇപ്പൊ ബിയാങ്കേനെ അവന്റെ റൂമിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ വെനസ്ഡേയുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫണ്ട് റേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ അവളും കൂടി പങ്കുചേരണമെന്ന് അവനിപ്പോ ബിയാങ്കയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് ആദ്യം ബിയാങ്ക സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് നീ ഒരു സ്കോളർഷിപ്പിന് വന്ന കുട്ടിയാണ്, അതുകൊണ്ട് ഇതുപോലുള്ള ഫണ്ട് റേസിംഗ് ആയിട്ടുള്ള പ്രോഗ്രാംസിന് നീ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അധികം വൈകാതെ നിനക്ക് ഇവിടെ നിന്ന് പഠിത്തം നിർത്തി പോവേണ്ടി വരുമെന്ന് അവളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്ത ബിയാങ്ക ഇപ്പൊ അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോൾ ഇപ്പൊ വെനസ്ഡേ വളരെ വിയേർഡായിട്ട് തന്നെ ഒരു വശത്ത് അവളുടെ വയലിൻ പ്ലേ ചെയ്യുന്ന സമയം തന്നെ മറുവശത്ത് വെനസ്ഡേയുടെ അമ്മ ഇപ്പോൾ ഒരു ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ വെനസ്ഡേയുടെ പോലെ തന്നെ കണ്ണിൽ നിന്ന് ബ്ലാക്ക് കളർ ടിയേഴ്സ് ഒക്കെ വന്നിരിക്കുന്ന ഒരു കുട്ടിയുടെ പടം വരച്ചു വെച്ചിരിക്കുന്നതും അതിന്റെ കുറെ റൈറ്റിംഗ്സ് ഒക്കെ കണ്ടിട്ട് മോർട്ടീഷ് ഇപ്പോൾ വളരെ അൺവെൽ ആകുന്നുണ്ട്. ഇതേ നേരം വേറൊരു സ്ഥലത്ത് നമ്മുടെ വെനസ്ഡേയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് അതിൽ നിന്ന് അവളുടെ കണ്ണൊക്കെ എടുത്തു മാറ്റിയിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡെഡ് ബോഡിയുടെ സെയിം കണക്കിന് ഏതോ ഒരു സൈക്കോ അവളുടെ ഫോട്ടോ ആക്കി വെച്ചിരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം ഇപ്പൊ വെനസ്ഡേയുടെ അടുത്തേക്ക് പുതിയ മ്യൂസിക് ടീച്ചറായിട്ടുള്ള കാപ്രി എന്ന് പറയുന്ന ഒരു മിസ് വന്നിട്ട് അവളെ പരിചയപ്പെടുന്നുണ്ട്. ഉണ്ടെങ്കിലും വെനസ്ഡേയുടെ ക്യാരക്ടർ നമുക്ക് ഓൾറെഡി അറിയാലോ. അവള് ഇതൊന്നും തന്നെ മൈൻഡ് ചെയ്യാണ്ട് അവളുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അവരുടെ നെവർമോറിലത്തെ പ്രിൻസിപ്പൾ ഇപ്പോൾ മോർട്ടീഷ്യനെ വിളിച്ചിട്ട് അന്ന് നൈറ്റ് ഈ പുതിയ സ്റ്റുഡൻസിനൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു ഫ്രഷേഴ്സ് പാർട്ടി പോലത്തെ ഒരു ഗ്യാതറിംഗിലേക്ക് അവളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല മോർട്ടീഷ്യ ഓൾറെഡി ഒരു ഫണ്ട് റേസിംഗിന് ഹെഡ് ആവാൻ തീരുമാനിച്ചതുകൊണ്ട് അവൾക്ക് അസിസ്റ്റന്റ് ആയിട്ട് ബിയാങ്കേനി അവൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതേ നേരം വെനസ്ഡേയുടെയും എനിഡിന്റെയും റൂമിലേക്ക് സേവിയർ അയച്ചതിന്റെ പേരിൽ അവൾക്ക് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. അങ്ങനെ അത് അവൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ക്രോയിന്റെ ഒരു പിക്ചർ ആയിരുന്നു അതിൽ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അത് കാണുമ്പോൾ തന്നെ അത് സേവിയർ ഒന്നുമല്ല, പക്ഷെ അവളുടെ സ്റ്റോക്കറാണ് വരച്ചതെന്ന് വെനസ്ഡേക്ക് മനസ്സിലാകുന്നുണ്ട്. തൊട്ടു പുറകെ തന്നെ തന്റെ നോവലും മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞവള് അവിടെ ഫുള്ള് നോക്കുമ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന ആ ഒരു ഗ്യാതറിംഗിൽ വെച്ച് ഒരു പയർ നടക്കുന്നുണ്ട്. അത് ഒരുമാതിരി ഒരു ക്യാമ്പ് ഫയർ പോലത്തെ ഒരു സെറ്റപ്പാണ്. സോ അതിൽ വെച്ചിട്ട് വെനസ്ഡേ ഈ 2 കൊല്ലം ഇരുന്ന് കഷ്ടപ്പെട്ട് എഴുതിയിട്ടുള്ള ആ ഒരു നോവല് കത്തിച്ച് കളയും എന്നുള്ളൊരു ഹിന്റ് അവളുടെ ടൈപ്പ് റൈറ്ററിൽ അവളുടെ സ്റ്റോക്കർ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കാണുമ്പോൾ വെനസ്ഡേക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. അവളുടെ എനിമി അവളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്നും താൻ അറിയാതെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അവൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അവൾ വേഗം തന്നെ ആ ഒരു രാത്രി ആ ഗ്യാതറിംഗ് നടക്കുന്ന ആ ഒരു പയറിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് ഒരു വലിയ പക്ഷിയുടെ രൂപത്തിൽ ഈ ഒരു പയർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ വെനസ്ഡേയുടെ പോക്കറ്റിൽ ആരോ ഒരാൾ വന്നിട്ട് കുറെ ബ്ലേഡ്സ് ഒക്കെ ഉള്ള ഒരു ലെറ്റർ വെക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ലെറ്റർ തുറന്നു നോക്കുമ്പോൾ അവളുടെ ആ ഒരു നോവല് ഈ ഒരു പയറിന് അടിയിലാണെന്ന് എഴുതിയത് കാണുമ്പോൾ ഒന്നും തന്നെ നോക്കാതെ വെനസ്ഡേ ഇപ്പൊ നേരെ ചെന്ന് അതിന്റെ അകത്തേക്ക് കിടക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അവരുടെ സെലിബ്രേഷൻസ് ഒക്കെ തുടങ്ങുകയും അതിന്റെ ഭാഗമായിട്ട് കാപ്രി എന്ന് പറയുന്ന ആ ഒരു മിസ്സും അവിടെ വെക്കുന്ന സ്റ്റുഡൻസും നമ്മുടെ വെനസ്ഡേയുടെ പാരന്റ്സും എല്ലാവരും കൂടി ചേർന്നിട്ട് നെവർമോറിലെ ആ ഒരു ഫേമസ് ആയിട്ടുള്ള സോങ് ഒരുമിച്ച് നിന്ന് പാടുകയും എല്ലാവരും കൂടി എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ നമ്മുടെ വെനസ്ഡേ മാത്രം ഇപ്പോഴും ആ ഒരു പയറിനടിയിൽ തന്റെ നോവൽ നോക്കുമ്പോൾ അത് മുകളിലിരുന്ന് കണ്ട് അവളിപ്പോ അതെടുക്കാനായിട്ട് മുകളിലേക്ക് കയറുമ്പോൾ എനിഡ് പുറത്തുനിന്ന് അവളോട് എത്രയും വേഗം തന്നെ പുറത്തേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ നേരം നെവർമോറിലെ പ്രിൻസിപ്പൾ ഇപ്പോൾ സ്റ്റേജിലേക്ക് വന്നിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരോടും കൂടിയിട്ട് നമ്മളെല്ലാവരും ഔട്ട്കാസ്റ്റ് ആണെന്നും നമ്മുടെ പവറിൽ നമ്മൾ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രസംഗമൊക്കെ നടത്തിയിട്ട് ഇവിടെ എല്ലാവരും ഈക്വൽ ആണെന്നും യാതൊരുവിധ സീക്രട്ട് ആയിട്ടുള്ള സൊസൈറ്റികളുടെയും നൈറ്റ് ഷെയ്ഡ്സിന്റെ ഒന്നും ആവശ്യമില്ലെന്നും ഇന്നു മുതൽ അത്തരത്തിൽ ഒരു സൊസൈറ്റികളും നമ്മുടെ സ്കൂളിൽ ഇല്ലെന്നും എല്ലാവരും ഈക്വൽ ആണെന്നും എല്ലാവരും അടിച്ചു പൊളിക്കാനും പറഞ്ഞിട്ട് അവനിപ്പോ അവന്റെ പവേഴ്സ് വെച്ച് ആ ഒരു പയർ ലൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ഫുള്ള് തീ കത്താനായിട്ട് തുടങ്ങുമ്പോൾ വെനസ്ഡേയുടെ അനിയനായിട്ടുള്ള പക്സ്ലി ഇപ്പോൾ എങ്ങോട്ടൊക്കെ പോകുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം വെനസ്ഡേ ഇങ്ങനെയൊക്കെയോ ആ ഒരു ബുക്ക് കണ്ടുപിടിച്ച് അതിനെ കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ നിൽക്കുന്ന മറ്റ് ഔട്ട്കാസ്റ്റുകൾ എല്ലാവരും കൂടിയിട്ട് ആ ഒരു പയറിന് മുകളിലായിട്ട് അവരുണ്ടാക്കി വെച്ചിരുന്ന ഒരു ബേർഡിന്റെ രൂപത്തെ പറത്തി കളയുന്നുണ്ട്. ഇതേ നേരം എനിടാകട്ടെ ഇപ്പോൾ ഓടി വന്ന് പ്രിൻസിപ്പലിന്റെ അടുത്ത് വെനസ്ഡേ ആ ഒരു പയറിന് അടിയിലാണ് ട്രാപ്ഡ് ആയത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതേ നേരം തന്നെ എല്ലാവരുടെയും ബാക്കിൽ നിന്ന് വെനസ്ഡേ എങ്ങനെയൊക്കെയോ ആ ഒരു പയറിന്റെ അടിയിൽ നിന്ന് രക്ഷപ്പെട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതേ നേരം തന്നെ പക്സ്ലി ഇപ്പോൾ തൊട്ടടുത്തുള്ള കാട്ടിലേക്കാണ് പോയതെന്നും അവിടെ അവൻ നേരത്തെ എജാക്സ് അവന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു സ്കൾട്ടറിയുടെ അടുത്തേക്കാണ് പോയിരിക്കുന്നതെന്നും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവൻ ആ ഒരു സ്കൾട്ടറിയുടെ അടുത്തെത്തിയിട്ട് എജാക്സ് പറഞ്ഞതുപോലെ ആ ഒരു ശബ്ദം അവിടെ കേൾക്കുന്നുണ്ടോന്ന് നോക്കുമ്പോൾ ആ ഒരു സൗണ്ട് അവിടെ കേൾക്കുകയും അങ്ങനെ അവൻ പറഞ്ഞ ഒരു കഥ സത്യമാണെന്നും
ആണെന്നും പക്സ്ലിക്ക് ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ അവിടേക്ക് ഒരുപാട് പക്ഷികൾ വരുമ്പോൾ അതിനെ കണ്ട് പേടിച്ച് അവൻ താഴേക്ക് വരുമ്പോൾ അവന്റെ കൈ അവിടെ താഴെ മണ്ണിലേക്ക് ടച്ച് ആവുകയും അവന്റെ പവേഴ്സിലൂടെ ആ ഒരു ഇലക്ട്രിസിറ്റി ആയിട്ടുള്ള ഒരു സ്പാർക്ക് മണ്ണിലേക്ക് പോവുകയും ചെയ്യുന്നതോടുകൂടെ അവന്റെ ബാക്കിൽ നിന്ന് ഇപ്പൊ ആ ഒരു ട്രീയുടെ അടിയിൽ കുഴിച്ചിട്ടുണ്ടായിരുന്ന അജാക്സ് പറഞ്ഞ ആ ഒരു കഥയിലെ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരുപാട് ഇൻവെൻഷൻസ് ഒക്കെ നടത്തിയിട്ടുള്ള ആ ഒരു മനുഷ്യൻ ഇപ്പൊ എഴുന്നേറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഒരു സോംബി പോലെ ഇരിക്കുന്ന അദ്ദേഹത്തിനെ പക്സ്ലി ഇപ്പോ അവന്റെ പവേഴ്സ് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഷോക്ക് അടുപ്പിച്ച് അവന്റെ കൺട്രോളിലാക്കിയിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേ നേരത്ത് തന്റെ നോവലെടുത്ത് ഇതിന് പുറകിലുള്ള സത്യം കണ്ടുപിടിക്കാനായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരുന്ന വെനസ്ഡേനെ എനിഡ് പുറകിൽ നിന്ന് പിടിക്കുമ്പോൾ പെട്ടെന്ന് വെനസ്ഡേ ഇപ്പോൾ ഒരു സെമിട്രിയിൽ നിൽക്കുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആ ഒരു സെമിട്രിയിൽ ഒരു കല്ലറയുടെ പുറകിൽ എനിഡിന്റെ പേര് എഴുതിയിരിക്കുന്നതും എനിഡ് ഇപ്പോൾ ഒരു പ്രേതരൂപേണ വന്നിട്ട് എന്റെ മരണത്തിന് കാരണം നീയാണെന്ന് വെനസ്ഡേയുടെ അടുത്ത് പറയുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. സോ എനിഡിനെ ടച്ച് ചെയ്തതിലൂടെ വെനസ്ഡേക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിഷനാണ് ഇത്. മാത്രമല്ല ഇതേ സമയത്ത് ഇതൊക്കെ കണ്ടിട്ട് തന്റെ കണ്ണിലൂടെ വീണ്ടും ആ ഒരു ബ്ലാക്ക് ടീയേഴ്സ് ഒക്കെ വന്നിട്ട് അവളെ നേരെ അൺകോൺഷ്യസ് ആയിട്ട് നിലത്തേക്ക് വീഴുകയും താൻ കാരണം തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള എനിഡിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്നുള്ള ആ ഒരു പേടി കൊണ്ട് ഞെട്ടിയെനിക്കുന്ന വെനസ്ഡേയാണ് നമ്മളെ കാണിക്കുന്നത്. ഇപ്പോഴും അവളുടെ കണ്ണുകളിലായിട്ട് ആ ഒരു ബ്ലാക്ക് ടീയേഴ്സിന്റെ പാടുകളും ഇരിക്കുന്നുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് അപ്പം തന്നെ അവൾ എനിഡിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവളുടെ അമ്മയായ മോർട്ടീഷ്യ ഇപ്പോൾ അവളുടെ അടുത്ത് വന്നിട്ട് ഇപ്പൊ നീ എനിഡിനെ പറ്റിയിട്ടല്ലെന്നും നിന്നെ പറ്റിയാണ് ഇപ്പൊ നീ ശ്രദ്ധിക്കേണ്ടതെന്നും അവളുടെ അടുത്ത് പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ മോർട്ടീഷ്യയ്ക്ക് ഈ ഒരു ബ്ലാക്ക് ടീയേഴ്സിന്റെ അർത്ഥം നന്നായി തന്നെ അറിയാമായിരുന്നു. ഒരു വ്യക്തി തന്റെ സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റീസ് അവൾക്ക് പറ്റുന്ന ഒരു പരിധിനേക്കാൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ഒരു മാക്സിമം ലിമിറ്റ് കാരണം കൊണ്ടാണ് ആ ഒരു പവർ എക്സോസ്റ്റഡ് ആയിട്ട് അത് ബ്ലാക്ക് ടീയേഴ്സിന്റെ രൂപത്തിൽ വരുന്നതെന്നും അതുകൊണ്ട് നീ ഓവറായിട്ട് നിന്റെ പവേഴ്സിന് യൂസ് ചെയ്യാനോ അതിനെ ഫേണിഷ് ചെയ്യാനോ നിൽക്കരുതെന്നും നിന്റെ പവേഴ്സ് അത് ഗിഫ്റ്റ് ആണെന്നും അത് സമയമാകുമ്പോൾ തന്നെ ഫുള്ളായി പുറത്തേക്ക് വരുമെന്നും അതിനു മുമ്പ് തന്നെ നീ ആ ഒരു ഗൂഡിയുടെ ബുക്കൊക്കെ വെച്ചിട്ട് അതിലുള്ള ഓരോ മന്ത്രങ്ങളൊക്കെ പഠിച്ച് ഇങ്ങനെ ഓരോന്ന് വരുത്തി വെക്കരുതെന്ന് വളരെ കാമായി തന്നെ മോർട്ടീഷ്യ അവളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും വെനസ്ഡേ ഇപ്പോൾ അതിനൊന്നും സമ്മതിക്കാതെ തന്നെ പണ്ട് മുതലേ ഈ സൈക്കിക് എബിലിറ്റി ഒക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു ഗുഡിയുടെ ബുക്കാണെന്നും അതിനെ താൻ ഒരിക്കലും നഷ്ടപ്പെട്ട് കളയില്ലെന്നും അവളിപ്പോൾ മോർട്ടീഷ്യയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ മോർട്ടീഷ്യ അവൾ എത്രയൊക്കെ വാൺ ചെയ്തിട്ട് പോലും സേവിയർ അയച്ചെന്ന ആ ഒരു ഡ്രോയിങ്ങിൽ ഉണ്ടായിരുന്ന ആ ഒരു പക്ഷിയുടെ ഫോട്ടോയും ടൈലറിന്റെ അച്ഛനായിട്ടുള്ള ആ ഒരു ഷെരീഫിന്റെ കൂട്ടുകാരന്റെ മരണവും ഇപ്പതാ അവള് വിഷനിൽ കണ്ടതുപോലെ ഭാവിയിൽ നടക്കാൻ ചാൻസ് ഉള്ള എനിഡിന്റെ മരണവും എല്ലാം കൂടി അവൾ ഇടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു റെഡും ബ്ലാക്കും ഒക്കെ കളറിലുള്ള ആ ഒരു പക്ഷിയുടെ മേലെ ചെന്ന് അവസാനിക്കുമ്പോൾ ഈ ഒരു പക്ഷിയെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അവളിപ്പോ നേരെ ടൈലറിന്റെ അച്ഛനായിട്ടുള്ള ഷെരീഫിനെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ ഒരു സോഫയിൽ മരിച്ചു കിടക്കുന്നതാണ് അവള് കാണുന്നത്. മാത്രമല്ല ഇതേ സമയം തന്നെ അയാളുടെ വായിന്റെ ഉള്ളിക്കൂടെ ഇപ്പൊ ഒരുപാട് പക്ഷികൾ പുറത്തേക്ക് പറന്നു വന്ന് ആ ഒരു വീട് ഫുള്ളും പറന്ന് നടക്കുന്നുണ്ട്. ബാക്കി എല്ലാ പക്ഷികളും അവിടെ നിന്ന് പറന്നു പോയപ്പോഴും ഇതിനു മുമ്പ് പല തവണകളിലായിട്ട് അവൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു റെഡ് കളറിലും ഒരുമാതിരി ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള കണ്ണുള്ള ആ ഒരു പക്ഷി മാത്രം ഇപ്പൊ അവളെയും നോക്കിയിട്ട് അവളെ സ്റ്റെയർ ചെയ്ത് കുറച്ചേരം അവിടെ ഇരുന്നിട്ട് പിന്നീട് അവിടുന്ന് പറന്ന് പോകുന്നുണ്ട്. തന്നിൽ അവശേഷിക്കുന്ന ഏറ്റവും ലാസ്റ്റത്തെ എവിഡൻസ് ഇപ്പോൾ മരിച്ചു കിടക്കുന്ന ആ ഒരു ഷെരീഫിന്റെ ബോഡിയാണെന്നും അതിൽ തൊട്ട് കഴിഞ്ഞാൽ തന്റെ പവേഴ്സിനെ വെച്ചിട്ട് ഈ പക്ഷികളുടെ കാര്യം മനസ്സിലാക്കാമെന്ന് കരുതി വെനസ്ഡേ ഇപ്പോൾ അയാളെ തൊടുന്നുണ്ടെങ്കിലും നേരത്തെ മോർട്ടീഷ്യ പറഞ്ഞതനുസരിച്ച് അവളിങ്ങനെ കൂടുതലായിട്ട് പവേഴ്സ് യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് ഇപ്പോൾ അവളുടെ പവേഴ്സ് ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ ഒരു പ്രാവശ്യം കൂടി അതിനെ ട്രൈ ചെയ്യാൻ പോകുന്ന സമയത്താണ് അവിടേക്ക് പോലീസുകാർ വന്ന് മരിച്ചു കിടക്കുന്ന ഷെരീഫിനെ കണ്ട് അയാളെ കൊന്നത് വെനസ്ഡേ ആവുമെന്ന് കരുതി അവരിപ്പോൾ വെനസ്ഡേനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ച് ഫസ്റ്റ് എപ്പിസോഡിൽ മരിച്ചിട്ടുള്ള ആ ഒരു ക്യാമറമാനും ഈ ഒരു ഷെരീഫും ഫ്രണ്ട്സ് ആയിരുന്നതും അവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു സീക്രട്ട് നിനക്കറിയാമായിരുന്നു എന്നും അതുകൊണ്ടെങ്ങാനാണോ നീ അയാളെ കൊന്നതെന്നും ചോദിക്കുമ്പോൾ താനല്ല ആ ഒരു ഷെരീഫിനെ കൊന്നതെന്നും അത് ചിലപ്പോൾ അയാളുടെ സ്വന്തം മകനായി ഒരു ഹൈഡായി മാറിയ ടൈലർ തന്നെ ആയിക്കൂടെയെന്ന് അവൾ തിരിച്ച് ആ ഒരു പോലീസുകാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ അവിടേക്ക് ഗോമസ് ആദംസ് ആയിട്ടുള്ള വെനസ്ഡേയുടെ അച്ഛൻ കടന്നു വരികയാണ്. അങ്ങനെ ഒരു വക്കീല് കൂടിയായ അവളുടെ അച്ഛൻ ഇപ്പോൾ പുഷ്പം പോലെ അവൾ അവിടെ നിന്ന് രക്ഷിച്ച് നേരെ തിരിച്ച് നെവർമോറിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതേ നേരം യൂജീൻ ഇപ്പോൾ പക്സ്ലിയുടെ മുഖത്തുള്ള എന്തോ ഒരു കള്ളലക്ഷണം കണ്ടിട്ട് എന്താണ് നീ ഇത്ര വിയേർഡായിട്ട് പെരുമാറി നിന്ന് അവന്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് പക്സ്ലി അവന്റെ ആ ഒരു ഷെഡിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് കഴിഞ്ഞ ദിവസം രാത്രി ആ ഒരു സ്കൾ ട്രീന്റെ അടുത്ത് നിന്ന് അവന് ഒരു സോംബീനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ ഒരു സോംബീനെ ഇപ്പോൾ അവൻ ആ ഒരു ഷെഡിലേക്ക് കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നത് അവൻ യൂജീനെ കാണിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ട് യൂജീൻ ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും ആ ഒരു സോംബീനെ തന്റെ പവേഴ്സ് വെച്ച് താൻ ഉണർത്തിയത് കാരണം കൊണ്ട് അവൻ ഇങ്ങനെ തന്റെ ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പക്സ്ലി ആ സോംബീനെ ഷെഡിൽ തന്നെ വളർത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ഇപ്പൊ വെനസ്ഡേ കാണിക്കുകയാണെങ്കിൽ ഇത്ര ആലോചിച്ചിട്ടും ആ ഒരു പക്ഷികളുടെ കാര്യം കിട്ടാതെ ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് അവൾ റൂമിലേക്ക് വരുമ്പോൾ അവിടെ ഒരുപാട് ബ്ലഡിൽ നനഞ്ഞു കുളിച്ച് കിടക്കുന്ന എനിഡിനെയാണ് അവൾ കാണുന്നത്.
കാണുന്നത്. അങ്ങനെ ആകെ പേടിച്ച് അവൾ ഓടിച്ചെന്ന് എനിഡിനെ വിളിക്കുന്ന സമയത്ത് എനിഡ് എഴുന്നേറ്റിട്ട് അതൊരു പ്രാങ്ക് ആയിരുന്നു എന്ന് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അന്ന് പ്രാങ്ക് ഡേ ആയതുകൊണ്ട് നീ എന്റെ ബെഡ്മേ ഒരു ഫേക്ക് ആയിട്ടുള്ള ഐബോൾ കൊണ്ട് വെച്ചില്ലേ, അതിന് പകരം വീട്ടിയതാണ് ഞാനെന്ന് എനിഡ് പറയുമ്പോൾ ഏത് ഐബോൾ എന്ന് കേട്ട് ആകെ കൺഫ്യൂസ്ഡ് ആകാണ് വെനസ്ഡേ. അങ്ങനെ പിന്നീട് അവൾ അത് ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ പുറകിൽ ഒരു പക്ഷിയാണെന്ന് വെനസ്ഡേക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ എനിഡിന്റെ ഫോണിലേക്ക് വെനസ്ഡേനെ പറ്റിയിട്ട് വളരെ വിയോർഡായിട്ടുള്ളൊരു മെസ്സേജ് വരുമ്പോൾ ആ ഒരു നമ്പർ മരിച്ചു പോയിട്ടുള്ള ഷെരീഫിന്റേതാണെന്ന് അവർ രണ്ടുപേരും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ ഇനിയും വെനസ്ഡേയുടെ ഒപ്പം ഞാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇതിലും വലിയ വലിയ പണികൾ തനിക്ക് കിട്ടുമെന്നും ഇപ്പൊ തന്നെ അവളുടെ ലൈഫ് ഡേഞ്ചറിലാണെന്ന് എനിഡിന് തോന്നി തുടങ്ങിയിരുന്നു. പക്ഷെ വെനസ്ഡേ ആകട്ടെ ഇതിന് പുറകിലുള്ള ആ ഒരു പക്ഷിയുടെ സീക്രട്ട് കണ്ടുപിടിക്കാനായിട്ട് അവളിപ്പോ തിങ്ങിന്റെ അടുത്ത് തന്റെ പവേഴ്സ് എങ്ങാനും കണ്ടുപിടിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഐഡിയ ഒരു ഗുഡിയുടെ ബുക്ക് നോക്കി പറയാനായിട്ട് ആവശ്യപ്പെട്ടിട്ട് നേരെ അവരുടെ സ്കൂളിലുണ്ടായിരുന്ന ഒർലോഫ് എന്ന അലയൊക്കെ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഫസറിനോടും അവരുടെ പ്രിൻസിപ്പളിനോടായിട്ട് തങ്ങളുടെ ഈ ഒരു സ്കൂളിൽ പക്ഷികളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പവേഴ്സ് ഉള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു കുട്ടി ഇവിടെ പഠിക്കുന്നില്ലെന്നായിരുന്നു അവരുടെ രണ്ടുപേരുടെയും മറുപടി. ഇതേ നേരം അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് വീണ്ടും യൂജീനെയും പക്സ്ലിനെയും കാണിക്കുകയാണെങ്കിൽ പക്സ്ലി ഇപ്പോൾ അവന്റെ ഒരു പെറ്റിനെ പോലെയാണ് ആ ഒരു സോംബിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ അതിന് തിന്നാൻ വേണ്ട ഫുഡ് പോലും അവൻ കൊണ്ടുകൊടുക്കുന്നുണ്ട്. പക്ഷെ അവർ പോയി കഴിയുമ്പോഴാണ് ആ ഒരു സോംബി ശരിക്കും അതിന് ചെയിനൊക്കെ പൊട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ട്രൈ ചെയ്യുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. വീണ്ടും വെനസ്ഡേ കാണിക്കുകയാണെങ്കിൽ ഒരു ബേർഡിനെ പറ്റിയിട്ട് അറിയാനായിട്ട് താൻ ആദ്യം തന്നെ ഒരു ഹൈഡായി മാറിയ ടൈലറിനെ പോയിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് നേരെ അവൻ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ഗ്യാപ്പിന് കറക്റ്റായിട്ട് മോർട്ടീഷ്യ അവളുടെ റൂമിലേക്ക് കയറി വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എനിഡിന്റെ അടുത്ത് വെനസ്ഡേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഗുഡിയുടെ ആ ഒരു ബുക്ക് എവിടെയാണെന്ന് ചോദിക്കുകയും എനിഡ് അത് എടുത്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം വെനസ്ഡേ ആകട്ടെ എനിഡ് പുതിയ ഡ്രൈവേഴ്സ് ക്ലാസ്സിന് രജിസ്റ്റർ ചെയ്തെന്നും പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിഡ് അങ്ങനെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലാക്കി വെനസ്ഡേ ഇപ്പോൾ അവളെ തന്നെ എനിഡായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എനിഡിനെ പഠിപ്പിക്കാൻ വന്ന ഒരു ഡ്രൈവർ മാഷിന്റെ ഒപ്പം നേരെ തന്നെ ടൈലറിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ വന്ന വഴി വെനസ്ഡേയുടെ അതിഗംഭീര സ്പീഡ് കാരണം ജീവൻ തിരിച്ചു കിട്ടിയതിൽ സന്തോഷിച്ച് ആ ഒരു ഡ്രൈവർ ഇപ്പോൾ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നുമുണ്ട്. ഇതേ നേരം ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കയറി വരുന്ന വെനസ്ഡേ അവിടെ ഉണ്ടായിരുന്ന ജൂഡി എന്ന് പറഞ്ഞ് അവിടുത്തെ ഡോക്ടറുടെ അസിസ്റ്റന്റിനെ പോയിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ജൂഡിയായിട്ട് സംസാരിച്ച് ഡോക്ടറുടെ പെർമിഷനോടും കൂടിയിട്ട് നേരെ ഇപ്പോൾ ടൈലറിനെ കാണാനായിട്ട് ഒരു ഹൈ സെക്യൂരിറ്റി പ്രിസണിലേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഹൈഡായിട്ടുള്ള ടൈലറെ അവരവിടെ കെട്ടിയിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ വെനസ്ഡേ ഇപ്പൊ അവന്റെ അടുത്ത് ചെന്നിട്ട് അവന്റെ അച്ഛൻ ഇന്നലെ മരണപ്പെട്ടു എന്നും അവന്റെ അച്ഛന്റെ ഫ്രണ്ടായിട്ടുള്ള ആ ഒരു ക്യാമറമാനും അതേ രീതിയിൽ തന്നെയാണ് കൊല്ലപ്പെട്ടെന്നും ഇതിനൊക്കെ പുറകിലായിട്ട് ഏതോ ഒരു ബേർഡൊക്കെ ഉണ്ടെന്നും അവളിങ്ങനെ ടൈലറിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ഇപ്പൊ എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നിനക്ക് ഹെൽപ്പിന് വേണ്ടിയല്ലെന്നും പക്ഷെ നീ ഇതുപോലെ ഒന്നും പിടികിട്ടാതെ കിടന്ന് അലയുന്നത് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് ടൈലർ ഇപ്പൊ അവളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ദേഷ്യം വന്ന വെനസ്ഡേയും അവളുടെ വായിലിരിക്കുന്നതൊക്കെ അവനെ വിളിച്ചു പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ടൈലർ ഇപ്പോൾ നീ എന്തായാലും എനിഡിന്റെ അടുത്ത് ഒന്ന് സൂക്ഷിച്ചോളാൻ പറയാനും ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ ആദ്യം കൊല്ലാൻ പോകുന്നത് എനിഡിനെയാണെന്നും അവൻ പറയുമ്പോൾ വെനസ്ഡേ ഇപ്പോൾ അവന്റെ അച്ഛനെ പറ്റിയും അവന്റെ ഫാമിലിയെ പറ്റിയും അവനോട് തിരിച്ച് എഗെയിൻസ്റ്റ് ആയി സംസാരിക്കുമ്പോൾ അത് കേട്ട് ദേഷ്യം വരുന്ന ടൈലർ ഇപ്പോൾ ഒരു ഹൈഡായി മാറാൻ പോകുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന കൺട്രോളർ ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് അവനെ നോർമൽ ആക്കുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പൊ നെവർമോറിനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ യൂജീൻ ഇപ്പോൾ ഓടിക്കതച്ച് വന്ന് പക്സ്ലിയുടെ അടുത്ത് നിന്റെ ഏറ്റവും വലിയ പെറ്റായിട്ടുള്ള ആ ഒരു സോംബി നമ്മൾ ഒളിപ്പിച്ചു വെച്ച ആ ഒരു ഷെഡിൽ നിന്നിട്ട് എസ്കേപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് കേട്ട് പക്സ്ലി ആകെ തന്നെ ഞെട്ടി പോകുന്നുണ്ട്. ഇതേ നേരം എനിഡിപ്പോ അവളുടെ പുതിയ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ബ്രൂണോനെയും കൊണ്ടിട്ട് അവന്റെ റൂമിലേക്ക് വന്നിട്ട് തിങ്ങിന് അവനെ പരിചയപ്പെടുത്തി. അങ്ങനെ തിങ്ങിന്റെ അടുത്ത് പിന്നെ സംസാരിക്കുമ്പോഴാണ് അന്ന് തിങ്ങിന്റെ ബർത്ത്ഡേ ആണെന്നും പക്ഷെ എൻറ്റയർ ആദംസ് ഫാമിലിയും അവന്റെ ആ ഒരു ബർത്ത്ഡേയുടെ കാര്യം മറന്നുപോയെന്നും എനിഡ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവളിപ്പോ തിങ്ങിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കെ തന്നെ ബ്രൂണോക്ക് എന്തോ പറ്റി. ഇപ്പോ ബ്രൂണോനെ നോക്കാനായിട്ട് പോകുന്നതും അവളുടെയും ഒരു കരച്ചിലിപ്പോ തിങ് കേൾക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് എന്താ പറ്റിയെന്ന് തിങ്ങിനെ നോക്കാൻ പറ്റും മുമ്പ് തന്നെ തിങ് അവരിയ്ക്കുന്ന ആ ഒരു പെട്ടിയിൽ വെച്ച് ലോക്കായി പോവാണ്. ഇതേ നേരം ബിയാങ്കനെ ആ ഒരു പ്രിൻസിപ്പൾ വിളിച്ചിട്ട് നീ എങ്ങനെയെങ്കിലും മോർട്ടീഷ്യനെ കൊണ്ട് ആ ഒരു ഫണ്ട് റേസിംഗിന് വേണ്ടിയിട്ട് സമ്മതിപ്പിക്കണമെന്നും ഈ ഒരു സൈറൺ ആയതുകൊണ്ട് നിന്റെ പവേഴ്സ് വെച്ച് ഈ ജസ്റ്റ് ഒരു വാക്ക് അവളുടെ അടുത്ത് പറയുകയാണെങ്കിൽ അവൾ അതിൽ കൺവിൻസ്ഡ് ആയിക്കോളൂന്നും പറയുമ്പോൾ അവളിപ്പോ അവളുടെ പവേഴ്സ് വെച്ച് ആ ഒരു പ്രിൻസിപ്പളിന്റെ അടുത്ത് ഇനി തന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു പ്രിൻസിപ്പളുടെ കയ്യിൽ ഈ ഒരു സൈറൻസിന്റെ പവറിനെ എതിർത്ത് നിൽക്കാനായിട്ടുള്ള ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ പറയുന്ന അതേ കാര്യം ചെയ്യാനായിട്ട് ആ ഒരു പ്രിൻസിപ്പൾ കൂട്ടാക്കിയില്ല. ഇതേ നേരം വെനസ്ഡേ തിരിച്ച് അവളുടെ റൂമിലേക്ക് എത്തുമ്പോൾ എനിഡ് മിസ്സിംഗ് ആണെന്ന കാര്യം മനസ്സിലാക്കി അവളിപ്പോ എനിഡിന്റെ ഫോൺ എടുക്കുന്ന സമയത്ത് ഏതോ ഒരു അജ്ഞാത വ്യക്തി വെനസ്ഡേ വിളിച്ചിട്ട് എനിഡിനെ താൻ കിഡ്നാപ്പ് ചെയ്തത് പറയുന്നുണ്ട്. തൊട്ട് പിന്നാലെ തന്നെ അവൾക്ക് ഒരു ലെറ്ററിലായിട്ട് ഹേർട്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ വാക്കുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യം
ആ ഒരു ലെറ്റർ കണ്ടിട്ട് ഇതെന്ത് മെസ്സേജ് ആണെന്ന് അവൾ ചിന്തിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ശരിക്കും മെസ്സേജ് അല്ലെന്നും അത് ഈ മ്യൂസിക്കലായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തരം നോട്ട്സ് ആണെന്നും മനസ്സിലാവുമ്പോൾ അവളിപ്പോൾ നേരെ പിയാനോയിൽ പോയിട്ട് ആ ഒരു നോട്ട്സ് ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ അവിടെ ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു പാത്വേ ഓപ്പൺ ആയി വരികയാണ്. അങ്ങനെ പിന്നീട് അവൾ ആ ഒരു പാത്വേ കൂടെ നടക്കുമ്പോൾ ഏതൊരു മാസ്ക്ഡ് ആയിട്ടുള്ളൊരു വ്യക്തി അവളെ ഫോളോ ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നുകയും പിന്നീട് കുറച്ചു നേരം കഴിയുമ്പോൾ ആ ഒരു മാസ്ക് ഉപേക്ഷിച്ച നിലയിൽ അവൾക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വെനസ്ഡേ ഇപ്പോൾ എങ്ങനെയൊക്കെയോ ആ ഒരു പാസേജിലൂടെ കടന്നിട്ട് ലാസ്റ്റ് എനിഡിനെയും ബ്രൂണോനെയും ഒരുമിച്ച് കെട്ടിവെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അവർ കിടക്കുന്ന ആ ഒരു സ്ഥലത്തിന് മുകളിലായിട്ട് ഒരു ലോഡ് കത്തികളിരിക്കുന്നതും അവരിപ്പോൾ പയ്യെ താഴേക്ക് ഇറങ്ങി വരുന്നതും കാണുമ്പോൾ വെനസ്ഡേ ഇപ്പോൾ ആ ഒരു കത്തികളെ നിർത്തിക്കാനായിട്ട് എന്തെങ്കിലും വഴി നോക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി അവിടെ ടൈപ്പ് റൈറ്ററിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യന് കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞ് തലനാരടിക്ക് തന്നെ അവളിപ്പോൾ എനിഡിനെയും ബ്രൂണോനെയും അവിടെ നിന്ന് രക്ഷിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ വെനസ്ഡേ ഇങ്ങനെ ട്രാപ്പിലാക്കിയിട്ടുള്ള ഒരു പ്ലാന്റ് മാസ്റ്റർ മൈൻഡ് അവിടെ പ്രത്യക്ഷയാകുന്നുണ്ട്. പക്ഷെ അത് ആരാണെന്ന് കാണുമ്പോഴാണ് എല്ലാവരും ഞെട്ടിപ്പോകുന്നത്. കാരണം ഇപ്പൊ പുതിയതായിട്ട് നെവർമോറിലേക്ക് അഡ്മിഷൻ എടുത്ത് വന്നിരിക്കുന്ന ആഗ്നസ് എന്ന് പറയുന്ന വെനസ്ഡേയുടെ ഒരു കട്ട ഫാൻ ഗേൾ ആയിരുന്നു ആ ഒരു കൊച്ച്. എങ്ങനെയെങ്കിലും വെനസ്ഡേയുടെ അറ്റൻഷൻ കണ്ടുപിടിക്കാനും തന്നെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വെനസ്ഡേക്ക് ചെറിയൊരു പ്രാങ്ക് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇൻവിസിബിളായി മാറാൻ കഴിവുള്ള ആഗ്നസ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലാന് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് കേൾക്കുന്ന വെനസ്ഡേ, നിനക്ക് എന്റെ അറ്റൻഷൻ കിട്ടണമെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നീ ഒരുപാട് പേരെ കൊന്നു കളഞ്ഞതെന്നും ആ ഒരു ഐബോൾ എന്തിനാണ് എന്റെ ടേബിളിൽ കൊണ്ട് വെച്ചതെന്നും ചോദിക്കുമ്പോൾ താന് വെനസ്ഡേ അവളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്രാങ്ക് മാത്രമാണ് നടത്തിയതെന്നും അവൾ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവളല്ല ചെയ്തതെന്നും ആഗ്നസ് ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവരവിടെ നിന്ന് എസ്കേപ്പ് ആവുന്ന നേരത്ത് വേറൊരു ഭാഗത്ത് ബിയാങ്ക ഇപ്പോൾ അവൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു പവർ വെച്ചിട്ട് അവളുടെ സംസാരത്തിലൂടെ മോർട്ടീഷ്യയെ ആ ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാമിന് സമ്മതിപ്പിക്കുകയും അതിനുവേണ്ട ഫണ്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് മോർട്ടീഷ്യയുടെ അമ്മയായിട്ടുള്ള നമ്മുടെ വെനസ്ഡേയുടെ ഗ്രാൻഡ്മാനെ വിളിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ മോർട്ടീഷ്യയും അവളുടെ അമ്മയും തമ്മിൽ അത്ര വലിയ നല്ല ബന്ധത്തിലല്ലാത്തതുകൊണ്ട് ബിയാങ്കയ്ക്ക് അവളുടെ പവേഴ്സ് യൂസ് ചെയ്തല്ലാതെ ഒരിക്കലും മോർട്ടീഷ്യനെ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി സമ്മതിപ്പിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ വെനസ്ഡേ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിങ്ങിന്റെ അടുത്ത് വന്ന് ഇന്ന് അവന്റെ ബർത്ത്ഡേ മറന്നുപോയിൽ സോറിയൊക്കെ ചോദിച്ച് അവനൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുഡിയുടെ ബുക്ക് അവിടെ ഇല്ലെന്നുള്ള കാര്യം അവൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ തന്റെ അമ്മയാണ് അത് വന്ന് എടുത്തുകൊണ്ട് പോയെന്ന് ഇപ്പൊ വെനസ്ഡേ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല ഇതൊക്കെ നോക്കി കണ്ടുകൊണ്ട് ആ ഒരു റെഡ് ആയുള്ള ബേർഡ് അവിടെ ഇരിക്കുന്നതും അവള് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ട് ആ ഒരു ബേർഡിന് പുറകിലെ മിസ്റ്ററി ഇപ്പോഴും ഒരു എത്തുമിടിയും കിട്ടാണ്ടിരിക്കുകയാണ് വെനസ്ഡേ. ഇതേ നേരം പക്സ്ലി തന്റെ പെറ്റായിട്ട് കാത്തു സൂക്ഷിച്ചിരുന്ന ആ ഒരു സോംബി ഇപ്പോൾ കാട്ടിക്കൂടെ ഒറ്റയ്ക്ക് നടന്ന് ലാസ്റ്റ് എനിഡായിട്ട് വെനസ്ഡേ തെറ്റിദ്ധരിപ്പിച്ച് കാറിൽ കയറിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രൈവറിന്റെ വണ്ടിയുടെ മുമ്പിൽ വന്നിട്ട് ആ ഒരു സോംബി ഇപ്പോൾ ഇടിക്കുന്നുണ്ട്. താൻ ആരാണാവോ ഇടിച്ചെന്ന് അറിയാനായിട്ട് ഇപ്പൊ ആ ഒരു ഡ്രൈവർ ഇറങ്ങി അവിടെ ഫുള്ള് നോക്കിയിട്ടും ആരുടെയും ബോഡി കാണാത്തതുകൊണ്ട് എന്തോ പന്തേട് തോന്നി അയാൾ അങ്ങനെ നിൽക്കുന്ന നേരത്തെ തന്നെ ആ ഒരു സോംബി ഇപ്പോൾ അവനെ ആക്രമിച്ച് പാവം ആ ഒരു ഡ്രൈവറുടെ കഥ കഴിക്കുന്നുണ്ട്. സോ അങ്ങനെ ഈ ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് വെനസ്ഡേനെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോർഡും അതിന്റെ പുറകിലായിട്ട് ഏതൊരു വ്യക്തി ഉണ്ടെന്നും അവൾക്ക് മനസ്സിലാക്കിയിരിക്കുകയാണ്. പക്ഷെ അവളുടെ സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റീസ് ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് അവളുടെ പവേഴ്സ് ഇല്ലാതെ അവൾക്ക് ഒരിക്കലും അയാളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അതിനാകെ കൂടി ഉണ്ടായിരുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗുഡിയുടെ ബുക്കായിരുന്നു. പക്ഷെ അതും ഇപ്പോൾ മോർട്ടീഷ്യ എടുത്തു മാറ്റിയതുകൊണ്ട് ഇപ്പോഴും ഒരു 0 പൊസിഷനിൽ നിൽക്കുകയാണ് വെനസ്ഡേ. മാത്രമല്ല ഇതിനിടയിൽ അവളുടെ ഫ്രണ്ട് ആവാൻ വേണ്ടിയിട്ട് ആഗ്നസ് എന്ന് പറഞ്ഞ ഒരു ജൂനിയർ കൊച്ചും കൂടി അവളുടെ ഒപ്പം കൂടിയിട്ടുണ്ട്. ഇപ്പൊ മോർട്ടീഷ്യയും അവളുടെ ഭർത്താവായിട്ടുള്ള ഗോമസ് ആദംസും കൂടിയിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ അവർ തിങ്ങിന്റെ ബർത്ത്ഡേ മറന്നതുകൊണ്ട് ഇപ്പൊ അവന് കുറെ ഹൈ ക്ലാസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് മോർട്ടീഷ്യ നെവർമോറിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്റെ ഹസ്ബൻഡുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തില് അവള് നെവർമോറിലെ ആ ഒരു ഫണ്ട് റേസിംഗ് ആയിട്ടുള്ള പ്രോഗ്രാമിൽ ചേർന്ന് അതിന് ഹെഡ് ആയതുകൊണ്ട് തന്നെ അതിനുവേണ്ട ഫണ്ടൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവളിപ്പോ അവളുടെ അമ്മേനെ വിളിക്കാനായിട്ട് പോവാണെന്ന് അവൾ തന്റെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്. മോർട്ടീഷ്യയും അവളുടെ അമ്മയും തമ്മിൽ അത്ര നല്ല ചേർച്ചയിലൊന്നും അല്ലെങ്കിലും ഈ മോർട്ടീഷ്യയുടെ അമ്മ, അതായത് നമ്മുടെ വെനസ്ഡേയുടെ ഗ്രാൻഡ്മ, വളരെ റിച്ച് ആയതുകൊണ്ടും അവളും ഈ പറഞ്ഞതുപോലെ തന്നെ സൈക്കിക് ആയിട്ടുള്ള ഒരുപാട് എബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരാളായതുകൊണ്ട് അവളുടെ ഹെൽപ്പ് വെച്ചിട്ട് ഈ ഒരു ഫണ്ട് റേസിംഗ് ഒക്കെ നടത്തി എങ്ങനെയെങ്കിലും നെവർമോറിനെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് മോർട്ടീഷ്യയുടെ ആഗ്രഹം. അങ്ങനെ അതൊക്കെ പറഞ്ഞ് അവരിപ്പോ രണ്ടുപേരും കൂടി റൊമാൻറ്റിക് ആയിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കെ തന്നെ അവരുടെ വീട്ടിലേക്ക് ഇപ്പൊ ഏതോ ഒരു ബ്ലാക്ക് കളർ ഡ്രസ് ചെയ്തിട്ടുള്ള
ഒരാള് കടന്നു വരുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, തന്റെ കയ്യിൽ നിന്ന് അമ്മ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്ന ഗുഡിയുടെ ആ ഒരു ബുക്ക് തിരികെ എടുത്തുകൊണ്ട് പോകാനായിട്ട് വെനസ്ഡേ തന്നെയാണ് ഇപ്പൊ അവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ മോർട്ടീഷ്യക്കാകട്ടെ ഈ ഒരു കാര്യം നേരത്തെ തന്നെ ഊഹിക്കാൻ സാധിച്ചതുകൊണ്ട് അവളിപ്പോ നേരെ ആ ഒരു റൂമിലേക്ക് കടന്നു വരുമ്പോ തന്റെ അമ്മ ഇത് നേരത്തെ ഊഹിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും വെക്കുന്ന ആ ഒരു ലോക്കറിൽ ഗുഡിയുടെ ബുക്ക് വെക്കാത്തതും വെനസ്ഡേക്ക് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അമ്മ തന്നെ കൈയോടെ പിടിച്ചൊന്ന് മനസ്സിലാവുമ്പോ താൻ കാരണം എന്നിട്ട് മരിക്കുന്ന ഒരു സ്വപ്നം വെനസ്ഡേ കണ്ടിരുന്നു, അതുകൊണ്ട് എങ്ങനെയെങ്കിലും തന്റെ സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റീസ് ഒക്കെ വീണ്ടെടുത്തിട്ട് അത് വെച്ച് എന്നിടിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനായിട്ടാണ് താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെനസ്ഡേ ഇപ്പോൾ അവളുടെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ആ ഒരു ബുക്ക് നിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നീ വീണ്ടും അത് വെച്ച് ഓരോ ഷോർട്ട് കട്ട്സ് ഒക്കെ പഠിച്ച് നിന്റെ പവറിനെ മിസ്യൂസ് ചെയ്യുന്നു, അത് നിന്റെ ലൈഫിന് തന്നെ ഡേഞ്ചർ ആണെന്ന് പറഞ്ഞ് മോർട്ടീഷ്യപ്പ് അതിന് സമ്മതിക്കുന്നില്ല. കൂട്ടത്തിൽ തന്നെ നിന്റെ ആന്റായിട്ടുള്ള ഒഫീലിയയ്ക്ക് പറ്റിയ അതേ ഒരു ട്രാജഡി നിനക്ക് വരുത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ലെന്നും തന്റെ അമ്മയായിട്ടുള്ള വെനസ്ഡേയുടെ ഗ്രാൻഡ്മയുടെ പോലെയല്ല താനെന്നും എനിക്ക് എന്റെ മകളെ രക്ഷിക്കണം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു എയിം ഉണ്ടെന്നും തന്റെ ഫാമിലി തനിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്നും ഇപ്പൊ മോർട്ടീഷ്യ വെനസ്ഡേയുടെ അടുത്ത് പറയുന്നത് കേട്ട് ആ ഒരു ബുക്ക് കിട്ടില്ലെന്നുള്ള വിഷമത്തില് വെനസ്ഡേ ഇപ്പൊ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവള് നേരെ തന്നെ ഇവിടെ റൂമിലേക്ക് വന്ന് തലേ ദിവസം എനിഡിന്റെ ടേബിളിൽ ആരോ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കണ്ണും പിടിച്ചിട്ട് അതിനെയും നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. കാരണം അവൾക്ക് അവളുടെ പവേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു കണ്ണിനെ തൊടുമ്പോ തന്നെ അവൾക്ക് അതിനെ പറ്റിയിട്ടുള്ള വിഷൻസ് ഒക്കെ കിട്ടുകയും അങ്ങനെ ഈ വെനസ്ഡേക്ക് ഒരു വെല്ലുവിളിയായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പക്ഷികളും അതിന് പുറകിലുള്ള ആ ഒരു പക്ഷികളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെയും വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്ന് ആലോചിച്ച് അവൾ അങ്ങനെ ഇരിക്കുന്ന നേരം തന്നെ അവിടേക്ക് ഇൻവിസിബിൾ ആയിട്ട് ആഗ്നസ് എന്ന് പറയുന്ന അവളുടെ ജൂനിയർ വരുന്നുണ്ട്. ആഗ്നസ് നമ്മുടെ വെനസ്ഡേയുടെ വലിയൊരു ഫാൻ ഗേൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ എന്ത് വിധേനയും വെനസ്ഡേ എങ്ങനെ വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ആഗ്നസ് ഇപ്പൊ അവിടെ നിൽക്കുന്നത്. ഇതേ നേരം തന്നെ മറ്റൊരിടത്ത് ഇപ്പൊ പത്സ്ലിയും യൂജീനും കൂടി ഓടിപ്പോയിട്ടുണ്ടായിരുന്ന ആ ഒരു സോംബിനെ കണ്ടുപിടിച്ച് എങ്ങനെയൊക്കെ വീണ്ടും അവനെ തിരിച്ച് ഒരു ഷെഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോ ആ ഒരു സോംബിക്ക് വേണ്ട ഫുഡൊക്കെ അവന് കൊടുക്കുന്നുണ്ട്. കാരണം പക്സ്ലി ഇപ്പോഴും അതിനൊരു പെറ്റായിട്ട് കാണുന്നതുകൊണ്ട് ഒരു പട്ടിക്കുഞ്ഞിനെ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന പോലെയാണ് അവൻ ഓരോ സാധനങ്ങൾ ആ ഒരു സോംബിയെ ഫീഡ് ചെയ്യുന്നെങ്കിലും അത് കഴിക്കുന്ന ഫുഡിനനുസരിച്ച് ആ ഒരു സോംബിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതും അത് എനർജറ്റിക് ആവുന്നതും ശ്രദ്ധിക്കുന്ന യൂജീനിന് ഇതൊക്കെ കാണുമ്പോൾ പേടിയാവുന്നുണ്ടെന്ന് മാത്രമല്ല ഇത് വേറെ ആരെങ്കിലും നമുക്ക് അറിയിച്ചാലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ പക്സ്ലി അതിനെതിരെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഇപ്പൊ വെനസ്ഡേ ആ ഒരു പക്ഷികൾ കാരണം മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന ടൈലറിന്റെ അച്ഛനായിട്ടുള്ള ആ ഒരു ഗാൽപിൻ എന്ന ഷെറിഫിന്റെ ഫ്യൂണറലിന് പോയിട്ട് അവിടെ വെച്ച് ഇപ്പൊ ടൈലറിനെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഡോക്ടറെ കാണുമ്പോൾ പുള്ളിക്കാരിയുടെ അടുത്ത് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഗാൽപിൻ തന്റെ മകനായിട്ടുള്ള ടൈലറിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രാവശ്യം അവര് പരസ്പരം കണ്ടിരുന്നെന്നും ആൻഡ് അന്ന് തന്നെയാണ് ഇതുവരെ ഉള്ളതിൽ വെച്ചിട്ട് ടൈലറിന്റെ ആ ഒരു സ്വഭാവം കംപ്ലീറ്റ് ആയിട്ട് മാറുകയും അവൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹൈഡായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് പോയതെന്നും ഒരു ഡോക്ടർ ഇപ്പൊ വെനസ്ഡേയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വെനസ്ഡേ അവരുടെ ഹോസ്പിറ്റലിൽ ആരെങ്കിലും ഇതുപോലെ പക്ഷികളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഔട്ട്കാസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ഡോക്ടർ അങ്ങനെയുള്ള ഒരു ഔട്ട്കാസ്റ്റ് ഒന്നും അവരുടെ ഒപ്പം ഇല്ലാന്ന് പറയുമ്പോൾ ബോത്ത് സ്കൂളിലായാലും ഹോസ്പിറ്റലായാലും ഇതുപോലെയുള്ള പക്ഷികളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഔട്ട്കാസ്റ്റ് ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട് വെനസ്ഡേ. ഇതേ നേരത്ത് അവരീ കണ്ട് സംസാരിക്കുന്നതൊക്കെ ദൂരെ നിന്ന് ഒരു പക്ഷി നോക്കി നിൽക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാണ്ട് വെനസ്ഡേ നേരെ അവളുടെ ഫാൻ ഗേൾ ആയിട്ടുള്ള ആഗ്നസ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ കാണാൻ ചെന്നിട്ട് അന്ന് നീ എനിക്കും എനിഡിനുമെതിരെ ഒരു പ്രാങ്ക് ചെയ്ത സമയത്ത് ഗാൽപിന്റെ ഫോണിൽ നിന്നാലോ നീ എനിഡിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്, സോ എങ്ങനെയാണ് നീ അവന്റെ ഫോൺ അൺലോക്ക് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ആഗ്നസ് ഇപ്പൊ നേരെ വെനസ്ഡേനെ വേറൊരു കുട്ടിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ആ കുട്ടിക്കാകട്ടെ ഇതുപോലെ ആൾക്കാരായിട്ട് രൂപം മാറ്റാനായിട്ടുള്ള ഒരു സൈക്കിക് എബിലിറ്റി ഉള്ളതുകൊണ്ട് അത് വെച്ച് ആ ഒരു കുട്ടിയെ ഗാൽപിന്റെ മുഖം ആക്കി മാറ്റിയിട്ട് അവർ ആ ഒരു ഫോൺ അപ്പൊ അൺലോക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അന്ന് ഗാൽപിൻ മരിച്ച് പോലീസുകാർ അവിടേക്ക് വരും മുമ്പ് തന്നെ വിസിബിൾ ആയിട്ടുള്ള ഈ ഒരു ആഗ്നസ് അവരുടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് എവിഡൻസസും അവളിപ്പോ വെനസ്ഡേക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ നമ്മുടെ വെനസ്ഡേ ഇതുപോലെ തന്നെയുള്ള ഡിറ്റക്റ്റീവ് സ്കിൽസ് ഉള്ള ഒരു കുട്ടിയാണ് ആഗ്നസ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഇപ്പൊ ആ കണ്ടന്റുകളൊക്കെ നോക്കുമ്പോൾ അതിൽ ഒരു ഫോട്ടോഗ്രാഫ് വെനസ്ഡേ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ പുറകിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമ്പോഴാണ് അവിടെ പൈൻ ക്രെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം അതിലുള്ള ഫോട്ടോയുടെ ബാക്കിൽ എഴുതിയിരിക്കുന്നതായിട്ട് അവള് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ആ ഒരു സ്ഥലവും ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സീക്രട്സ് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ച് അവളിപ്പോ അതിന്റെ മാപ്പൊക്കെ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഈ പൈൻ ക്രെസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് കുറച്ച് ദൂരെയാണെന്നും പക്ഷെ ഈ നെവർമോറിലെ കുട്ടികൾ നാളെ ഒരു ട്രിപ്പ് പോകുന്നുണ്ടെന്നും അവിടേക്ക് ചെല്ലാണെങ്കിൽ അവിടെ നിന്ന് ഈ പൈൻ ക്രെസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കുറച്ച് കിലോമീറ്റർ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്ന വെനസ്ഡേ ഇതിന്റെ സത്യം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ആ ഒരു ട്രിപ്പിന് പോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അവരെല്ലാരും കൂടി ആ ഒരു ക്യാമ്പിന് പുറപ്പെടുമ്പോൾ അവിടെ വെച്ച് പക്സ്ലി ഒരു വലിയൊരു കോഫിൻ കൊണ്ടുവന്നിരിക്കുന്നത് വെനസ്ഡേ കാണുന്നുണ്ട്. ഇപ്രാവശ്യം നീ എന്താണ് കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്നതെന്ന് അവള് ചോദിക്കുമ്പോൾ അതിനകത്ത് സോംബിയുള്ള കാര്യം പറയാൻ പറ്റാണ്ട് അവനിപ്പോ ഓരോ എക്സ്ക്യൂസുകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് തടി ഊരിക്കൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് ആദംസിന്റെ ഫാമിലി കാർ എത്തുന്നുണ്ട്. അങ്ങനെ ഇവരെന്തിനാണ് ഇവിടെ എന്ന് ആലോചിച്ച് വെനസ്ഡേ ഇരിക്കെ തന്നെ വേറൊരു സ്ഥലത്ത് പക്സ്ലി ഇപ്പോൾ ആ ഒരു സോംബിനെയും കൊണ്ടിട്ടാണ് ഈ ഒരു ഫീൽഡ് ട്രിപ്പിന് വന്നിരുന്ന യൂജീൻ കാണുമ്പോൾ ഇത് കണ്ടിട്ട് അവൻ വളരെയധികം പാനിക് ആകുന്നുണ്ട്. ഇതേ നേരം തന്നെ പക്സ്ലി അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്നും, കാരണം എങ്ങനെയെങ്കിലും ഈ ഒരു സോംബി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണെങ്കിൽ പുറത്ത് ഞാനൊരു ട്രാപ്പ് വെച്ചിട്ടുണ്ടെന്നും അതിലൂടെ ഒരുപാട് ഫയർ വർക്ക്സ് ഒക്കെ കത്തുമെന്നും അത് കാണുമ്പോൾ ഈ ഒരു സോംബി പുറത്തിറങ്ങി എന്നുള്ള സിഗ്നൽ നമുക്ക് കിട്ടുമെന്നും പക്സ്ലി ഇപ്പൊ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ തന്നെ അവരുടെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഡോർട്ട് ഇപ്പോൾ എല്ലാ സ്റ്റുഡൻസിനെയും വിളിച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഫീൽഡ് ട്രിപ്പിന് വേണ്ടി മാത്രമല്ലെന്നും നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യണമെന്നും അവരുടെ അടുത്ത് ആവശ്യപ്പെടുമ്പോൾ തന്നെയാണ് ആ ഒരു ക്യാമ്പ് ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പോലീസ് കാഡറ്റിന്റെ ഒരു ടീം ഇപ്പൊ അവിടേക്ക് വന്നിട്ട് ഈ സ്ഥലം ഇപ്പൊ ലീഗൽ ഓക്യുപ്പൈ ചെയ്യുന്നത് ഞങ്ങളാണെന്നും അതിന്റെ കോൺട്രാക്ട് ഞങ്ങളുടെ ഉണ്ടെന്നും അതുകൊണ്ട് അവരുടെ ടീമിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്നും ആ ഒരു പോലീസ് കാഡറ്റിന്റെ ടീമുകൾ ഇപ്പോൾ നെവർമോറിന്റെ ആൾക്കാരോട് ആവശ്യപ്പെടുമ്പോൾ തങ്ങളുടെ കയ്യിലും ഒരു കോൺട്രാക്ട് ഉണ്ടെന്നും ഞങ്ങളും ലീഗലിയുള്ള പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നതെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഇപ്പൊ വാക്ക് തർക്കത്തിലാവുമ്പോൾ വെനസ്ഡേ ഇപ്പോൾ മുമ്പോട്ട് വന്നിട്ട് നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടി ഒരു ഗെയിം കളിക്കാമെന്നും അതിൽ ജയിക്കുന്നവര് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു, തോക്കുന്നവര് ഈ ഒരു സ്ഥലം വിട്ട് പോകണമെന്നും അവൾ കണ്ടീഷൻ വെക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ നെവർമോറിന്റെ ഒരു ടീമും പോലീസുകാരുടെ വേറൊരു ടീമും കൂടിയിട്ട് ഗെയിം കളിക്കാനായിട്ട് റെഡി ആകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഗെയിം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഓരോ ടീമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന 2 ക്രിസ്റ്റൽസ് കാർഡിന് നടുവിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരിക്കുന്നു. സോ ഈ 10 മെമ്പേഴ്സ് അടങ്ങുന്ന ഓരോ ടീമിലത്തെ ആൾക്കാരും വന്നിട്ട് ആ ഒരു ക്രിസ്റ്റൽ കണ്ടുപിടിച്ചിട്ട് നേരെ ഈ ഒരു ടവറിന് മുകളിൽ കൊണ്ട് വെക്കണം എന്നതാണ് ഗെയിം എന്നും അവരിപ്പോ പറയുന്നുണ്ട്. പക്ഷെ ഇതിലുള്ളൊരു റൂൾ എന്താന്ന് വെച്ചാൽ ഈ ഒരു ടീമിലുള്ള 10 പേരിൽ 5 പേര് വേണം ആ ഒരു ക്രിസ്റ്റൽ അന്വേഷിച്ചു പോവാമെന്നും ബാക്കി 5 പേര് ഓപ്പോസിറ്റ് ഉള്ള ടീമിന്റെ ക്രിസ്റ്റലിനെ സെക്യൂർ ചെയ്ത് നിൽക്കണമെന്നും അങ്ങനെ 2 ടീമുകളും കൂടി പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആ ഒരു ക്രിസ്റ്റൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫൈറ്റ് നടത്തിയിട്ട് അതിൽ ഏത് ടീമാണോ ജയിക്കുന്നത് ആ ടീമിനായിരിക്കും ആ ഒരു ക്രിസ്റ്റൽ ആദ്യം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാമെന്നും അങ്ങനെ ആദ്യം ക്രിസ്റ്റൽ കണ്ടുപിടിക്കുന്ന ടീമിന് ഒരു ഫ്ലെയർ ഗൺ വെച്ച് ഷൂട്ട് ചെയ്ത് ഒരു സിഗ്നൽ കൊടുക്കാമെന്നും റൂൾസിലിപ്പോൾ പറയുന്നുണ്ട്. സോ അങ്ങനെ ഈ ഒരു ഗെയിം നടക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഈ ഒരു ക്രിസ്റ്റൽ കണ്ടുപിടിക്കുന്നത് നമ്മുടെ പോലീസുകാരുടെ ടീമിനാണെങ്കിലും വളരെ തന്ത്രപൂർവ്വം തന്നെ നമ്മുടെ ടീമിലത്തെ മെമ്പേഴ്സ് ആ ഒരു പോലീസുകാരെ കബളിപ്പിച്ച് അവരുടെ ടീമിലുള്ള ആ ഒരു ക്രിസ്റ്റൽ എടുത്ത് ലാസ്റ്റ് ആ ഒരു മത്സരത്തിൽ വെനസ്ഡേ ഹെഡായിട്ട് നിന്നിരുന്ന നമ്മുടെ നെവർമോറിലെ ആൾക്കാർ തന്നെ ജയിക്കുന്നുണ്ട്. വെനസ്ഡേ ഇതിനിറങ്ങി തിരിക്കുന്നത് തന്നെ അവൾക്ക് ഈ ഒരു സ്ഥലത്ത് താമസിക്കാനൊന്നും വേണ്ടിയിട്ടല്ല, പകരം ഈ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ആ ഒരു ഷെറിഫ് പറഞ്ഞ പൈൻ ക്രസ്റ്റിലേക്ക് എന്നും അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമെന്ന് വിചാരിച്ചാണ് വെനസ്ഡേ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ അന്ന് രാത്രിയാവുന്ന സമയത്ത് ഒരു ഗെയിമിലൊക്കെ ജയിച്ച് എല്ലാരും കൂടി ഇപ്പൊ ക്യാമ്പ് ഫയറിൽ പാട്ട് പാടി വളരെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് വെനസ്ഡേ മാത്രം അവളുടെ എയിം പോലെ തന്നെ രാത്രി തന്നെ ആ ഒരു പൈൻ ക്രസ്റ്റിലേക്ക് ഒറ്റയ്ക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഈ ഗാൽപ്പിനും അവന്റെ ഫാമിലിയുടെയും ഒരുപാട് ഫോട്ടോസാണ് അവൾ അവിടെ കാണുന്നത്. പക്ഷെ അതിന്റെ ഒക്കെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ടൈലറിനെ ഇപ്പൊ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സൈക്യാട്രിക് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന പല പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് അവിടെ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ആയിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പൊ വെനസ്ഡേ കാണുന്നുണ്ട്. ഇതേ നേരം തന്നെ അവിടെ നിന്ന് ലൂവിസ് എന്ന് പറഞ്ഞ ഒരു ഫീമെയിലിന്റെ പേരും അവൾക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പേഷ്യൻസ് എല്ലാവരും മരണപ്പെട്ടു എന്ന രീതിയിലാണ് ന്യൂസ് എഴുതിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഒരു പക്ഷെ ഇവരുടെ അടുത്ത ലിസ്റ്റിൽ എന്നിടായിരിക്കുമെന്നും വെനസ്ഡേ ഇപ്പൊ സംശയിക്കുന്നുണ്ട്. അവള് ഇതെല്ലാം ചെയ്യുന്നത് ബാക്കിൽ നിന്ന് ഒരു പക്ഷി സൂക്ഷിച്ച് ഒബ്സർവ് ചെയ്യുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് വെനസ്ഡേ ഇപ്പോൾ അവളുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യനെ പോയിട്ട് കണ്ടിട്ട് തനിക്ക് എന്ത് വിധേനയും ഗുഡിയുടെ ആ ഒരു ബുക്ക് എടുത്ത് തരണമെന്നും അതിൽ നോക്കി തൻ്റെ പവേഴ്സ് എങ്ങനെയെങ്കിലും തിരികെ കിട്ടാനായിട്ടുള്ള ഒരു വഴി നോക്കിയിട്ട് വേണം അവൾക്ക് എങ്ങനെയെങ്കിലും എന്നിടിനെ രക്ഷിക്കാനെന്ന് അവൾ പറയുമ്പോൾ അവളുടെ അമ്മ അതിന് സമ്മതിക്കാത്ത കാരണം കൊണ്ട് ഇപ്പോൾ വെനസ്ഡേ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. അവളും അവളുടെ അമ്മയും കൂടിയിട്ട് ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് ഒരു സ്വേർഡ് ഫൈറ്റ് നടത്താമെന്നും ആ ഒരു ഫൈറ്റിൽ ആരാണോ ജയിക്കുന്നതെങ്കിൽ അവർ പറയുന്ന കാര്യം ഓപ്പോസിറ്റുള്ള ആൾ കേൾക്കണമെന്നും അവളിപ്പോൾ പറയുന്നുണ്ട്. അതായത് ആ ഒരു അമ്മയും മകളുമായിട്ടുള്ള ഫൈറ്റിൽ വെനസ്ഡേ ആണ് ജയിക്കുന്നെങ്കിൽ അവൾക്ക് ഗുഡിയുടെ ബുക്ക് തിരികെ കൊടുക്കണമെന്നും പകരം മോർട്ടീഷ്യയാണ് ജയിക്കുന്നെങ്കിൽ ആ ഒരു ബുക്ക് മോർട്ടീഷ്യ കത്തിച്ച് കളയുമെന്നും അവരങ്ങനെ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു സോംബി ആകട്ടെ അവനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാമ്പിൽ നിന്ന് ആ ഒരു പോലീസുകാരിൽ ഒരാളെ കൊന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സോ അങ്ങനെ ആ ഒരു സോംബി ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രാപ്പിൽ വിട്ട് ഫയർ വർക്ക്സ് ഒക്കെ കത്തുമ്പോൾ ആ സോംബി പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി യൂജീനും പക്സ്ലിയും അങ്ങോട്ടേക്ക് ഓടി എത്തുന്നുണ്ട്.
പക്ഷെ അപ്പോഴേക്കും ഇപ്പൊ ആ ഒരു സോംബി പുറത്തേക്ക് വന്നതും ഒരാളെ കൊന്നതും അവിടെയുള്ള എല്ലാവരും അറിഞ്ഞ് എല്ലാവരും ആകെ പാനിക്കായിട്ട് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഇതേ നേരം മോർട്ടീഷ്യയും വെനസ്ഡേയും തമ്മിലുള്ള ഒരു ഫൈറ്റിന്റെ ഇടയിൽ വെനസ്ഡേയുടെ മേലുണ്ടായിരുന്ന ഒരു ഹേർട്ട് ഷേപ്പ് ഇപ്പോൾ അവളുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യ സ്വേർഡ് വെച്ച് തകർക്കുകയും അതിന്റെ റിസൾട്ടായിട്ട് മോർട്ടീഷ്യ തന്നെ ആ ഒരു ഗെയിമിൽ ജയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതേ നേരം തന്നെ ആ ഒരു സോംബി ഇപ്പോൾ മോർട്ടീഷ്യയെ അറ്റാക്ക് ചെയ്യാനായിട്ട് പുറകെ വന്നപ്പോഴേക്കും വെനസ്ഡേ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്വേർഡ് വെച്ച് ആ ഒരു സോംബിയുടെ തലയ്ക്ക് തന്നെ അയച്ച് അവളുടെ അമ്മയെ ഇപ്പോൾ രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവിടേക്ക് പോലീസുകാരൊക്കെ വന്നിട്ട് ആ ഒരു സോംബിയെ ഈ ടൈലറൊക്കെയുള്ള ആ ഒരു സൈക്യാട്രിക് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നുണ്ട്. ഇതേ നേരം തന്നെ അവിടെ ഇതൊക്കെ നോക്കി നിൽക്കുന്ന ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ധരിച്ചിരിക്കുന്ന ഒരാളെയും അയാളുടെ അടുത്തന്നെയായിട്ട് കുറെ പക്ഷികളെയും വെനസ്ഡേക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. ഇതേ നേരം തന്നെ തന്റെ പവേഴ്സ് ഒന്നും ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ലെന്നും മാത്രമല്ല ഗാൽബി മറിഞ്ഞ ആ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവൾ കണ്ടിട്ടുണ്ടായിരുന്ന ലൂയിസ് എന്ന പേര് ആരുടെയാണെന്നും അവിടെ അവൾ ബാക്കി കണ്ട പേഷ്യൻസിന് എന്താണ് സംഭവിച്ചതെന്നും അതിന് പുറകിലുള്ള മിസ്റ്ററി ഒന്നും മനസ്സിലാക്കാണ്ട് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന വെനസ്ഡേ നമ്മളെ ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. ഇതേ നേരം ആ ഒരു സൈക്യാട്രിക് ഹോസ്പിറ്റലിലേക്ക് ആകട്ടെ പുതിയൊരു പേഷ്യന്റ് വന്നിട്ടുണ്ടെന്ന് അവിടുത്തെ ഡോക്ടറായിട്ടുള്ള ഫെയർബണിപ്പോൾ അവളുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജൂഡി എന്ന് പറയുന്ന അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സ്റ്റാഫിന്റെ അടുത്ത് പറയുകയും അങ്ങനെ ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആ ഒരു പ്രിസണറെ കാണാനായിട്ട് ഇവർ പോകുന്ന സമയത്ത് അപ്പോഴാണ് അവിടെ ഹാൻഡ് കഫ് ചെയ്ത നിലയിൽ എത്തിയിരിക്കുന്ന പുതിയ പേഷ്യന്റ് മറ്റാരും അല്ലെന്നും നമ്മുടെ കഴിഞ്ഞ സീസൺ 1 നമ്മുടെ വില്ലത്തിയായിട്ടുണ്ടായിരുന്ന ഈ ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ എല്ലാരെയും കൊല്ലാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നവരുടെ ആൻസസ്ട്രിയിൽ ഉണ്ടായിരുന്ന ലോറൽ ഗേറ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അവിടെ ഇരിക്കുന്നതെന്നും നമ്മളെ കാണിക്കുന്നത്. ഒരു സൈക്യാട്രിക് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പുതിയതായിട്ട് അഡ്മിഷൻ എടുത്ത് എത്തിയിരിക്കുന്ന സീസൺ 1 വില്ലത്തി ആയിട്ടുള്ള ലോറലിനെ ഇപ്പൊ ഡോക്ടർ കണ്ട് അവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ശരിക്കും ഒരു ഡോക്ടർ ഇടപെട്ട് ഇപ്പൊ ലോറലിനെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഡോക്ടറിന്റെ പേഷ്യന്റ് ആയിട്ടുള്ള ടൈലർ ഒരു രീതിയിലും ഇവരായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നില്ലെന്നും അതുകൊണ്ട് അവന്റെ മാസ്റ്റർ ആയിട്ടുള്ള ഈ ലോറലിനെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും അവനൊന്ന് മെരുക്കിയെടുക്കാം എന്നുള്ള ഭാവത്തിലാണ് ഡോക്ടർ ഇപ്പോൾ ലോറലിനോട് സംസാരിക്കുന്നത്. അങ്ങനെ ലോറലിനെ എന്ത് പറഞ്ഞിട്ടാണ് നീ അവന്റെ മാസ്റ്റർ ആയെന്നും എങ്ങനെയാണ് അവനെ നീ ഇങ്ങനെ ഒരു ഹൈഡ് ആക്കിയിട്ട് മാറ്റിയെന്നൊക്കെ ഇപ്പൊ ഡോക്ടർ ലോറലിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കാണ്ട് അവളിപ്പോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡോക്ടർ ടൈലറിനെ എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യാനാണ് നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നും നീ അതിന് കോപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിന്നെ വീണ്ടും തിരിച്ച് ഇതിലും വലിയ നരകത്തിലേക്ക് ഞാൻ അയക്കുന്നു പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇത് കേട്ട് ഒന്ന് ഞെട്ടിപ്പോകുന്ന ലോറലിപ്പോ എങ്ങനെയെങ്കിലും ടൈലറിന്റെ റീകവറിക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും അതിനു മുമ്പായിട്ട് ഒരു പ്രാവശ്യം തനിക്ക് അവനെ കാണണമെന്ന് ഇപ്പൊ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഡോക്ടറും അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ചങ്ങളെ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്ന ടൈലറിനെ കാണിക്കാനായിട്ട് ഒരു ഡോക്ടർ അവന്റെ മാസ്റ്റർ ആയിട്ടുള്ള ലോറലിനെ കൊണ്ടുവരുമ്പോൾ ആദ്യം തന്നെ തന്റെ മാസ്റ്റർ ആയിട്ടുള്ള ലോറലിനെ കാണുന്ന ടൈലർ വളരെയധികം സന്തോഷത്തോടെ പയ്യെ അവളുടെ അടുത്തേക്ക് ആ ഒരു കേജിന്റെ ഒരു സൈഡിലേക്ക് പതിയെ നടന്ന് വന്ന് അവിടെ നിൽക്കുന്ന ആരും എക്സ്പെക്ട് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ അവന്റെ ആ ഒരു ഹൈഡ് പോലെയുള്ള മോൺസ്ട്രസ് ആയിട്ടുള്ള ഒരു രൂപത്തിലേക്ക് മാറിയിട്ട് നേരെ തന്നെ അവളുടെ കഴുത്തിന് പിടിച്ച് അവളെ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞ് കളയുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു ഹൈഡ് ഒരിക്കലും അവന്റെ മാസ്റ്ററിനോട് ഇത്തരത്തില് ബിഹേവ് ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു. പക്ഷെ അവനെ ഇങ്ങനെ ആക്കിയതിനോടുള്ള ദേഷ്യവും വിഷമോണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ ടൈലർ ഇപ്പോ അങ്ങനെ ചെയ്തത്. പക്ഷെ അപ്പോഴും അവന്റെ മാസ്റ്റർ ആയിട്ടുള്ള ലോറൽ ഇപ്പോ ഞാൻ നിന്റെ അമ്മയെ പോലെയാണെന്നും നിന്നെ എന്തായാലും ഇവിടുന്ന് രക്ഷിക്കുമെന്നും അവന് പ്രോമിസ് കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ വെനസ്ഡേ ഇപ്പോ കഴിഞ്ഞ എപ്പിസോഡിൽ അവള് ആ ഒരു മരിച്ചുപോയ ഷെറിഫിന്റെ വീട്ടിലേക്കൊക്കെ ചെന്നിട്ട് ഒരുപാട് പേരുടെ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ കണ്ടിരുന്നല്ലോ. സോ ആ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ ഇപ്പോ ആ ഒരു ടൈലറിനെയും അവന്റെ മാസ്റ്റർ ആയിട്ടുള്ള ലോറലിനെയും ഒക്കെ കൊണ്ടുപോയിട്ടുള്ള ആ ഒരു സൈക്യാട്രിക് ഹോസ്പിറ്റലിലെ മുമ്പത്തെ പേഷ്യൻസ് ആയിരുന്നു എന്നും അവരുടെയൊക്കെ ഫോട്ടോസ് എന്തിനായിരിക്കും അപ്പൊ അവിടെ വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പോ മരിച്ചുപോയിട്ടുള്ള അവരുടെ ആഷസ് ഒക്കെ ബറി ചെയ്ത് വെച്ചിരിക്കുന്ന സെമിട്രിയിലേക്ക് ചെന്നിട്ട് അതിലൊരാളുടെ ആഷസ് എടുത്ത് നോക്കുമ്പോൾ ഇതേ നേരം തന്നെ അവള് ഇതിനു മുമ്പ് വിളിച്ചത് പ്രകാരം അവളുടെ ഗ്രാൻഡ്മ അവിടേക്ക് എത്തുന്നുണ്ട്. ശരിക്കും വെനസ്ഡേയും അവളുടെ അമ്മയായിട്ട് അത്ര നല്ല ബോണ്ട് അല്ലെങ്കിലും വെനസ്ഡേ അവളുടെ ഗ്രാൻഡ് മദറായിട്ട് നല്ലൊരു ബോണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അവളുടെ ഗ്രാൻഡ് മദർ ഇപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു ആഷസ് ഒക്കെ മണത്ത് നോക്കിയിട്ട് അതില് ഒരു മനുഷ്യന്റെ അവശിഷ്ടങ്ങളൊന്നും അല്ലെന്നും അത് പ്ലാന്റ്സിന്റെ അവശിഷ്ടങ്ങളൊക്കെയാന്ന് പറയുമ്പോൾ സോ അതിലൂടെ തന്നെ ആ ഒരു സൈക്യാട്രിക് ഹോസ്പിറ്റലിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെ പന്തികേടുണ്ടെന്നും ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു എന്ന് പറയുന്ന പേഷ്യൻസിന്റെ ഒക്കെ കല്ലറകള് ശരിക്കും അവരുടെ ബോഡീസ് ഒന്നും അല്ലെന്നും പകരം വേറെ എന്തൊക്കെയോ വെച്ച് എല്ലാരെയും പറ്റിക്കായിരിക്കും ഇപ്പൊ വെനസ്ഡേ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതേ നേരത്തെ തന്നെ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇപ്പോഴും അവൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പക്ഷി ഇപ്പൊ വന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന കാൽപ്പിന്റെ വീട്ടിൽ നിന്ന് അവൾ എടുത്തുകൊണ്ട് വന്നിരുന്ന ആ ഒരു എവിഡൻസ് ഇപ്പൊ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ദൂരത്തേക്ക് പറന്നു പോകുന്നുണ്ട്. ഇതേ നേരം അവൾ ആ ഒരു ബേർഡിനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ അവിടെ വെച്ച് ഒരു ബൈക്കിൽ പാഞ്ഞു പോകുന്ന ഒരു ബ്ലാക്ക് കോട്ടൊക്കെ ധരിച്ച ഒരു മനുഷ്യനെ അവൾ കാണുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ അയാള് ഒരു ഏവിയൻ ആണെന്നും തന്റെ പവേഴ്സിലൂടെ പക്ഷികളൊക്കെ കൺട്രോൾ ചെയ്ത് തനിക്ക് വേണ്ട
കാര്യങ്ങൾ അവരിലൂടെ സാധിച്ചെടുക്കുന്ന ഒരു ഔട്ട്കാസ്റ്റ് ആണ് അയാളെന്ന് വെനസ്ഡേ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവള് സീക്രട്ട് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് അവളുടെ അങ്കിളായിട്ടുള്ള ഹെസ്റ്ററിനെ ചെന്ന് കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം പാരന്റ്സിനേക്കാളും കൂടുതൽ അറ്റാച്ച്മെന്റ് അവൾക്ക് ഗ്രാൻഡ് മദറും അവളുടെ ഈ ഒരു അങ്കിളിനോടും ഉള്ളതുകൊണ്ട് തന്റെ പവേഴ്സ് എല്ലാം ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ലെന്നും മാത്രമല്ല ആ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ദുരൂഹതകളും മിസ്റ്ററീസ് ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്നും അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ കയറിപ്പറ്റി അവിടുത്തെ ഇൻഫർമേഷൻസ് ഒക്കെ നോക്കി ഈ ഒരു കേസ് സോൾവ് ചെയ്യാനായിട്ട് എങ്ങനെയെങ്കിലും തന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെനസ്ഡേ അവളുടെ അങ്കിളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ അവൾ കണ്ടിരുന്ന ലൂയിസ് എന്ന് പറഞ്ഞ ആ ഒരു പേര് ആരുടെയാണെന്നും അതുപോലെ ഈ ഏവിയൻ ആയിട്ട് ഈ പക്ഷികളെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു വില്ലൻ ആരാണെന്നും അവൾക്ക് നല്ല ഡൗട്ട് ഉണ്ട്. കൂടാതെ ആ ഒരു ഹോസ്പിറ്റലിൽ ഉള്ള പേഷ്യൻസ് കുറെ പേര് മിസ്സിംഗ് ആണെന്നും അങ്ങനെ എല്ലാം കൂടി വായിക്കുമ്പോൾ അവൾക്ക് അവിടെയുള്ള ഡോക്ടറിന് നല്ല സംശയം തോന്നുന്നുണ്ട്. എനിവേ അവിടേക്ക് ചെന്ന് ആ ഒരു ലൂയിസിനെ കണ്ടുപിടിക്കാനായിട്ട് അവൾ അങ്കിളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ തന്നെ അവിടെ ഇൻവിസിബിൾ ആയിട്ട് നിന്നുകൊണ്ടിരുന്ന അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന ആ ആഗ്നസിനെയും അങ്കിള് പുഷ്പം പോലെ കണ്ടുപിടിച്ച് ബാക്കിയുള്ളവരും നിന്നെ കണ്ടുപിടിച്ചില്ലെങ്കിലും അങ്കിളിന് അത് കണ്ടുപിടിക്കാനായിട്ടുള്ള കഴിവുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വെനസ്ഡേയുടെ ആ ഒരു റിക്വസ്റ്റ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അങ്കിളായിട്ടുള്ള ഹെസ്റ്റർ ഒരു ഹോട്ടലിലേക്ക് ചെന്നിട്ട് അവിടെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഐഡിയ ഒക്കെ കൊടുത്ത് റൂം ബുക്ക് ചെയ്തിട്ട് ആ ഒരു റൂമിന്റെ ഉള്ളിലിരുന്ന് എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ട് ഒരു പ്രാന്തനെ പോലെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ എല്ലാരെയും ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അത് കാണുന്ന റിസപ്ഷനിസ്റ്റ് നേരെ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ പോലീസ് അവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവനിപ്പോ ഒരു പ്രാന്തനെ പോലെ അതിനൊക്കെ ആൻസേഴ്സ് കൊടുക്കുകയും ഒരു മിഠായി തിന്നുന്ന ലാഘവത്തോടെ അവിടെ ഉണ്ടായിരുന്ന ഒരു മുൾച്ചെടി എടുത്ത് കഴിക്കുകയും ചെയ്യുമ്പോൾ അവൻ നോർമൽ അല്ലെന്നും അവന് സാരമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്നും പോലീസിന് തോന്നിയിട്ട് അവരിപ്പോ നേരെ ആ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ വെനസ്ഡേ ഇപ്പോൾ അവളുടെ അമ്മേനെ ചെന്ന് കാണുന്നുണ്ട്. കാരണം ഇപ്പൊ അവൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് ടിയേഴ്സും അതിലൂടെ അവളുടെ പവേഴ്സ് പോയതും ഇതെല്ലാം തന്നെ പണ്ട് അവളുടെ അമ്മയുടെ അനീതിയായിട്ടുണ്ടായിരുന്ന ഒഫീലിയ എന്ന് പറഞ്ഞ ഒരു ആന്റിക്ക് സംഭവിച്ചിരുന്നു എന്നും അവളുടെ പവേഴ്സ് ഇങ്ങനെ ഒരുപാട് മിസ്യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് ലാസ്റ്റ് ഒഫീലിയയ്ക്ക് എന്തൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിന്നൊക്കെ നേരത്തെ കണ്ടപ്പോൾ അവളുടെ അങ്കിള് പറഞ്ഞതനുസരിച്ച് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോൾ അവളുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യനെ കാണുന്നത്. ഇതേ നേരം തന്നെ മോർട്ടീഷ്യ ആകട്ടെ അവളുടെ ആന്റ് ഒഫീലിയ ഇതുപോലെ പവേഴ്സ് എല്ലാം കൂടുതൽ യൂസ് ചെയ്ത് അവളുടെ സൈക്കിക് എബിലിറ്റിയൊക്കെ ഒരുപാട് പുഷ് ചെയ്യുന്ന കാരണം കൊണ്ട് അവൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്ത സമയത്ത് അവളുടെ അമ്മ അതായത് നമ്മുടെ വെനസ്ഡേയുടെ ഗ്രാൻഡ് മാ അവൾക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരു മെന്റൽ പ്രോബ്ലം അല്ലെന്നും അത് അവളുടെ സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റീസിന്റെ ഒരു എഫക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവളെ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കിയെന്നും പിന്നീട് അങ്ങോട്ട് അവളെ പറ്റി വളരെ വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നതെന്നും അവളുടെ അമ്മ വളരെ ഇമോഷണൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ നേരത്തെ തന്നെ നമ്മുടെ വെനസ്ഡേയുടെ ഗ്രാൻഡ് മദർ അവിടേക്ക് വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ വട്ടം അവൾ ഗ്രാൻഡ്മേനെ മീറ്റ് ചെയ്തിരുന്ന സമയത്ത് വെനസ്ഡേ ഗ്രാൻഡ്മേയുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിലെ പേഷ്യൻസ് മരിച്ചിട്ടില്ലെങ്കിൽ പോലും പിന്നെ എങ്ങനെയാണ് അവരുടെ ആഷസും ഡെത്ത് സർട്ടിഫിക്കറ്റ്സും വന്നതെന്ന് അറിയാനും മാത്രമല്ല ആ ഒരു പേഷ്യൻസിന് അപ്പൊ ശരിക്കും എന്താണ് സംഭവിച്ചിരിക്കാനും എന്തിനു വേണ്ടിയിട്ട് ആരായിരിക്കും ആ ഒരു പേഷ്യൻസ് മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സൈൻ ചെയ്തതെന്നും അവൾ മുത്തശ്ശിയുടെ അടുത്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അവളുടെ ഗ്രാൻഡ്മ പറയുന്നതിനനുസരിച്ച് അഗസ്റ്റസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അഗസ്റ്റസിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിന് പുറകിലുള്ള ഒരു മിസ്റ്ററി സോൾവ് ചെയ്യാമെന്ന് വെനസ്ഡേക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കി അവൾ അവിടെ നിന്ന് പോകുമ്പോൾ അവളുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യ ഇപ്പോൾ ആ ഒരു ഗ്രാൻഡ് മദറിന്റെ അടുത്ത് എന്തിനാണ് വെനസ്ഡേനെ ഇങ്ങനെ ഒപ്പം നിൽക്കുന്നതെന്നും അവൾ ആപത്തിലേക്കാണ് പോകുന്നതെന്നും അതുകൊണ്ട് അവളെ ഹെൽപ്പ് ചെയ്യാനെന്ന പേരും പറഞ്ഞ് അവൾ ഒരിക്കലും ഡേഞ്ചറിലാക്കരുതെന്നും പറയുമ്പോൾ ഇപ്പൊ ആ ഒരു ഗ്രാൻഡ് മദർ ആകട്ടെ മോർട്ടീഷ്യ അവിടുത്തെ ഫണ്ട് റേസിംഗ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയിൽ ജോയിൻ ചെയ്ത കാരണം കൊണ്ട് നെവർമോറിലേക്ക് ഫണ്ടൊക്കെ റേസ് ചെയ്യാനായിട്ട് നിനക്ക് എന്റെ ഹെൽപ്പ് വേണമെന്നും ഞാൻ അങ്ങനെ എന്റെ പൈസ നെവർമോറിലേക്ക് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്ന കണ്ടീഷൻ നീ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ഗ്രാൻഡ് മദർ ഇപ്പോൾ മോർട്ടീഷ്യയുടെ അടുത്ത് പറയുന്നുണ്ട്. മോർട്ടീഷ്യക്കാകട്ടെ ഓൾറെഡി ആ ഒരു ഫണ്ട് ആവശ്യമുള്ളതുകൊണ്ട് അവളിപ്പോ ആ ഒരു കണ്ടീഷൻ കേൾക്കുമ്പോഴാണ് വെനസ്ഡേയുടെ ആൻസെസ്ട്രൽ സ്പിരിറ്റ് ആയിട്ടുള്ള ജൂഡിയുടെ ആ ഒരു ബുക്ക് വെനസ്ഡേക്ക് തിരിച്ചു കൊടുക്കാനാണ് അവളുടെ ഗ്രാൻഡ് മദർ അവളോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ ഇത് കേൾക്കുന്ന മോർട്ടീഷ്യ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ നേരെ തന്നെ അവളുടെ കയ്യിലിരുന്ന് ജൂഡിയുടെ ആ ഒരു ബുക്ക് എടുത്ത് തീയിലേക്ക് ഇട്ട് അത് നശിപ്പിച്ച് കളയുന്നുണ്ട്. കാരണം മോർട്ടീഷ്യ എത്രയൊക്കെ ബോൾഡും ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ലേഡി ആണെങ്കിൽ പോലും തന്റെ ഫാമിലിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാതെ തന്റെ സിസ്റ്റർ ആയിട്ടുള്ള ഒഫീലിയയ്ക്ക് സംഭവിച്ചത് ഒരിക്കലും തന്റെ മകൾക്ക് സംഭവിക്കാനായിട്ട് താൻ സമ്മതിക്കില്ലെന്നും മോർട്ടീഷ്യ ഇപ്പോൾ പറയുന്നുണ്ട്. ഇതേ നേരം അങ്കിൾ ഹെസ്റ്റർ ഇപ്പോൾ ആ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ എത്തുകയും ഡോക്ടർ ഹെസ്റ്ററിനോട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അവന്റെ എക്സ്റേ ഒക്കെ എടുക്കുന്ന സമയത്ത് അതിലൊക്കെ വളരെ വിയേർഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും കാണുന്ന ഡോക്ടറിന് ശരിക്കും ഹെസ്റ്ററിന് ഒരു മെന്റൽ പ്രോബ്ലം ഉള്ളതായിട്ട് സംശയിച്ച് ആ ഒരു സ്പോട്ടിൽ തന്നെ അവൻ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ ജോയിൻ ചെയ്ത ആ ഒരു ടൈം മുതൽ വെനസ്ഡേ അവനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന പോലെ അവള് ഗാൽപ്പിന്റെ വീട്ടിൽ കണ്ട ലൂവിസ് എന്ന് പറഞ്ഞ ആ ഒരു പേര് അത് ആരുടെയാണെന്നും ആ ഒരു വ്യക്തിയെ പറ്റി അവിടെ നന്നായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അങ്കിള്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് അവൻ ഒരുപാട് പേരുടെ അടുത്ത് ആ ഒരു പേര് ചോദിക്കുന്നുണ്ട്. ഈവൻ അവിടെ ഫുഡൊക്കെ കൊടുക്കുന്ന സ്റ്റാഫിന്റെ അടുത്തും അവൻ ആ ഒരു പേര് ചോദിച്ചു പോവുകയും
പോവുകയും പിന്നീട് അവരുടെ ഇടയിൽ ചെറിയൊരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ വെനസ്ഡേയുടെ അടുത്തേക്ക് ഇപ്പോ അവളുടെ ആ ഒരു ഡൈ ഹാർട്ട് ഫാൻ ആയിട്ടുള്ള ആഗ്നസ് വന്നിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഒപ്പിട്ട് കൊടുത്ത ഡോക്ടറായിട്ടുള്ള അഗസ്റ്റസ് ഒരു ഡോക്ടർ മാത്രമല്ല നെവർമോറിലെ പണ്ടത്തെ ഒരു ടീച്ചർ കൂടിയായിരുന്നു എന്നും മാത്രമല്ല വയസ്സായി പിന്നെ അദ്ദേഹത്തിന് ഒരു മെന്റൽ ഔട്ട് ബ്രേക്ക് സംഭവിച്ച് അതേ സെയിം സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ ഇപ്പോഴും അദ്ദേഹം അഡ്മിറ്റഡ് ആണെന്നും അവളിപ്പോ പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ എനിഡ് ഇപ്പോ വെനസ്ഡേയുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവർക്കിടയിൽ പണ്ടത്തെ പോലെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ എന്തൊക്കെയോ ഒരു ഡിസ്റ്റൻസ് വന്ന പോലെ ഇപ്പൊ രണ്ടുപേർക്കും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പൊ വെനസ്ഡേയുടെ മനസ്സിൽ ഏറ്റവും വലിയ കാര്യം എങ്ങനെയെങ്കിലും എനിഡിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും താൻ കാരണം ഒരിക്കലും അവൾ മരിക്കാൻ പാടില്ല എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു. എന്നാൽ ഇതേ നേരത്തെ തന്നെ അവരുടെ ആ ഒരു നെവർമോറിൽ ചുറ്റും ഓരോന്നായിട്ട് ഒരുപാട് ബേർഡ്സ് വന്നിരിക്കുകയും വളരെ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ പക്ഷികൾ എല്ലാവരും കൂടിയിട്ട് നെവർമോറിൽ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളെയും അറ്റാക്ക് ചെയ്യാനായിട്ടും തുടങ്ങുകയാണ്. ഇതേ നേരം തന്നെ വെനസ്ഡേ എങ്ങനെയൊക്കെയോ എനിഡിനെയും കൂട്ടിയിട്ട് ഒരു മറ വെച്ച് അവരുടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും ഒരു പക്ഷികളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഏവിയനെ അവൾ അവിടെ വെച്ച് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അവള് ആ ഒരു ഏവിയൻ ആയിട്ടുള്ള ഒരു ഔട്ട്കാസ്റ്റിനെ ഫോളോ ചെയ്ത് ഒരുപാട് സീക്രട്ട് ആയിട്ടുള്ള പാസേജിൽ കൂടെ ഓടി 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 ലാസ്റ്റ് അവൾ എത്തുന്നത് സൈക്കാട്രിക് ഹോസ്പിറ്റലിലെ ഡോക്ടർ ആയിട്ടുള്ള ഫെയർബണ്ട് മുമ്പിലാണ്. ഇതേ നേരത്തെ അവൾ കണ്ടിരുന്ന ആ ഒരു ഏവിയൻ ഒരു ഡോക്ടറാണെന്ന് വെനസ്ഡേ സംശയിച്ചു നിൽക്കുമ്പോൾ ഇതേ നേരത്തെ തന്നെ അവിടേക്ക് കഥച്ചുകൊണ്ട് എവർമോറിലെ പുതിയ മ്യൂസിക് ടീച്ചർ ആയിട്ടുള്ള കാപ്രിയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സോ കാപ്രി ഇപ്പോൾ ഓൾറെഡി കഥച്ചു വരുന്നുണ്ടും പിന്നെ അവളുടെ റൂമിലായിട്ട് ഒരുപാട് പക്ഷികളെ ഇട്ട് വെച്ചിരിക്കുന്നതും കൂടി വെനസ്ഡേ കാണുന്ന സമയത്ത് ഇനി അവളാണോ ഈ പക്ഷികളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏവിയൻ എന്ന് വെനസ്ഡേക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് ശരിക്കും അവളുടെ മ്യൂസിക് ടീച്ചറാണോ അതോ ആ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിലെ ഡോക്ടറാണോന്നും ഇപ്പോഴും അവൾക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. ഇതേ നേരം തന്നെ ടിങ്ങിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അങ്കിളായിട്ടുള്ള ഹെസ്റ്ററിന് അഗസ്റ്റസ് എന്ന് പറഞ്ഞ ആ ഒരു പേഷ്യന്റ് ഇപ്പോഴും ആ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവനിപ്പോ നേരെ ഈ ഓഗസ്റ്റസിനെ കാണാൻ പോകുമ്പോൾ അവിടെ അവന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു പെറ്റിന് അവൻ ഇലക്ട്രിക് ഷോക്കോ കൊടുത്ത് അതിനെ പേടിപ്പിച്ച് ഈ ലൂവിസ് ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു തത്തമ്മ ഇപ്പോൾ കുറെ നമ്പേഴ്സിന്റെ ഒരു കോഡ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് ബേസിക്കലി ഒരു ക്ലൂ ആണെന്ന് ഹെസ്റ്ററിന് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇതേ നേരം വെനസ്ഡേ ഇപ്പോൾ അവരുടെ സ്കൂളിലത്തെ ഏറ്റവും സീനിയർ പ്രൊഫസർ ആയിട്ടുള്ള ഒർലോഫിനെ പോയിട്ട് കണ്ടിട്ട് അവന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഓഗസ്റ്റസിനെ പറ്റി ചോദിക്കുമ്പോൾ അവന്റെ ഭാര്യ പണ്ടേ മരിച്ചു പോയതാണെന്നും പക്ഷെ അവനൊരു മകൾ ഉണ്ടായിരുന്നെന്നും അവള് ഒരു ഏവിയൻ ആണെന്നും ആ ഒരു പ്രൊഫസറിലൂടെ വെനസ്ഡേ മനസ്സിലാക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ അങ്കിൾ ഹെസ്റ്ററിനെ കാണുന്ന ലോറലിന് തന്റെ എനിമി ആയിട്ടുള്ള വെനസ്ഡേയുടെ അങ്കിൾ ആണെന്നും സോ അതുകൊണ്ട് അവളുടെ പ്ലാൻ പ്രകാരം തന്നെയാണ് ഹെസ്റ്റർ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ ഈ കാര്യങ്ങളൊക്കെ ഡോക്ടർ ഫെയർബണ്ടിനെ കണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോ അങ്കിൾ ഹെസ്റ്റർ ആ ഒരു തത്തമ്മ പറഞ്ഞ കോഡും നോക്കിക്കൊണ്ട് ഏകദേശം ഒരു റൂമിന് പുറമേ എത്തുമ്പോൾ അതാണ് ലൂയിസ് എന്ന് അവനൊരു ക്ലൂ കിട്ടിയിട്ട് അത് അവൻ ഓപ്പൺ ചെയ്യാൻ പോകും മുമ്പായിട്ട് തന്നെ അങ്കിൾ ഹെസ്റ്റർ ഇവിടെ മനഃപൂർവ്വം കയറി തങ്ങളെല്ലാരെയും പറ്റിക്കായിരുന്നു എന്ന് മനസ്സിലാക്കി അവളിപ്പോ ഒരു പണിഷ്മെന്റ് ആയിട്ട് നമ്മുടെ പക്സ്ലിയുടെ പെറ്റായിട്ടുള്ള സോംബിനെ പൂട്ടിയിട്ട് ആ ഒരു റൂമിന് തന്നെ അങ്കിൾ ഹെസ്റ്ററിനെ കൊണ്ടുപോയി പൂട്ടിയിടുന്നുണ്ട്. ഇതേ നേരം തന്നെ അങ്കിൾ ഹെസ്റ്ററിനെ നോക്കാനായിട്ട് വെനസ്ഡേ ഇതിനു മുമ്പ് അയച്ചിട്ടുണ്ടായിരുന്ന തിങ്ങും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അത് വെനസ്ഡേ അറിയിക്കുമ്പോൾ അവളിപ്പോ ഒന്നും നോക്കാതെ നേരെ തന്നെ അവരുടെ മ്യൂസിക് ടീച്ചർ ആയിട്ടുള്ള കാപ്രി ആവശ്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്ന തക്കം നോക്കി അവളുടെ കാറിൽ കയറിയിരുന്ന് ഒളിച്ച് തന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള എനിഡിന്റെയും ഫാൻ ഗേൾ ആയിട്ടുള്ള ആഗ്നസിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഒരു കണക്കിന് ആരും കാണാതെ അവള് അങ്കിളിനെ പൂട്ടിയിട്ടിരുന്ന ആ ഒരു റൂം കണ്ടുപിടിച്ച് അങ്കിളിനെ അവിടെ നിന്ന് ഫ്രീ ആക്കി തിരിച്ചിറങ്ങാൻ തരം തന്നെ ആ ഒരു റൂമിലുള്ള സോംബിയെയും അവള് കാണുന്നുണ്ടെങ്കിലും അവരെ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു റൂം തിരിച്ചവര് പൂട്ടാത്ത കാരണം കൊണ്ട് ആ ഒരു സോംബി ആകട്ടെ ഇപ്പൊ അവിടെ കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കി അവന്റെ ലോക്കം പൊട്ടിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇതേ നേരം തന്നെ അവിടെ ലോറലിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഗാർഡ്സിനെ എല്ലാം ഈ ഒരു സോംബി വന്ന് അറ്റാക്ക് ചെയ്യുകയും അങ്ങനെ ഈ ഒരു ചാൻസ് ഉപയോഗിച്ച് ലോറൽ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പോകുന്ന വഴിക്ക് വെനസ്ഡേയും ലോറലും പരസ്പരം തമ്മിൽ കാണുന്നുണ്ടെങ്കിലും അവിടെ വെച്ച് ഇരുവരും അവരുടെ തന്നെ കാര്യങ്ങൾ നോക്കി പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അങ്കിൾ ഹെസ്റ്ററിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ആ ഒരു ലൂയിസിന്റെ അഡ്രസ് അറിയാനായിട്ടുള്ള റൂമിലേക്ക് അവർ കിടക്കുമ്പോഴാണ് ലൂയിസ് ശരിക്കും നമ്മൾ ഇത്രയും നേരം വിചാരിച്ച പോലെ ഒരു ആളല്ലെന്നും അത് ശരിക്കും ഒരു പ്രോഗ്രാം ആണെന്നും അവർക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ പിന്നീട് ആ ഒരു തത്തമ്മ പറഞ്ഞെന്ന കോഡും ടൈപ്പ് ചെയ്ത് അവർ അതിനകത്തേക്ക് കയറുമ്പോൾ അവിടെ എല്ലാരും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇരുവരും കണ്ടത്. കാരണം ഇത്രയും നാളും മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സിംഗ് ആയി പോയ പേഷ്യൻസിനെ എല്ലാരെയും അവരവിടെ ഈ ലൂയിസ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഓരോ തടവുകളിൽ അടച്ചിട്ടിട്ട് ഈ ഔട്ട്കാസ്റ്റുകളായിരുന്ന അവരുടെ മേത്ത് ഓരോ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പൊ വെനസ്ഡേക്ക് മനസ്സിലാകുന്നുണ്ട്. ആൻഡ് ഇവരുടെ ഒക്കെ ഫോട്ടോ തന്നെയാണ് അന്ന് ഗാൽപ്പിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവൾ അന്ന് കണ്ടിരുന്നതും. അങ്ങനെ ഓരോരുത്തരെയായിട്ട് അവർ തുറന്നു നോക്കി വെനസ്ഡേക്ക് അവരുടെ പേരുകളൊക്കെ ഗാൽപ്പിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഫോട്ടോസിൽ ഐഡന്റിറ്റിക്കൽ ആയിട്ട് തോന്നിയെങ്കിലും ഏറ്റവും ലാസ്റ്റത്തെ റൂമിൽ മാത്രം വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഇതുവരെ യാതൊരു റെക്കോർഡും ഇല്ലാത്ത ഒരു വിമനെ അവൾ കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് കൂടുതൽ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുന്നേക്കാളും മുമ്പായിട്ട് തന്നെ അവിടേക്ക് ഇപ്പോൾ ആ ഒരു ബേർഡിനെ കൺട്രോൾ ചെയ്യുന്ന ഏവിയൻ ആയിട്ടുള്ള ഔട്ട്കാസ്റ്റ് വരുന്നുണ്ട്.
പക്ഷെ ആ ഒരു മുഖംമൂടി മാറ്റുമ്പോഴാണ് അത് ശരിക്കും ഈ ഒരു ഡോക്ടർ അല്ലായിരുന്നു എന്നും പകരം അവളുടെ അസിസ്റ്റന്റ് ആയിട്ട് കൂടെ നിന്നിരുന്ന ജൂഡി എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റാഫ് ആയിരുന്നു എന്നും നമ്മളെ കാണിക്കുന്നത്. മാത്രമല്ല നേരത്തെ പ്രൊഫസർ ഒർലോഫ് പറഞ്ഞ പോലെ തന്നെ ഓഗസ്റ്റസിന് ഒരു മകൾ ഉണ്ടായിരുന്നു എന്നും ആ ഒരു മകളാണ് ജൂഡി എന്നും ഇപ്പൊ വെനസ്ഡേക്ക് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ജൂഡി അവളോട് സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള പവേഴ്സ് ഒക്കെ നോർമൽ ആയിട്ടുള്ള സാധാരണ മനുഷ്യന്മാരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നതെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ടെസ്റ്റ് സബ്ജക്റ്റിനെയൊക്കെ ഇവിടെ ഞങ്ങൾ പൂട്ടിയിട്ട് വെച്ചുകൊണ്ടിരുന്നതെന്നും സാധാരണ മനുഷ്യന്മാർക്കും നിങ്ങളുടെ പോലുള്ള പവേഴ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് എത്ര വലിയ കാര്യമായിരിക്കും എന്നും തന്റെ അച്ഛനായിട്ടുള്ള ഓഗസ്റ്റസും ഇതുപോലൊരു കാര്യം ചെയ്തിട്ടാണ് തനിക്കും ഈ പറയുന്ന പോലെ ക്രോസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു പവർ കിട്ടിയെന്നൊക്കെ ജൂഡി ഇങ്ങനെ പറയുന്ന നേരത്തെ തന്നെ അങ്കിൾ ഹെസ്റ്റർ ഇപ്പോൾ അവന്റെ പവർ ഉപയോഗിച്ച് അവിടെ വലിയൊരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു ഹോസ്പിറ്റലിലുള്ള എൻറ്റയർ ഇലക്ട്രിക് സിസ്റ്റംസ് ഒക്കെ ഷട്ട് ഡൗൺ ആയിട്ട് അവിടെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്ന എല്ലാ പ്രിസണേഴ്സിന്റെയും കേജ് ഒക്കെ തനിയെ ഓപ്പൺ ചെയ്തു പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവിടെ ലോക്ക്ഡ് ആയിരുന്ന എല്ലാ ഔട്ട്കാസ്റ്റുകളും ബാക്കി എല്ലാവരും തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇതേ നേരം തന്നെ വെനസ്ഡേ ഇപ്പോഴും ആ ഒരു റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്ന ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആ ഒരു വിമന്റെ അടുത്തേക്ക് പോയിട്ട് അവളെ ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതേ നേരം ഗാർഡ്സ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയ ലോറൽ ആകട്ടെ നേരെ ഇപ്പോൾ ഹൈഡ് ആയിട്ടുള്ള ടൈലറിനെ ചെന്ന് കണ്ടിട്ട് നീ എന്റെ മകനാണെന്നും നിന്നെ ഞാൻ എന്തായാലും രക്ഷിക്കുമെന്ന് പറഞ്ഞതല്ലേന്നും പറഞ്ഞു അവനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ആദ്യമൊക്കെ അവളെ ഹഗ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് ടൈലർ അവന്റെ യഥാർത്ഥ സ്വഭാവം എടുത്ത് ഒരു ഹൈഡായി മാറി നിനക്ക് ഞാൻ 5 സെക്കൻഡ് തരാമെന്നും വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോളാനും പറയുന്നുണ്ട്. അങ്ങനെ അവൾ എത്രയൊക്കെ ഓടിയെങ്കിലും ടൈലറിന് മുമ്പിൽ പിടിച്ചെക്കാൻ പറ്റാതെ ടൈലർ അവന്റെ നഖം വെച്ച് അവളെ കുത്തി ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ ലോറൽ മരിച്ചു പോകുന്നുണ്ട്. ഇതേ നേരം ആ ഒരു സോംബി ആകട്ടെ ഡോക്ടറിനെയും അഗസ്റ്റസിനെയും അവന്റെ ഇരകളായിട്ട് തിരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ നേരം തന്നെ പുറത്തുണ്ടായിരുന്ന എനിഡ് അകത്ത് എന്തൊക്കെയോ കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നുവെന്ന് മനസ്സിലാക്കി പോലീസിനെ ഇൻഫോം ചെയ്ത് അവര് വന്നപ്പോഴേക്കും ടൈലറും വെനസ്ഡേയും പരസ്പരം ഒന്ന് കാണുകയും പിന്നീട് സീൻ കട്ട് ചെയ്ത് വെനസ്ഡേ ഇപ്പോ മുകളിൽ നിന്ന് ജനല് വഴി പുറത്തേക്ക് വീണ് മേത്തൊക്കെ ആകെ ബ്ലഡ് ആയിട്ട് ജീവിക്കോ മരിക്കോ എന്നറിയാണ്ട് കിടക്കുന്നതാണ്. ഹോസ്പിറ്റലിന്റെ മുകളിൽ നിന്ന് വീണ് കോമയിലായിരുന്ന വെനസ്ഡേ ഇപ്പോ കണ്ണു തുറക്കുമ്പോൾ അവൾ ആദ്യം തന്നെ കാണുന്നത് മരിച്ചുപോയ അവളുടെ പണ്ടത്തെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള വീംസിനെ ആയിരുന്നു. എന്റെ വീംസിനെ പെട്ടെന്ന് കാണുമ്പോൾ ഇനി ശരിക്കും താൻ മരിച്ചു പോയതും താനിപ്പോ നരകത്തിലാണോ നിൽക്കുന്നതെന്നൊക്കെ വെനസ്ഡേ ആകെ ഡൗട്ടായിട്ട് ചോദിക്കുമ്പോൾ പേടിക്കണ്ട ഇനിയിപ്പോ നരകത്തിലൊന്നല്ലെന്നും ഗൂഡിക്ക് ശേഷം ഞാനാണ് നിന്റെ പുതിയ സ്പിരിറ്റ് ഗൈഡെന്നും ഇപ്പൊ പ്രിൻസിപ്പൽ ആയിട്ടുള്ള വീംസ് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് വെനസ്ഡേ ആകെ ഷോക്ഡ് ആയിട്ട് പോവാണ്. കാരണം ഇവിടെ ഏതെങ്കിലും ഒരു ആൻസെസ്ട്രൽ റിലേറ്റീവിന് മാത്രമേ ഇവരുടെ സ്പിരിറ്റ് ഗൈഡ് ആവാനായിട്ട് പറ്റുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു കാര്യത്തിനെ പറ്റി അവള് പ്രിൻസിപ്പലിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാവുന്ന പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ തന്റെ സൈക്കിക് എബിലിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് താൻ എങ്ങനെ അതിനെ റീഗെയിൻ ചെയ്യുന്ന വെനസ്ഡേ ഇപ്പൊ ചോദിക്കുമ്പോൾ അത് റീഗെയിൻ ചെയ്യാനായിട്ട് നീ തന്നെ വിചാരിക്കണമെന്നും അത് ചെയ്യാൻ നിനക്ക് മാത്രം പറ്റുള്ളൂ എന്ന് പ്രിൻസിപ്പൽ ഇപ്പൊ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇപ്പൊ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ നമ്മൾ കാണിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറും കുറെ പേഷ്യൻസ് ഒക്കെ അന്ന് നടന്ന ആക്സിഡന്റിൽ കുറച്ചു പേരൊക്കെ മരിച്ചു പോവുകയും കുറച്ചു പേരൊക്കെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിയും 3 പേരും കൂടി പിടിയിലാവാനുണ്ടെന്നും അവര് വളരെ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള 3 പേരാണെന്നും അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് ഈ ഒരു ഹോസ്പിറ്റൽ ഷട്ട് ഡൗൺ ചെയ്യാണെന്നും ജൂഡി പറയുന്നുണ്ട്. ആ ഇതുവരെ കണ്ടെത്താത്ത 3 പേര് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ വെനസ്ഡേയുടെ അങ്കിൾ ആയിട്ടുള്ള ഫെസ്റ്ററും വെനസ്ഡേയുടെ അനിയനായിട്ടുള്ള പക്സ്ലി എടുത്തുകൊണ്ട് വളർത്തിയിരുന്ന അവന്റെ ആ ഒരു സോംബിയും ഹൈഡായി മാറി ഓടിപ്പോയ ടൈലറും തന്നെയായിരുന്നു. അങ്ങനെ അതിനുശേഷം ജൂഡി ആരോ ഫോൺ വിളിച്ചിട്ട് ഞാൻ പിടിച്ചു വെച്ച ലോക്കിന്ന് എക്സ്കേപ്പ് ചെയ്തു പോയ പേഷ്യന്റ് നമ്പർ 1938 കിട്ടിയോന്ന് ആരോട് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. പേഷ്യന്റ് നമ്പർ 1938 ആരാണെന്ന് വെച്ചാൽ കഴിഞ്ഞ 4ാമത്തെ എപ്പിസോഡില് വെനസ്ഡേ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് പേരെ രക്ഷിച്ചപ്പോൾ അതിലേറ്റവും അവസാനത്തെ മുറിയിൽ വളരെ അബാൻഡൻഡ് ആയിട്ട് ഒറ്റപ്പെട്ട് ലോൺലി ആയിട്ട് ഇരിക്കുന്ന ഒരു പാവം സ്ത്രീയെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും ആ സ്ത്രീയാണ് ഈ പേഷ്യന്റ് നമ്പർ 1938. ഇതേ നേരം കോമയിൽ നിന്നൊക്കെ എഴുന്നേറ്റിട്ട് വെനസ്ഡേ ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് അവളുടെ ലഗേജ് ഒക്കെ പാക്ക് ചെയ്യുന്ന നേരത്തേക്ക് അവൾക്ക് ഒരു ലെറ്റർ കിട്ടുന്നുണ്ട്. അതിൽ അവള് മേനിടും ഇന്ന് രാത്രി മരണപ്പെടുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാരാ തനിക്ക് തന്നേന്ന് അറിയാൻ അവള് ചുറ്റും നോക്കുമ്പോൾ ദൂരെയായിട്ട് നിൽക്കുന്ന ടൈലറിനെ അവള് കാണുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ ടൈലർ ഇനിയും വെനസ്ഡേനെയും എന്നിഡിനെയും വിട്ടിട്ടില്ലെന്നും അവൻ ഇന്ന് രാത്രി തങ്ങളെ രണ്ടുപേരെയും കൊല്ലാനായിട്ട് വീണ്ടും എത്തുമെന്നും വെനസ്ഡേക്ക് ഒരു വാർണിംഗ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നീട് അവള് നേരെ തന്നെ അവളുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവളെ കാണുന്ന എന്നിഡിന് വളരെ സന്തോഷമാകുന്നുണ്ട്. ഇതേ നേരം തന്നെ അവളുടെ പുതിയ സ്പിരിറ്റ് ഗൈഡ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ വീംസ് ആ റൂമിൽ നിൽക്കുന്ന കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ വെനസ്ഡേ അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇത് കേട്ടിട്ട് എന്നിടാകട്ടെ നീ ആരോടാണ് ഇതൊക്കെ ചോദിക്കുന്നതെന്നും ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്നൊക്കെ അവള് ചോദിക്കുന്നുണ്ട്. കാരണം വെനസ്ഡേയുടെ സ്പിരിറ്റ് ഗൈഡ് ആയിട്ടുള്ള വീംസിനെ മറ്റാർക്കും കാണാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഇതേ നേരം തന്നെ വെനസ്ഡേ ഇന്ന് രാത്രി നമ്മളെ കൊല്ലാനായിട്ട് ടൈലർ ഹൈഡായിട്ട് വീണ്ടും വരുമെന്നും അതുകൊണ്ട് തന്നെ നീ ഇപ്പൊ ഇവിടെ നിന്ന് നിന്റെ വീട്ടിലേക്ക് പോയിട്ട് സേഫ് ആയിട്ട് ഇരിക്കാനായിട്ടും വെനസ്ഡേ അവളുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും എന്നിടിനാകട്ടെ വെനസ്ഡേ പറയുന്നൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല അന്നത്തെ ആ ഒരു ദിവസത്തിന് എവർമോറിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് അവിടെ നിന്ന് മരിച്ചു പോയിട്ടുള്ള എല്ലാ മെമ്പേഴ്സിന് വേണ്ടിയിട്ടും അന്ന് രാത്രി അവർ ഒരു മെമ്മോറിയൽ ആയിട്ടുള്ള സർവീസ് നടത്തിക്കൊണ്ട് വന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടെ കുറെ ഗെയിംസും എന്റർടൈൻമെന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു
കാര്യങ്ങളൊക്കെ അവരുടെ പുതിയ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഡോർട്ട് പറയുമ്പോൾ ഇവൻ ആരാണെന്നും അടുത്ത പ്രിൻസിപ്പളുടെ ലിസ്റ്റിൽ ഇവന്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നും വെനസ്ഡേയുടെ സ്പിരിറ്റ് ഗാർഡ് ആയിട്ടുള്ള വീംസ് പറയുന്നുണ്ട്. മാത്രമല്ല അവളെ പോലെ ലൈഫ് തന്നെ നെവർ മോറിന് വേണ്ടി മാറ്റിവെച്ച് മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ചെറിയ ഒരു സ്മരണ പോലും ആരും തന്നെ അവൾക്ക് കൊടുത്തിട്ടില്ല എന്നുള്ള വിഷമത്തിലും കൂടിയാണ് വീംസ്. ഇതേ നേരം വെനസ്ഡേയുടെ അനിയനായിട്ടുള്ള പക്സ്ലിയെ കാണിക്കുമ്പോൾ അവൻ ഒരു പെറ്റായിട്ട് കൂടെ കൊണ്ട് നടന്നിരുന്ന അവന്റെ ഒരു ഫ്രണ്ടായി അവൻ കണ്ടിരുന്ന ആ ഒരു സോംബി ഓടിപ്പോയതിലും ഇപ്പൊ എവിടെയായിരിക്കും എന്തിയായിരിക്കും എന്നാലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുകയാണ് പക്സ്ലി. അങ്ങനെ അവന്റെ ഈ ഒരു വിഷമം കണ്ട് അവന്റെ അച്ഛനായിട്ടുള്ള ഗോമസ് ഇപ്പോൾ അവന്റെ അടുത്ത് വന്ന് അവൻ ഈ ഒരു കാര്യത്തിൽ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ഹൈഡായി മാറിയ ടൈലറിനെ കാണിക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഹൈഡുകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇവിടെ മാസ്റ്ററിനെ തന്നെ കൊന്നുകളയുക എന്നത്. അങ്ങനെ അത്രയും വലിയൊരു പാപം ചെയ്തതുകൊണ്ട് അവനിപ്പോ മെന്റലി ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മരിച്ചുപോയ തന്റെ അച്ഛൻ തന്നെ അവനോട് നേരിട്ട് വന്ന് സംസാരിക്കുന്ന പോലുള്ള ഇല്യൂഷൻസ് ഒക്കെ ടൈലറിന് തോന്നുന്നുണ്ട്. അങ്ങനെ അവന്റെ മരിച്ചുപോയ അച്ഛൻ അവന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു നിലയിൽ അവനെ കാണുമ്പോൾ അവൾക്ക് അത്രമാത്രം വിഷമം ഉണ്ടായിരിക്കുന്നു, അത് അവൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ലെന്നൊക്കെ എന്റെ അച്ഛൻ അങ്ങനെ നിന്ന് പറയുമ്പോൾ അവന്റെ ഉള്ളിലുള്ള ആ ഒരു ഹൈഡിന്റെ ഒരു അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു മനോഭാവം പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെയാണ് ആ ഒരു കാട്ടിലേക്ക് 3 എസ്കേബേഴ്സിനെയും തേടിയിട്ട് ഒരു പോലീസുകാരൻ എത്തുന്നത്. അങ്ങനെ ഇപ്പൊ ആ ഒരു പോലീസുകാരൻ നേരിട്ട് തന്നെ ഒരു ഹൈഡിന്റെ മുമ്പിൽ പെടുകയും പിന്നീട് അവിടെ എന്താ നടക്കാന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇതേ നേരം തന്നെ ഹൈഡുകളെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അവരുടെ സ്കൂളിലെ മ്യൂസിക് ടീച്ചറായിട്ടുള്ള കാപ്രീനെ പോയിട്ട് കണ്ടാൽ മതിയെന്ന് പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഡോർട്ട് പറയുമ്പോൾ വെനസ്ഡേ ഇപ്പൊ നേരെ കാപ്രീനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ഇതുപോലെ ഒരു ഹൈഡായിരുന്നെന്നും ഒരു മാസ്റ്റർ ഇല്ലാതെ ഒരു ഹൈഡിന് ഒരുപാട് നാളെന്തായാലും ജീവിക്കാനായിട്ട് പറ്റില്ലെന്നും പക്ഷെ ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഹൈഡ് ആണെങ്കിൽ അവൾക്ക് അതിനുള്ള ഒരു പ്രത്യേകം എബിലിറ്റി ഉണ്ടെന്നും അവർ വളരെയധികം സ്ട്രോങ് ആണെന്നും ഇപ്പൊ മിസ് കാപ്രി വെനസ്ഡേക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ പക്സ്ലിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പെറ്റ് ആയിട്ടുള്ള ആ ഒരു സോംബി ഇപ്പോ നേരത്തെ ടൈലർ കൊന്നിട്ട അതേ പോലീസുകാരനെ വന്നിട്ട് അയാളുടെ ബോഡി തിന്നുന്നതും അയാളുടെ കയ്യിലുള്ള ഫോട്ടോയിലെ ഒരു പേഷ്യന്റ് നമ്പർ 1938 ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഈ സോംബി ആകട്ടെ ഇപ്പൊ ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ തിന്നുന്നത് കാരണം കൊണ്ട് അവന്റെ ഫ്ലഷ് ഒക്കെ ഇപ്പൊ ഏകദേശം വന്നിട്ട് അവൻ പതിയെ ഒരു ഹ്യൂമൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ വെനസ്ഡേ ഇപ്പൊ അവളുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യനെ പോയിട്ട് കണ്ടിട്ട് ഇവര് രണ്ടുപേരും ഇങ്ങനെ ഓക്വേർഡ് ആയിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ അവിടെ വേറൊരു പ്രസൻസ് ഉള്ളതായിട്ടും അത് മരിച്ചുപോയ പ്രിൻസിപ്പൽ വീംസുമായിട്ട് എന്തോ സാമീപ്യമുള്ള പോലെ മോർട്ടീഷ്യക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ വെനസ്ഡേ ആകട്ടെ ഇപ്പോഴും അവളുടെ അമ്മയുടെ അടുത്ത് വീംസ് ആണ് തന്റെ പുതിയ സ്പിരിറ്റ് ഗൈഡ് എന്ന് പറയാനായിട്ട് റെഡി ആയിരുന്നില്ല. ഇതേ നേരം നമ്മുടെ ഇനിഡിനെ കാണിക്കുകയാണെങ്കിൽ നേരത്തെ അവളുടെ അടുത്ത് വെനസ്ഡേ ഇങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ലൈഫ് ഇപ്പൊ ഡേഞ്ചറിലാണെന്ന് പറഞ്ഞെങ്കിലും അപ്പൊ അത് അവൾ അത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ലെങ്കിലും ഇപ്പൊ ആലോചിക്കുമ്പോൾ ഫുൾ മൂണിൽ മാത്രമേ എനിഡിന് ഒരു വോൾഫായിട്ട് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇന്ന് ഒരു ഫുൾ മൂൺ അല്ലാത്തതുകൊണ്ട് അവൾക്ക് ഒരിക്കലും ഒരു വോൾഫായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അതുകൊണ്ട് തന്നെ അവൾക്ക് പവേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് വെനസ്ഡേക്കും ഒറ്റയ്ക്ക് നിന്ന് ഹൈഡായ ടൈലറിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി അവളിപ്പോ നൈറ്റ് ഷെയ്ഡിലത്തെ മെമ്പേഴ്സിനൊക്കെ ഒരു മീറ്റിംഗിന് തിങ്ങിന്റെ ഹെൽപ്പോട് കൂടി വിളിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം അവൾ ഇൻവിസിബിൾ ആയിട്ട് ഒളിച്ചിരുന്ന വെനസ്ഡേയുടെ കട്ട ഫാനായിട്ട് അവൾ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് മാത്രം ചിന്തിച്ച് കിടക്കുന്ന ഒരു ആഗ്നസ് എന്ന് പറഞ്ഞ കുട്ടി കാണുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവൾ ഈ ഒരു കാര്യം ഡയറക്റ്റ് ആയിട്ട് വെനസ്ഡേനെ ചെന്ന് അറിയിക്കുമ്പോൾ ആ നൈറ്റ് ഷെയ്ഡ്സ് എല്ലാവരും സീക്രട്ട് ആയിട്ട് മീറ്റ് ചെയ്യുന്ന ആ ഒരു സീക്രട്ട് പ്ലേസിലൊക്കെ വെനസ്ഡേയും എത്തുന്നുണ്ട്. എന്നിട്ട് ഇന്ന് രാത്രി തന്നെയും എനിഡിനെയും ആക്രമിക്കാനായിട്ട് എന്തായാലും ടൈലർ ഇവിടേക്ക് എത്തുന്നു. പക്ഷെ ഇന്നത്തെ ദിവസം അവനെ കൊല്ലാനല്ല, പകരം അവന്റെ പുതിയ മാസ്റ്ററായിട്ട് അവനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് തന്റെ പ്ലാൻ എന്ന് അവളിപ്പോ ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇതിനു മുമ്പ് ടൈലറിന്റെ മാസ്റ്റർ ആയിരുന്ന തോൺഹിൽ എങ്ങനെയാണോ ടൈലറിനെ ഒരു കെമിക്കലൊക്കെ കുത്തിവെച്ച് അവനെ അവളുടെ കൺട്രോളിലാക്കിയ അതുപോലെ തന്നെ ഇപ്പൊ വെനസ്ഡേയും ഒരു കെമിക്കൽ ഉണ്ടാക്കാനായിട്ടുള്ള തന്ത്രപ്പാടിലാണ്. അങ്ങനെ ഓൾറെഡി ആ ഒരു കെമിക്കൽ എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ള കാര്യങ്ങളും അത് കുത്തിവെച്ച് കഴിഞ്ഞാൽ വെനസ്ഡേക്ക് എളുപ്പത്തില് ടൈലറിന്റെ പുതിയ മാസ്റ്ററായിട്ട് അവനെ കൺട്രോൾ ചെയ്ത് അവൻ തന്നെയും എനിഡിനെയും ഉപദ്രവിക്കുന്നത് തടയാം എന്നതായിരുന്നു അവളുടെ പ്ലാൻ. അങ്ങനെ അതിനുവേണ്ട കെമിക്കലൊക്കെ അവൾ ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ പ്രിൻസിപ്പൽ ആയിട്ടുള്ള വീം ഇത് വളരെ ഡേഞ്ചറസ് ആണെന്നും എങ്ങാനും ഒരു സ്റ്റെപ്പ് പാളിപ്പോയി കഴിഞ്ഞാൽ നിന്റെയും എനിഡിന്റെയും ലൈഫ് ഡേഞ്ചറിലാണെന്നും അവൾ വാൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വെനസ്ഡേ ആകട്ടെ അതൊന്നും കേൾക്കാണ്ട് അവളുടെ ആ ഒരു ഡിസിഷനിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ മറ്റൊരിടത്ത് ഈ മരിച്ചവരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്ന ആ ഒരു ഇവന്റിലേക്ക് ഗോമസും പക്സ്ലിയും എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടേക്ക് തന്നെ ഇപ്പൊ ആ ഒരു സോംബി വന്നിട്ട് അവിടെ കാഴ്ചകളൊക്കെ കാണാൻ വന്ന ഒരാളെ അറ്റാക്ക് ചെയ്യുകയും അയാളെ പിടിച്ച് തിന്നിക്കുകയൊക്കെ ചെയ്യുന്നതിലൂടെ ഒരു സെലിബ്രേഷൻ ഇപ്പൊ കോളമായിട്ട് അവിടെ നിന്ന് എല്ലാവരും ഓടിപ്പോയിട്ട് അവിടെ ഫുള്ള് കേവോസിൽ ആകുന്നുണ്ട്. ഇതേ നേരം തന്നെ എക്സ്പെക്ട് ചെയ്തിരുന്ന പോലെ ടൈലർ ഇപ്പോ നെവർ മോറിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ആ ഒരു സെലിബ്രേഷൻ നടക്കുന്നിടത്ത് കാണിക്കുകയാണെങ്കിൽ ഒരു സോംബി അറ്റാക്ക് ഉണ്ടായെന്ന് കേട്ടപ്പോൾ തന്നെ പക്സ്ലിക്ക് അത് തന്റെ പെറ്റായിട്ടുള്ള സോംബി ആണെന്ന് മനസ്സിലാവുകയും അവനിപ്പോ വളരെ ധൈര്യത്തോടെ ആ ഒരു സോംബി തന്നെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അതിനെ പോയി കാണുമ്പോൾ അത് പണ്ടത്തെ പോലെ അല്ലെന്നും ഇപ്പൊ ഒരു ഹ്യൂമൻ കണക്കിന് ഇരിക്കുന്നതും കണ്ട് പക്സ്ലി ഷോക്ക് ആവുന്നുണ്ട്. പക്ഷെ ഇതേ നേരം തന്നെ ആ ഒരു സോംബിനെ പിടിക്കാനായിട്ട് അവിടേക്ക് പോലീസുകാരൊക്കെ എത്തുമ്പോൾ പക്സ്ലി തന്നെ നല്ലൊരു ഫ്രണ്ട് ആണെന്നും അവൻ കാരണമാണ് ഈ ഒരു രണ്ടാമത്തെ ജീവിതം തനിക്ക് കിട്ടിയതെന്നും തനിക്ക് കിട്ടിയ ഒരു ലൈഫ് ഒരിക്കലും ഡിസ്ട്രോയ് ചെയ്യരുതെന്നും ഇപ്പൊ ഒരു സോംബി പക്സ്ലിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി അതോട് അത്രയും
അത്രയും അലിവുണ്ടായിരുന്ന പക്സ്ലി അതിൽ വീണ് പോകുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഒരു സോംബിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് പോലീസുകാരുടെ അടുത്ത് ഇവിടെ ആരും ഇല്ലെന്ന് കള്ളം പറയാണ്. മാത്രമല്ല അവൻ ആ ഒരു സോംബിനെ കണ്ടില്ലെന്ന് അവനിപ്പോൾ അവന്റെ അച്ഛനായിട്ടുള്ള ഗോമസിന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ഗോമസ് ഓൾറെഡി ഒരു സോംബിയെ കണ്ടിട്ട് തന്റെ മകൻ കള്ളം പറയുന്നതാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇതേ നേരം തന്നെ മോർട്ടീഷ്യ അവളുടെ വീട്ടിൽ അങ്ങനെ ഇരിക്കെ തന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പേഷ്യന്റ് നമ്പർ 1938 എന്ന ആ ഒരു സ്ത്രീ ഇപ്പോൾ അവിടേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്ത്രീയെ കാണുന്ന മോർട്ടീഷ്യ ആകെ ഷോക്ക്ഡ് ആയിട്ട് അവളെ ഫ്രാങ്കോയിസ് എന്ന് വിളിക്കുന്നുണ്ട്. മാത്രമല്ല നീ എങ്ങനെയാണ് ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നതെന്നും നിന്റെ ഫ്യൂണറലിന് ഞാനും ഗോമസും കൂടി വന്നതാലോ എന്നും മോർട്ടീഷ്യ ചോദിക്കുമ്പോൾ അത് ഈ ജൂഡിയുടെ അച്ഛൻ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതാണെന്നും അതിനുശേഷം അയാൾക്ക് ഒരു എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോയതാണെന്നൊക്കെ ഫ്രാങ്കോയിസ് ഇപ്പോൾ മോർട്ടീഷ്യക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവൾക്ക് തന്റെ മകനെ കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് വേണമെന്നും അവര് നെവർമോറിലേക്ക് പോയിരിക്കുകയാണെന്നും ആ ഒരു സ്ത്രീ മോർട്ടീഷ്യയുടെ അടുത്ത് പറയുമ്പോൾ അത് കേട്ട് അവൾ ആകെ തന്നെ ഷോക്ക്ഡ് ആകുന്നുണ്ട്. കാരണം ഈ ഒരു പേഷ്യന്റ് നമ്പർ 1938 ആയിട്ട് അവിടേക്ക് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല, പകരം ടൈലറിന്റെ മരിച്ചുപോയിന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന അവന്റെ അമ്മ തന്നെയാണ്. ഇതേ നേരം തന്നെ ടൈലർ ഇപ്പോൾ നെവർമോറിൽ ഒരു സാധാരണ കുട്ടീനെ പോലെ ഡ്രസ്സ് ചെയ്തിട്ട് അവരുടെ ഗ്യാദറിങ്ങിലൊക്കെ പങ്കെടുക്കെ തന്നെ അവൻ എനിഡിനെയും വെനസ്ഡേനെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം അവരെല്ലാവരും നൈറ്റ് ഷീഡ്സിന്റെ ഒപ്പം സീക്രട്ട് ആയിട്ട് അവരുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പ്ലാൻ പോലെ തന്നെ എനിഡിനെ കാണുമ്പോൾ ടൈലർ വളരെ വയലന്റ് ആയിട്ട് അവളുടെ പുറകെ വരികയും എനിഡ് മനഃപൂർവ്വം തന്നെ അവനെ ഒരു അടച്ചിട്ട ഒരു ബിൽഡിംഗിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് ബാക്കിയുള്ള നൈറ്റ് ഷീഡ്സിന്റെ ആൾക്കാരും അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്ന നേരത്ത് ബാക്കി കൂടെ വെനസ്ഡേ പതിയെ അവൻ അറിയാണ്ട് നേരത്തെ അവൾ ഉണ്ടാക്കി വെച്ച ആ ഒരു കെമിക്കലും എടുത്ത് അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കാരണം ആ ഒരു കെമിക്കൽ അവന്റെ മേത്ത് കുത്തിവെച്ച പിന്നീട് വെനസ്ഡേനെ അവൻ മാസ്റ്ററായിട്ട് കൺസിഡർ ചെയ്യുകയും അവർ രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇപ്പൊ വെനസ്ഡേ ടൈലറിനെ കുത്താൻ പോകുന്ന അതേ സമയത്ത് തന്നെ ടൈലറിന് എന്തോ മനസ്സിലായി അവൻ തിരിഞ്ഞ് നേരെ തന്നെ വെനസ്ഡേനെ ഉന്തി തട്ടിക്കളയുന്നുണ്ട്. ഇതേ നേരം തന്നെ വെനസ്ഡേ വീണ്ടും അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മരുന്നെടുത്ത് അവന് കുത്തിവെക്കാനായിട്ട് വരുന്ന സമയത്ത് തന്നെ അവിടേക്കിപ്പോ വേറൊരു ഹൈഡ് വളരെ സ്പീഡിൽ വന്നിട്ട് ടൈലറിനെ തട്ടി മാറ്റിയിട്ട് വെനസ്ഡേ ആക്രമിക്കാനായിട്ട് നിൽക്കുന്ന നേരം തന്നെ മോർട്ടീഷ്യ അവിടേക്ക് വന്നിട്ട് വെനസ്ഡേനെ ആക്രമിക്കരുതെന്നും നമ്മൾ തമ്മിൽ ഒരു ഡീൽ ഉണ്ടായിരുന്ന കാര്യം ഒരു ഹൈഡിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഈ പുതിയ ഹൈഡിനെ കണ്ട് അന്തം വിട്ട് നിൽക്കാണ് അവരെല്ലാവരും. അങ്ങനെ ഇതിനെക്കുറിച്ച് അവൾ മോർട്ടീഷ്യയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അത് വെനസ്ഡേ തന്നെ ആ ഒരു സൈക്യാട്രിക് ഹോസ്പിറ്റലിൽ നിന്ന് റിലീസ് ചെയ്ത പേഷ്യന്റ് നമ്പർ 1938 ആയിട്ടുള്ള ടൈലറിന്റെ അമ്മയാണെന്നും അവളും ഒരു ഹൈഡാണെന്നും ഇപ്പോൾ അവന്റെ അമ്മ തന്നെ അവനെ കൺട്രോളിലാക്കിയിട്ട് ടൈലറിന്റെ മാസ്റ്ററായിട്ട് അവനെ ഇവിടെ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാമെന്ന് അവള് മോർട്ടീഷ്യക്ക് പ്രോമിസ് ചെയ്തതും അതിന് അവൾക്ക് ആകെ കൂടി വേണ്ടത് തന്റെ മകന്റെ സേഫ്റ്റി മാത്രമാണെന്നും മോർട്ടീഷ്യ ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഒരു ഹൈഡ് പറയുന്നത് അമ്മ എന്തിനാണ് വിശ്വസിച്ചത് വെനസ്ഡേ ചോദിക്കുമ്പോൾ ഞാൻ വിശ്വസിച്ചത് ഒരു ഹൈഡ് പറഞ്ഞതല്ലെന്നും പകരം ആ ഒരു ഹൈഡിന്റെ ഉള്ളിലെ അമ്മ പറഞ്ഞതാണെന്നും മോർട്ടീഷ്യ പറയുന്നുണ്ട്. സോ ഇതിലൂടെ ഒക്കെ തന്നെ വെനസ്ഡേ ആകട്ടെ ഇമോഷൻസിനോ ഫാമിലിക്കോ ഒന്നും വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ജീവിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ മോർട്ടീഷ്യക്കാകട്ടെ തന്റെ ഫാമിലിയും ഇമോഷൻസ് ഒക്കെ വളരെ പ്രഷ്യസ് ആണെന്നും ഈ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അതിനൊക്കെ ശേഷം ഇപ്പൊ ഗോമസ് വന്നിട്ട് മോർട്ടീഷ്യയുടെ അടുത്ത് ചെന്നിട്ട് പക്സ്ലി അവന്റെ പെറ്റായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സോംബിയെ താൻ കണ്ടുവെന്നും അത് മറ്റാരുമല്ല ഐസക് ആണെന്നും അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ നേരം ഫ്രാങ്കോയൂസും ജീവനോടെ ഉണ്ടെന്നും മോർട്ടീഷ്യയും ഗോമസിന്റെ അടുത്ത് പറയാണ്. എന്നാൽ ഇതേ നേരം തന്നെ ഈ ഔട്ട്കാസ്റ്റുകളൊക്കെ ഇല്ലാണ്ടാക്കണം എന്ന് മാത്രം ചിന്തിച്ച് നടന്നിരുന്ന ജൂഡിയുടെ അടുത്തേക്ക് ആ ഒരു സോംബി എത്തിയിട്ട് അവളെ അറ്റാക്ക് ചെയ്യുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം എന്നിട്ടാകട്ടെ അവിടെ ഡാൻസ് കളിച്ചിരിക്കെ തന്നെ അവൾ പെട്ടെന്ന് ഒരു വെർവോൾഫ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്ത് പോകുന്നുണ്ട്. കറക്റ്റ് ടൈമിലേക്ക് അവിടേക്ക് മ്യൂസിക് ടീച്ചറായിട്ടുള്ള കാപ്രി എത്തുമ്പോൾ ഫുൾ മൂൺ അല്ലാഞ്ഞിട്ട് പോലും വെർവോൾഫ് ആയിട്ട് പോകുന്ന അവളെ കാണുമ്പോൾ ആകെ അതിശയിച്ച് നിൽക്കുന്ന കാപ്രീനി നമ്മളെ കാണിക്കുന്നുണ്ട്. വെനസ്ഡേയുടെ പുതിയ സ്പിരിറ്റ് ഗൈഡ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ വീംസ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് തലേ ദിവസം എനിഡിനെ എന്തോ ഭാഗ്യം കൊണ്ട് അവൾക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചെങ്കിലും ഇപ്പോഴും വെനസ്ഡേയുടെ ആ ഒരു പ്രിമോണിഷൻ മാറിയിട്ടില്ലെന്നും എനിഡ് എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാമെന്നും ഒരു സ്പിരിറ്റ് ഗൈഡ് ഇപ്പോൾ വെനസ്ഡേനെ വാൺ ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ട് തനിക്ക് എങ്ങനെയെങ്കിലും തന്റെ സൈക്കിക് എബിലിറ്റി തിരിച്ചു കിട്ടണമെന്നും എന്നാൽ മാത്രം എനിഡിനെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഇപ്പൊ വെനസ്ഡേ വീംസിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ശരിക്കും ഈ സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ഇമോഷൻസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒന്നാണെന്നും അവൾ അതിനെ ഓവറായിട്ട് യൂസ് ചെയ്തതുകൊണ്ട് മാത്രമല്ല ഒപ്പം തന്നെ വെനസ്ഡേക്കും അവളുടെ അമ്മയ്ക്കും ഇടയിലുള്ള ആ ഒരു ബോണ്ട് വളരെ വീക്ക് ആയതുകൊണ്ടാണ് അവളുടെ സൈക്കിക് ആയിട്ടുള്ള ഒരു എബിലിറ്റി നഷ്ടപ്പെട്ടു പോയതെന്നും അതുകൊണ്ട് നീ ആദ്യം ചെയ്യേണ്ടത് നിന്റെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യ ആയിട്ട് സംസാരിച്ച് നല്ല ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണെന്നും അവളുടെ ക്യാരക്ടറിന് കുറച്ചൊക്കെ എമ്പതി കൊണ്ടുവരണമെന്നും വീംസ് ഇപ്പോൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും വെനസ്ഡേയുടെ ആ ഒരു ക്യാരക്ടർ വെച്ച് അതൊന്നും തന്നെ കേൾക്കാനായിട്ട് അവള് തയ്യാറായില്ല. അങ്ങനെ അതിനുശേഷം അവളിപ്പോ നേരെ വർഷങ്ങളായിട്ട് നെവർമോറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫസറായ ഉർലോഫിനെ കാണാനായിട്ട് ചെന്നിട്ട് ടൈലറിന്റെ അമ്മയായ ഫ്രാങ്കോയിസിനെ
ഐസക്കിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കേൾക്കുന്ന പ്രൊഫസർ ഫ്രാങ്കോയിസ് അവിടുത്തെ ഒരു പാവം സ്റ്റുഡന്റ് ആയിരുന്നെന്നും പക്ഷെ അവൾക്കൊരു ഐസക് എന്ന പേരായ ഒരു ബ്രദർ ഉണ്ടായിരുന്നെന്നും അവൻ വളരെ ജീനിയസ് ആയിരുന്നെന്നും അവനാണ് തനിക്ക് വേണ്ടി തന്റെ ലൈഫ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ഈ ഒരു ജാറ് തന്നെ ഉണ്ടാക്കി തന്നേന്നൊക്കെ പ്രൊഫസർ പറയുന്നുണ്ട്. മാത്രമല്ല സീസൺ 1-ത്തെ നമ്മുടെ വില്ലൻ ആയിട്ടുള്ള സ്റ്റോൺഹേർട്ടിന്റെ ഒരു സ്റ്റുഡന്റ് കൂടിയായിരുന്നു ഐസക് എന്നും സ്റ്റോൺഹേർട്ട് ആകട്ടെ ഈ ഔട്ട്കാസ്റ്റുകളൊക്കെ എതിർക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്റേതായിട്ടുള്ള പുതിയ പുതിയ ടെക്നിക്കുകളൊക്കെ കണ്ടുപിടിച്ച് പുതിയ പുതിയ ഇൻവെൻഷൻസ് ഒക്കെ നടത്തി വന്നിരുന്ന ഒരു ജീനിയസ് ആണ് ഐസക് എന്നും പക്ഷെ പെട്ടെന്നൊരു ദിവസം അവര് രണ്ടുപേരും തമ്മിൽ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റില് അവനെ കാണാതാവുകയും തുടർന്ന് കുറെ പേരൊക്കെ അവൻ മരിച്ചുവെന്നും മറ്റു ചിലര് അവനെ ഒരു സ്കൾട്ടറിയുടെ താഴെ കുഴിച്ചിട്ടു എന്നും പറയപ്പെടുന്നുണ്ടെന്നൊക്കെ പ്രൊഫസർ പറയുമ്പോഴാണ് ശരിക്കും ഈ ഐസക് എന്ന് പറയുന്നത് പക്സ്ലി പെറ്റായിട്ട് വളർത്തിക്കൊണ്ടിരുന്ന ആ ഒരു സോംബിയാണെന്ന് വെനസ്ഡേക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ വേഗം തന്നെ വെനസ്ഡേ ഇപ്പോൾ ആഗ്നസിനെ കൂട്ടി പക്സ്ലിയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവനെ നിന്ന് അവൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ആ സോംബിയെ കണ്ടത് സെലിബ്രേഷൻസിന്റെ ഇടയിലാണെന്നും അന്ന് അവന്റെ കയ്യിൽ നിന്ന് വീണു പോയതെന്ന് പറഞ്ഞ് അവനിപ്പോ ഫ്രാങ്കോയിസിന്റെ ഒരു ഫോട്ടോ വെനസ്ഡേനെ കാണിക്കുമ്പോൾ ഇപ്പൊ ഐസക് പോയിരിക്കുന്നത് സ്വന്തം ചേച്ചിയായിട്ടുള്ള ഒരു ഹൈഡ് കൂടി ആയിട്ടുള്ള ഫ്രാങ്കോയിസിന്റെ അടുത്തേക്കാണെന്നും അവിടെ തന്നെ അവളുടെ ശത്രുവായിട്ടുള്ള ടൈലറും ഉണ്ടാവുമെന്നും വെനസ്ഡേക്ക് മനസ്സിലാകുന്നുണ്ട്. എത്രയൊക്കെ അവർ തിരിച്ചു വരില്ലെന്ന് പറഞ്ഞാലും വെനസ്ഡേ കണ്ടിരുന്ന ആ ഒരു പ്രിമോണിഷൻ ഇപ്പോഴും മാറാത്തോണ്ട് അവർ തിരിച്ചു വന്ന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെനസ്ഡേ അവർ അന്വേഷിച്ചു പോവാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഇതേ നേരം ടൈലറിന്റെ പുതിയ മാസ്റ്റർ ആയിട്ടുള്ള അവന്റെ തന്നെ അമ്മയായിട്ടുള്ള ഫ്രാങ്കോയിസ് ഇപ്പോൾ അവനെ നന്നായിട്ട് കെയർ ചെയ്ത് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കി അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അവനൊരു ഹൈഡ് ആയതുകൊണ്ട് അവളിപ്പോ അവനെ കാലിൽ കെട്ടിയിട്ടിരിക്കുന്ന കാണുമ്പോൾ അത് കാണുന്ന ടൈലറിന് ദേഷ്യം വന്ന് അവൻ ദേഷ്യപ്പെടുമ്പോൾ ഫ്രാങ്കോയിസ് തിരിച്ചവൻ അടിച്ചുകൊണ്ട് അവന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. ഇതേ നേരം തന്നെ എനിഡിപ്പോ എന്തുകൊണ്ടാണ് ഫുൾ മൂൺ അല്ലാഞ്ഞിട്ട് പോലും താൻ ഒരു വെയർവോൾഫ് ആയിട്ട് മാറിയത് എന്നൊക്കെ ആലോചിച്ച് അവളുടെ ബോയ് ഫ്രണ്ടായ ബ്രേവു ആയിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ അവിടേക്ക് മിസ്സായിട്ടുള്ള കാപ്രി വന്നിട്ട് ഇന്നലെ ഫുൾ മൂൺ അല്ലാഞ്ഞിട്ട് പോലും നീ വെയർവോൾഫ് ആയത് താൻ കണ്ടുവെന്നും അതങ്ങനെ സാധാരണ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ലെന്നും നീ ചിലപ്പോൾ ഈ വെയർവോൾഫിൽ തന്നെ ഏറ്റവും വലിയ സുപ്പീരിയർ ആയിട്ടുള്ള ആൽഫ കാറ്റഗറിയിൽ വരുന്ന പ്രത്യേകതരം വെയർവോൾഫ് ആയിരിക്കും. പക്ഷെ അവരത്രയും വലിയ ശക്തരൊക്കെ ആയതുകൊണ്ട് തന്നെ നീ ആൽഫയാണെങ്കിൽ അതിനനുസരിച്ച് നീ നിന്റെ ബോഡിയെ നന്നായി കെയർ ചെയ്യേണ്ടി വരുമെന്നും മര്യാദയ്ക്ക് മാനേജ് ചെയ്തില്ലെങ്കിൽ ഇത് ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെന്നും അവളിപ്പോൾ പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ വെനസ്ഡേക്ക് എങ്ങനെയെങ്കിലും അവളുടെ സൈക്കിക് ആയിട്ടുള്ള ഒരു എബിലിറ്റി തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ അവളുടെ ഗ്രാൻഡ് മദറിനെ കാണാൻ പോകുമ്പോൾ നെവർമോറിൽ പണ്ട് റോസലിൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഫസർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നും അവിടെ തന്നെ അടുത്തായിട്ടുള്ള അവളുടെ കല്ലറ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കല്ലറയുടെ പുറത്ത് കുറെ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കുന്നു. അത് വായിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ നിനക്ക് റൊസലിനെ നേരിട്ട് കാണാൻ പറ്റുന്നും അവള് വളരെ കുറച്ചു നേരത്തേക്ക് മാത്രം ടെമ്പററി ആയിട്ട് നിന്റെ ആ ഒരു പവർ നിനക്ക് തരുമെന്നും വെനസ്ഡേയുടെ മുത്തശ്ശി ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടിട്ട് ടെമ്പററി ആണെങ്കിലും എന്റെ പവർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സൈക്കിക് എബിലിറ്റിയിലൂടെ കാര്യങ്ങൾ കാണാലോ എന്ന ഉദ്ദേശത്തോടു കൂടി ആ രാത്രി തന്നെ വെനസ്ഡേ റൊസലിന്റെ കല്ലറ വിസിറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ ഇതേ നേരം തന്നെ അവളുടെ റൂമിലുണ്ടായിരുന്ന എനിട്ട് അങ്ങനെ പോകുന്നതിൽ നിന്ന് അവളെ വിലക്കുന്നുണ്ട്. കാരണം അന്നത്തെ ദിവസം നെവർമോറിൽ ഒരു കർഫ്യൂ ഉണ്ടായിരുന്നതുകൊണ്ട് ആരോടും പുറത്തിറങ്ങരുതെന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി വരുന്ന ഗാലയ്ക്ക് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ലെന്നും ഒരു ഓർഡർ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവളെങ്ങാനും പോയി കഴിഞ്ഞാൽ താനും പെടൂലോ, തനിക്ക് ഗാലയ്ക്ക് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി എന്നിട്ടിപ്പോ വെനസ്ഡേ ആയിട്ട് ചെറിയൊരു ഫൈറ്റിലാകുന്നുണ്ടെങ്കിലും വെനസ്ഡേ ഇപ്പോൾ അതൊന്നും തന്നെ ശ്രദ്ധിക്കാണ്ട് അവളുടെ കാര്യം നോക്കി നേരെ റൊസലിന്റെ കല്ലറയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് അവൾ ആ ഒരു ഇൻസ്ക്രിപ്ഷൻ വായിച്ച് മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ റൊസലിനെ കാണുന്നുണ്ട്. അവള് റൊസലിന്റെ അടുത്ത് തനിക്ക് തന്റെ സൈക്കിക് പവർ ടെമ്പററി ആയിട്ട് വേണമെന്നും അത് ഉപയോഗിച്ച് മാത്രം തനിക്ക് ടൈലറിനെയും അവന്റെ അമ്മയും ആ ഒരു സോംബിനെയും ഒക്കെ കണ്ടുപിടിച്ച് അവരുടെ അറ്റാക്ക് പ്രിവെന്റ് ചെയ്ത് എന്നെ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ അവൾ പറയുമ്പോൾ റോസലിനാകട്ടെ അവിടെ കാണുന്ന ഒരു ഫ്ലെയിമിലേക്ക് കൈവയ്ക്കാനായിട്ട് പറഞ്ഞിട്ട് അത് നീ ചെയ്യുകയാണെങ്കിൽ നിന്റെ സൈക്കിക് എബിലിറ്റി ടെമ്പററി ആയിട്ട് നിനക്ക് കിട്ടുമെന്നും പക്ഷെ നിനക്ക് വേണ്ട കാര്യം നീ കണ്ടുപിടിക്കുന്നത് വരെ, അതായത് നിന്റെ എബിലിറ്റി നീ യൂസ് ചെയ്ത് തീരുന്നവരെ ആ ഒരു കയ്യ് നീ എടുത്ത് മാറ്റരുതെന്നും അങ്ങനെ എങ്ങാനും മാറ്റാണെങ്കിൽ ഇത് നെഗറ്റീവ് റിസൾട്ട് ആവുമെന്നും 8ന്റെ പണി കിട്ടുമെന്നും റോസലിൻ വെനസ്ഡേനെ വാൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവൾ ഫ്ലെയിമിലേക്ക് കൈവയ്ക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് ഉള്ള ഒരു എബിലിറ്റി വന്ന് അവളിപ്പോൾ ഹൈഡായി മാറുന്ന ടൈലറിനെയും നിലവിളിക്കുന്ന അവന്റെ അമ്മേനെയും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇതേ നേരത്തെ തന്നെ വെനസ്ഡേനെ എങ്ങാനും മിസ് പിടിച്ചു കഴിഞ്ഞാൽ എന്റെ കാര്യം നടക്കില്ലെന്ന് മനസ്സിലാക്കി എന്നിട്ടിപ്പോൾ നേരെ അവിടേക്ക് വന്ന് വെനസ്ഡേനെ പിടിച്ചു വലിക്കുമ്പോൾ അവളുടെ ആ ഒരു ഫ്ലെയിം കട്ടാവുകയും അതിലൂടെ തന്നെ നേരത്തെ റോസലിൻ പറഞ്ഞതുപോലെ ഒരു നെഗറ്റീവ് എഫക്റ്റ് വന്നിട്ട് ഇപ്പൊ രണ്ടുപേരും അവിടെ ബോധം കെട്ടി വീഴുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ കണ്ണ് തുറക്കുമ്പോഴാണ് റോസലിൻ പറഞ്ഞതുപോലെ ഒരു 16ന്റെ പണി തന്നെ അവർക്ക് കിട്ടിയിരിക്കുന്നത് അവർ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ വെനസ്ഡേയുടെയും
എനിഡിന്റെയും ബോഡീസ് പരസ്പരം സ്വാപ്പ് ആയിരിക്കുകയാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്ന എനിഡ് ഇപ്പോൾ വെനസ്ഡേയുടെ വളരെ കോൾഡ് ആയിട്ടുള്ള ബ്ലാക്ക് ബോഡിയിൽ പെട്ടുപോകുമ്പോൾ കളർഫുളിനോട് അലർജറ്റിക് ആയിട്ടുള്ള വെനസ്ഡേ ആകട്ടെ എനിഡിന്റെ വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ബോഡിയിലും പെട്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ട് രണ്ടുപേരും ഷോക്ക്ഡ് ആയെങ്കിലും ഇതിനെങ്ങനെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിഡിന്റെ ബോഡിയിലുള്ള വെനസ്ഡേ ഇപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് റൊസലിന്റെ ആ ഒരു കലറയുടെ അടുത്തേക്ക് പോയിട്ട് ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. ഇതേ നേരം തന്നെ വെനസ്ഡേയുടെ ബോഡിയിലുള്ള എനിഡ് ആകട്ടെ അവളുടെ കോമൺ ആയിട്ടുള്ള എല്ലാവരോടും വളരെ കമ്പനി ആയിട്ട് എക്സ്ട്രോവേർട്ട് കണക്കിന് പെരുമാറുന്ന അവളുടെ ക്യാരക്ടർ മാക്സിമം അടക്കി പിടിച്ച് വെനസ്ഡേനെ പോലെ അഭിനയിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഇത്തിരി വിയേർഡായിട്ട് എല്ലാവരും ഇവൾക്ക് എന്ത് പറ്റിയെന്ന് വിചാരിക്കുന്നുണ്ട്. ഈവൻ ആഗ്നസിന് പോലും വെനസ്ഡേനെ കണ്ടിട്ട് അത് എനിടെന്ന് അറിയാണ്ട് വെനസ്ഡേക്ക് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ വെക്കുന്ന എനിഡിനെ ഇപ്പൊ വെനസ്ഡേ ആണെന്ന് തെറ്റിദ്ധരിച്ച് വെനസ്ഡേയുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യ വന്നിട്ട് രാത്രി അവർക്ക് ഒരുമിച്ചുള്ള ഫാമിലി ഡിന്നർ ഉണ്ടെന്നും അതുകൊണ്ട് അത് മിസ് ചെയ്യാണ്ട് എന്തായാലും വരണമെന്നും അവളുടെ അടുത്ത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന എനിഡ് ശരിക്കും പെട്ടുപോകുന്നുണ്ട്. കാരണം അവളെ സംബന്ധിച്ച് ഒരു സെക്കൻഡ് പോലും ഈ വെനസ്ഡേ ആയിട്ട് ആക്ട് ചെയ്യാന്നുള്ളത് അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ടാസ്ക് തന്നെയായിരുന്നു. ഇതേ നേരം വെനസ്ഡേ ആകട്ടെ ഇപ്പോ റൊസലിന്റെ കല്ലറയുടെ അവിടെ വന്ന് വീണ്ടും ആ ഒരു ഇൻസ്ക്രിപ്ഷൻ വായിക്കുന്ന സമയത്ത് അവളുടെ സ്പിരിറ്റ് ഗൈഡ് ആയിട്ടുള്ള വീംസ് തന്നെ അങ്ങോട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതിൽ റൊസലിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും പക്ഷെ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് തിരുത്തി നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ബോഡിയിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ നാളെ മോർണിംഗ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ രണ്ടുപേരും മരിച്ചു പോകുന്നു. മേ ബി അങ്ങനെയായിരിക്കും എന്നിട്ട് മരിക്കുമെന്ന നിന്റെ പ്രീമോണിഷൻ നടക്കാന്ന് വീംസ് പറയുമ്പോഴാണ് ഇത് എത്രമാത്രം സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് വെനസ്ഡേക്ക് മനസ്സിലാകുന്നത്. ഇതേ നേരത്ത് ഐസക് എന്ന ആ ഒരു സോംബി മനുഷ്യൻ ഇപ്പൊ ഫുള്ളി റീജനറേറ്റ് ആയിട്ട് നേരെ നമ്മുടെ ടൈലറിന്റെ വീടിന് സൈഡിലായിട്ടുള്ള ഒരു ബേസ്മെന്റിലോട്ട് ചെല്ലുന്നുണ്ട്. കാരണം അവിടെയായിരുന്നു ടൈലറും അവന്റെ അമ്മയും ഒളിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മരിച്ചുപോയിന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ബ്രദറും സിസ്റ്ററും ആയിട്ടുള്ള ഐസക്കും ടൈലറിന്റെ അമ്മയും കണ്ടുമുട്ടി അവർ പരസ്പരം ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ ടൈലറിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ 3 പേരുമായിട്ട് സംസാരിച്ചിരിക്കെ തന്നെ ടൈലറിന്റെ അമ്മയായ ഫ്രാങ്കോയിസിന് പെട്ടെന്നൊരു ചുമ വന്ന് അവളിപ്പോ ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ടൈലർ ചോദിക്കുമ്പോൾ അത് ഈ ഹൈഡുകളുടെ ഒരു പ്രത്യേക കണ്ടീഷൻ ആണെന്നും ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ താനെ ഇങ്ങനെ ഒരു അസുഖം വന്ന് മരിക്കേണ്ടി വരുമെന്നും തന്റെ എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇത്ര നാള് തന്നെ താൻ ജീവിച്ചെന്നൊക്കെ അവള് പറയുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന അവളുടെ ബ്രദർ ആയിട്ടുള്ള ഐസക് ആകട്ടെ താൻ പണ്ട് മുതലേ വളരെ ജീനിയസ് ആയിട്ട് നടത്തിയിട്ടുള്ള ഓരോ ഇൻവെൻഷൻസും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയെങ്കിലും തന്റെ ചേച്ചിയായിട്ടുള്ള ഹൈഡായി മാറുന്ന ഫ്രാങ്കോയിസിനെ നേരെ ആക്കണമെന്നും അവളുടെ ഒരു ഹൈഡിന്റെ എബിലിറ്റി എടുത്തു കളഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വിമൺ ആക്കിയിട്ട് അവളെ ജീവിപ്പിക്കണമെന്നും അങ്ങനെ അവളെ രക്ഷിക്കണമെന്നും എന്നൊക്കെ അവനിപ്പോ പറയുന്നുണ്ട്. അങ്ങനെ അവന്റെ ഒരു ഡ്രീം നടത്തിക്കാനായിട്ട് അവൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇൻവെൻഷൻ ഇപ്പോൾ സൈക്കാട്രിക് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണെന്നും അതുകൊണ്ട് അവിടേക്ക് പോയി അത് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കാനായിട്ട് അവർ 3 പേരും തീരുമാനിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ വെനസ്ഡേയുടെ ബോഡിയിൽ പെട്ടുപോയിട്ടുള്ള എന്നിട്ട് ഇപ്പൊ വെനസ്ഡേയുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവളുടെ ഒരു നോവൽ കണ്ട് വെറുതെ അതൊന്ന് വായിച്ചു നോക്കാന്ന് വിചാരിക്കുമ്പോൾ അതിലാകട്ടെ എന്നിടിനെ പറ്റിയിട്ട് വെനസ്ഡേ ആകട്ടെ ഇത്തിരി ഓവറായിട്ടുള്ള ക്യാരക്ടർ ഉള്ള കുട്ടിയായിട്ടുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നതെന്ന് കാണുമ്പോൾ അത് കണ്ട് തന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കൂടെ നടന്ന വെനസ്ഡേക്ക് തന്നെ പറ്റി ഇങ്ങനെയൊക്കെയാണ് തോന്നിയത് എന്നാലോചിച്ച് ദേഷ്യം വരുമ്പോൾ എന്നിട്ടിപ്പോ വെനസ്ഡേക്ക് ഇട്ട് നല്ലൊരു പണി കൊടുക്കാനായിട്ട് എന്നിടിന് ഇഷ്ടമുള്ള പോലെയുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വെനസ്ഡേയുടെ ബോഡിയിൽ ഇട്ടിട്ട് നേരെ നെവർമോറിന്റെ ഫ്രണ്ടിലേക്ക് അവിടെ വലിയൊരു ഡാൻസ് പെർഫോമൻസ് തന്നെ അവൾ നടത്തുന്നുണ്ട്. പക്ഷെ കാണുന്നവരെല്ലാവരും ഇത് വെനസ്ഡേ തന്നെയാണെന്ന് വിചാരിച്ച് വെനസ്ഡേക്ക് എന്ത് പറ്റി പെട്ടെന്ന് അവൾക്ക് വട്ടായി പോയെന്ന് വരെ അവർ വിചാരിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ എനിഡിന്റെ ബോഡിയിലുണ്ടായിരുന്ന വെനസ്ഡേ ഈ കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചെത്തുമ്പോൾ അത് കണ്ട് ദേഷ്യം വന്ന് വെനസ്ഡേ ഇപ്പൊ എനിഡിന്റെ ബോഡി വെച്ചിട്ട് നേരെ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ബ്രേവോനെ ചെന്ന് കാണുമ്പോൾ ബ്രേവോ ആക്കട്ടെ വേറൊരു ഗേൾ ഫ്രണ്ട് ആയിട്ട് സംസാരിക്കുന്ന കണ്ടിട്ട് ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ ബ്രേവോ ആയിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പരസ്പരം ഇപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ആഗ്നസ് വെനസ്ഡേ കാണാനായിട്ട് വരുമ്പോൾ ശരിക്കും ഇരിക്കുന്നത് എനിഡാണെന്ന് മനസ്സിലാക്കാണ്ട് ആഗ്നസ് ഇപ്പൊ വെനസ്ഡേ ആയിട്ട് ഇരിക്കുന്ന എനിഡിന്റെ അടുത്ത് ചെന്നിട്ട് എനിഡിനെ പറ്റി തന്നെ കുറെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് അവള് ബ്രേവോ ആയിട്ട് ബ്രേക്കപ്പ് ആയെന്നും അവള് വളരെ സൈക്കോ ആണെന്നും പിന്നെ എന്തിനാണ് ഇവളെ പോലെ ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രിമോണിഷൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ അവളെ സേവ് ചെയ്യാനായിട്ട് നടക്കുന്നതെന്നൊക്കെ അവളിപ്പോ വെനസ്ഡേയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ശരിക്കും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന എനിഡ് ആകെ തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട്. ശരിക്കും ഇപ്പോഴാണ് വെനസ്ഡേക്ക് ഇങ്ങനെ തന്റെ മരണം പ്രിമോണിഷനായിട്ട് കണ്ട കാര്യവും അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ തന്നെ ഓവർ പ്രൊട്ടക്റ്റീവായിട്ട് നടക്കുന്ന കാര്യം ഒക്കെ എനിഡിന് മനസ്സിലാകുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവൾ ബ്രേവുമായിട്ട് തന്നെ ബ്രേക്കപ്പ് ആക്കി എന്ന് പറയുന്നത് ഒട്ടും തന്നെ സഹിക്കാണ്ട് ആ കലി കയറി നിൽക്കുന്ന എനിഡ് ഇപ്പൊ ആ ദേഷ്യം ഫുള്ളും ആഗ്രസിന്റെ മേൽ
തന്നെ തീർത്ത് അത് കേട്ട് വെനസ്ഡേ തന്നെ ചീത്ത പറഞ്ഞു എന്ന് കരുതി തെറ്റിദ്ധരിച്ച് വിഷമമായി ആഗ്നസ് നേരെ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വെനസ്ഡേയുടെ രൂപത്തിലുള്ള എനിഡ് ഇപ്പോൾ മോർട്ടീഷ്യ വിളിച്ചതുപോലെ ഫാമിലി ഡിന്നറിന് ചെല്ലുന്ന സമയത്ത് മോർട്ടീഷ്യയ്ക്ക് അവളുടെ ഒപ്പം ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ വീംസിന്റെ പ്രസൻസ് കിട്ടുകയും അവളെ കണ്ടുപിടിച്ച് സംസാരിക്കുമ്പോഴാണ് വെനസ്ഡേയുടെ പുതിയ സ്പിരിറ്റ് ഗൈഡ് വീംസ് ആണെന്നും മാത്രമല്ല അവളുടെ മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് അവൾ റോസലിന്റെ കല്ലറയ്ക്ക് പോയിട്ട് അവളുടെയും എനിഡിന്റെയും ബോഡീസ് ഒക്കെ പരസ്പരം സ്വാപ്പ് ആയ കാര്യമൊക്കെ ഇപ്പൊ മോർട്ടീഷ്യ അറിയുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ ഇപ്പോ സോംബി ആയിട്ടുള്ള ഐസക് ഇപ്പോ എങ്ങനെയൊക്കെയോ നെവർമോറിലേക്ക് കയറിയിട്ട് അവന്റെ തന്നെ ഒരു പഴയ ഫ്രണ്ടും പ്രൊഫസറും ആയിട്ടുള്ള ഒർലോഫിനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ആദ്യം അവർ തമ്മിൽ മയത്തിലൊക്കെ ഒന്ന് സംസാരിച്ചെങ്കിലും പിന്നീട് ഇപ്പൊ വന്നതിന്റെ ആ ഒരു ഉദ്ദേശം ഒർലോഫിന് മനസ്സിലാകുന്നുണ്ട്. കാരണം ഐസക് അവന്റെ ഒരു ഇൻവെൻഷനിലൂടെയാണ് ഒർലോഫിനെ ആ ഒരു ജാറിൽ മാത്രമായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോ തന്റെ സിസ്റ്റർക്ക് ഇത് വളരെയധികം ആവശ്യഘട്ടമാണെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ നേരെ തന്നെ ഒർലോഫിന്റെ അടുത്ത് വന്ന് ആ ഒരു ഇൻവെൻഷൻ എടുക്കുമ്പോൾ അതോടുകൂടി ഒർലോഫിന്റെ കഥ കഴിയുന്നുണ്ടെന്ന് മാത്രമല്ല ഇപ്പൊ അവന്റെ ഒരു സോംബി ഇൻസ്റ്റിങ് ഒക്കെ വന്നിട്ട് അവൻ ആ ഒരു സ്പോട്ടിൽ തന്നെ ഒർലോഫിനെ പിടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവിടേക്ക് വന്നുകൊണ്ടിരുന്ന ആഗ്നസ് കാണുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ട് അവൾ ആദ്യം പേടിച്ച് ഒന്ന് ഒച്ച വെച്ചെങ്കിലും പിന്നീട് അവളുടെ പവർ ഉപയോഗിച്ച് അവൾ ഇൻവിസിബിൾ ആയിട്ട് പോയതുകൊണ്ട് അവൾ അവിടെ വന്ന കാര്യമൊന്നും സോംബി ആയിട്ടുള്ള ഐസക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് ഐസക് ഇപ്പോൾ ആ ഒരു ഇൻവെൻഷൻ എടുത്തിട്ട് നേരെ ടൈലറും അവന്റെ അമ്മയും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാറിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അവൻ അറിയാണ്ട് അവന്റെ പുറകിലായിട്ട് ഇൻവിസിബിൾ ആയി വന്ന ആഗ്നസ് ആ ഒരു കാറിന്റെ ഡിക്കിയിൽ കയറി ഇരിപ്പുണ്ടായിരുന്നു. അവളുടെ അപ്പുറത്ത് തന്നെ മരിച്ചു കിടക്കുന്ന ജൂഡിയുടെ ആ ഒരു ബോഡിയും നമ്മളെ കാണിക്കുന്നുണ്ട്. സോ കഴിഞ്ഞ എപ്പിസോഡിൽ ഐസക് ജൂഡിയുടെ അടുത്ത് പോകുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഐസക് തന്നെയാണ് ജൂഡിയെ കൊന്ന് ഇപ്പൊ കാറിലിട്ടെന്നുള്ള കാര്യം ഇപ്പൊ ഉറപ്പാണ്. ഇതേ ടൈമിൽ ആ ഒരു കാറിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ആഗ്നസ് ഇപ്പോൾ ഈ നടന്ന കാര്യങ്ങളും എല്ലാം തന്നെ നേരെ വെനസ്ഡേനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അത്രയല്ല അവളിപ്പോ അവളുടെ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്ന സമയത്ത് അവരുടെ കാർ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സൈക്യാട്രിക് ഹോസ്പിറ്റലിലേക്കാണെന്നും അവിടെ എത്തിയതിനു ശേഷം ഐസക് അവൻ തന്നെ പണ്ട് ഉണ്ടാക്കി വെച്ച ആ ഒരു ഇൻവെൻഷൻ യൂസ് ചെയ്തിട്ട് വയ്യാത്ത ഇപ്പൊ വേണമെങ്കിലും മരിച്ചു പോകാവുന്ന അവന്റെ സിസ്റ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാണെന്നും മനസ്സിലാക്കുന്ന വെനസ്ഡേ വേഗം തന്നെ എനിഡിനെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട്. ഇതേ ടൈമിൽ ഹൈഡ് ആയിട്ടുള്ള ടൈലർ ഇപ്പോ കയ്യോടെ ആഗ്നസിനെ പിടിക്കുകയും അവളെ അവിടെ ഒരു കേജിൽ പൂട്ടിയിടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കൃത്യസമയത്ത് തന്നെ അവിടേക്ക് എത്തുന്ന വെനസ്ഡേയും എനിഡും കൂടിയിട്ട് അവന്റെ ശ്രദ്ധയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ പെട്ടെന്ന് എനിഡിന്റെ ആ ഒരു ബോഡിക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് അവളിപ്പോ ഒരു വേർവോൾഫായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതേ ഒരു ഗ്യാപ്പിന് തന്നെ ആഗ്നസ് ഇപ്പോൾ ആ ഒരു ഇൻവെൻഷന്റെ ഒരുപാട് സ്വിച്ചുകളൊക്കെ ഓൺ ഓഫ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ സർക്യൂട്ടൊക്കെ ആകെ ഡാമേജ് ആയിട്ട് ഒരു ഇൻവെൻഷന് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ വേർവോൾഫായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന എനിഡും ടൈലറും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിലും പെട്ടെന്നുള്ള ഒരു ഇലക്ട്രിക് സർക്യൂട്ടൊക്കെ കാരണം കൊണ്ട് അവിടെ ഒരു എക്സ്പ്ലോഷൻ നടക്കാമെന്നതുകൊണ്ട് അവരെല്ലാവരും ഇവ ഫൈറ്റൊക്കെ മാറ്റി വെച്ചിട്ട് വേഗം തന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. ഇതിനിടയിൽ ഐസക് അവന്റെ സിസ്റ്ററിനെയും എടുത്തിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് എത്തുന്ന അവരിപ്പോ നേരെ തന്നെ റോസലിന്റെ ആ ഒരു കളറയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈ ഒരു കേഴ്സ് മാറ്റാനായിട്ട് അവർ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു വെച്ചാൽ അവർ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നതായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് അവർ രണ്ടുപേരും അവരുടെ മനസ്സൊക്കെ തുറന്ന് പരസ്പരം സീക്രട്ട് ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആ ഒരു ഇൻസ്ക്രിപ്ഷൻ വായിക്കുന്നതിലൂടെ നേരം വെളുക്കും മുമ്പ് തന്നെ അവരിപ്പോ വീണ്ടും ബോധം കെട്ട് വീണ് വീണ്ടും അവരുടെ ബോഡീസ് തമ്മിൽ സ്വാപ്പായിട്ട് അവരവരുടെ ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു രൂപത്തിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ പിന്നീട് കണ്ണു തുറക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും അവരുടെ ബോഡി കിട്ടിയതിന്റെ സന്തോഷവും ഹാപ്പിനെസ് ഒക്കെ അവരുടെ മുഖത്തും ഉണ്ടായിരുന്നു. എന്നാൽ ഇതേ നേരം തന്നെ ഇപ്പോൾ വെനസ്ഡേയുടെ സ്പിരിറ്റ് ഗൈഡ് ആയിട്ടുള്ള വീംസ് അവിടേക്ക് വന്നിട്ട് അവളെ മറ്റൊരു പ്രീമൊണിഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അതില് സാധാരണ അവൾ കണ്ടുകൊണ്ടിരുന്നത് പോലെ ഇനി എനിഡിന്റെ മരണമല്ല സംഭവിക്കാൻ പോകുന്നതെന്നും പകരം അവരുടെ ആദംസ് ഫാമിലിയിലുള്ള ആരോ ആണ് ഇനി മരിക്കാനായിട്ട് പോകുന്നതെന്നും ഉള്ള ഒരു പ്രീമൊണിഷൻ കൂടി അവൾക്ക് കിട്ടുന്നുണ്ട്. വെനസ്ഡേ ആദ്യം തന്നെ ഈ കാര്യങ്ങളൊക്കെ അവളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള എനിഡിന്റെയും അതുപോലെ ആഗ്നസിന്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്. ഇതേ നേരം അവളുടെ ഫാൻ ഗേൾ ആയിട്ടുള്ള ആഗ്നസ് ഇപ്പോൾ ഐസക്കിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ബുക്ക് വെനസ്ഡേക്ക് കൊടുക്കുമ്പോൾ ആ ഒരു ബുക്കും കൊണ്ട് അവളിപ്പോൾ നേരെ അവളുടെ പാരന്റ്സിനെ കാണാനായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവളുടെ അച്ഛനായിട്ടുള്ള ഗോമസിന്റെ പഴയൊരു ഫ്രണ്ടാണ് ഐസക് എന്ന് ആ ഒരു ബുക്കിലൂടെ താൻ അറിഞ്ഞെന്നും എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾ എന്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചെന്നും വെനസ്ഡേ ഇപ്പോൾ അവളുടെ പാരന്റ്സിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഐസക് അവരുടെ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ജീനിയസ് തന്നെയാണെന്നും അവൻ ഒരുപാട് ഇൻവെൻഷൻസ് നടത്തി ഈവൻ അവന്റെ സ്വന്തം ഹാർട്ട് പോലും ഒരു ക്ലോക്ക് വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്നും പക്ഷെ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ചാൽ അവന്റെ സിസ്റ്റർ ആയിട്ടുള്ള ഫ്രാങ്കോയിസ് എന്ന ടൈലറിന്റെ അമ്മയുടെ ഹൈഡ് ആവാനായിട്ടുള്ള എബിലിറ്റി ഒക്കെ എടുത്തു കളഞ്ഞിട്ട് അവൾക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാക്കി കൊടുക്കണം എന്നതായിരുന്നു. ഇപ്പൊ ഗോമസും മോർട്ടീഷ്യയും കൂടിയിട്ട് വെനസ്ഡേയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ആ നേരത്താണ് സാധാരണ ഔട്ട്കാസ്റ്റുകളുടെ എബിലിറ്റി കളഞ്ഞ് അവരെ നോർമൽ പീപ്പിൾ ആക്കാനായിട്ട് ഐസക് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇൻവെൻഷൻ അവന്റെ തന്നെ മെന്റർ കൂടിയായിട്ടുണ്ടായിരുന്ന സ്റ്റോൺ ഹേർട്ട് മിസ്യൂസ് ചെയ്തിട്ട് അവന്റെ ഇൻവെൻഷൻസ് ഒക്കെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും അങ്ങനെ അവിടെ ഒരു വലിയ സീൻ ഉണ്ടായിട്ട്
പിന്നീട് ഐസക്കിനെ പറ്റി യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ലെന്നും പക്സ്ലി അന്ന് ആ ഒരു സോംബിനെ പറഞ്ഞയച്ചപ്പോൾ അന്നാണ് അത് ഐസക് ആണെന്നുള്ള കാര്യം തനിക്ക് മനസ്സിലായതെന്നും ഇപ്പൊ ഗോമസ് വെനസ്ഡേനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊക്കെ കേൾക്കുന്ന വെനസ്ഡേ തന്റെ പ്രീമോണിഷൻ ഇപ്പൊ മാറിയിട്ടുണ്ടെന്നും ഇനി കൊല്ലപ്പെടാൻ പോകുന്നത് അവരുടെ തന്നെ ആദംസ് ഫാമിലിയിലുള്ള ആരോ ആണെന്നും അവരുടെ അടുത്ത് പറയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ എനിഡിനെ ഒരു മ്യൂസിക് ടീച്ചർ കൂടിയിട്ടായിട്ടുള്ള മിസ് കാപ്രി വിളിച്ചുകൊണ്ട് പോയിട്ട് അവളിപ്പോ നന്നായിട്ട് തന്നെ വഴക്ക് പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ വെനസ്ഡേയുടെയും എനിഡിന്റെയും ബോഡീസ് ഒക്കെ തമ്മിൽ സ്വാപ്പ് ചെയ്ത കാരണം കൊണ്ട് അവളെ നൈറ്റ് മുഴുവൻ പുറത്തായിരുന്നെന്നും പക്ഷെ ഇപ്പോഴുള്ള അവളുടെ ആ ഒരു കണ്ടീഷൻ വെച്ച് അത് വളരെ ഡേഞ്ചറസ് ആണെന്നും മിസ് കാപ്രി പറയുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിപ്പോ സാധാരണ ഒരു വേർവോൾഫ് അല്ലെന്നും ഇതിൽ തന്നെ ആൽഫ കാറ്റഗറിയിൽ പെടുന്ന ഒരു വേർവോൾഫ് ആയതുകൊണ്ട് അവര് വളരെയധികം ശ്രദ്ധിക്കണമെന്നും കാരണം 2 ദിവസത്തിനുള്ളിൽ ഫുൾ മൂൺ ആയതുകൊണ്ട് ഫുൾ മൂണിനിടയിൽ വെച്ചെങ്ങാനും അവൾ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ആൽഫകളുടെ പ്രത്യേകത അനുസരിച്ച് പിന്നീട് അവൾക്ക് ഒരിക്കലും ഒരു നോർമലായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് തിരികെ വരാനായിട്ട് പറ്റില്ലെന്നും അവൾ എന്നും അങ്ങനെ ഒരു ആൽഫ വേർവോൾഫായിട്ട് ജീവിക്കേണ്ടി വരുമെന്നും അങ്ങനെ എങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ ബാക്കി വേർവോൾഫുകൾ വന്ന് അവളെ കൊന്നുകളയാനും ചാൻസ് ഉണ്ടെന്നും കാപ്രി ഇപ്പോൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും ഒരു ആൽഫ ആകുന്നതിന്റെ പുറകിലുള്ള അപകടങ്ങളെ കുറിച്ചിട്ട് പിന്നീട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മിസ് കാപ്രി ഇപ്പോൾ അവളുടെ അടുത്ത് എസ്പെഷ്യലി രാത്രിയൊന്നും പിന്നെ പുറത്തേക്ക് ഇറങ്ങരുതെന്നും അവിടെ ലൂപ്പിൻ കേജ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം കേജിൽ അവളോട് അടച്ചിരിക്കാനും പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ടൈലറിന്റെ വീടിന്റെ ബേസ്മെന്റിലായിരുന്ന ഐസക്കിനും അവന്റെ സിസ്റ്ററിനും ടൈലറും കൂടിയിട്ട് ഇനി അവര് എന്ത് ചെയ്യുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഐസക് ആഗ്രഹിച്ചിരുന്ന പോലെ അവന്റെ സിസ്റ്ററിനെ ഹൈഡിന്റെ ആ ഒരു എബിലിറ്റി ഒക്കെ മാറ്റി തിരികെ നോർമലായിട്ട് കൊണ്ടുവരാനായിട്ട് അവന് മുമ്പിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ഓപ്ഷൻ സൈക്കാട്രിക് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന ആ ഒരു മെഷീൻ ആയിരുന്നെങ്കിൽ ഇപ്പൊ അത് ഡിസ്ട്രോയിഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കെ തന്നെ പെട്ടെന്ന് ടൈലറിന്റെ അമ്മയായ ഫ്രാങ്കോയിസിന് വയ്യാണ്ടായിട്ട് അവളുടെ മെഡിസിനും കൂടി തീർന്നു പോകുന്ന സമയത്ത് അവർ 3 പേരും കൂടിയിട്ട് ഇവിടെ അടുത്തുണ്ടായിരുന്ന ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് അവൾക്ക് വേണ്ട ഒരു ഇമീഡിയറ്റ് ആയിട്ട് ഒരു കെയർ കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് പോകുന്ന അതേ ടൈമിൽ തന്നെ വെനസ്ഡേ ഇപ്പോൾ ടിങ്ങിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇവരെവിടെയാണ് ഒളിച്ചു ജീവിക്കുന്നതെന്ന് അറിയാനായിട്ട് നേരെ ടൈലറിന്റെ ഒരു പഴയ വീട്ടിലേക്ക് വരികയും അവിടെ അടിച്ചു തുടച്ച് നോക്കുമ്പോൾ കുറച്ചു നേരം മുമ്പ് വരെ അവിടുത്തെ ബേസ്മെന്റിൽ അവർ 3 പേരും ഉണ്ടായിരുന്നതായിട്ടും മാത്രമല്ല ടൈലറിന്റെ അമ്മയുടെ ബ്ലഡ് ഒക്കെ പറ്റിയിരിക്കുന്ന ഒരു ടവലും കൂടി കിട്ടുമ്പോൾ ഈ ഹൈഡുകൾക്ക് സാധാരണ ഉണ്ടാകുന്ന പോലുള്ള ഒരു പ്രോബ്ലം അവൾക്കും ഉണ്ടെന്നും അതുകൊണ്ട് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഐസക് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം വെനസ്ഡേക്ക് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല അവൾക്ക് അവിടെ നിന്ന് യുണീക്ക് ആയിട്ടുള്ള ബട്ടർഫ്ലൈയും കിട്ടുമ്പോൾ അവൾ അതിനെ കൂട്ടിയിട്ട് പക്സ്ലിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള യൂജിനെ കാണാനായിട്ട് എത്തുന്നുണ്ട്. അതിനാകട്ടെ എനിമൽസിന്റെ കാര്യങ്ങളൊക്കെ നന്നായി തന്നെ പറയാൻ പറ്റുന്നുണ്ട്. ഈ ബട്ടർഫ്ലൈസിനെ കാണുമ്പോൾ അത് ഡെഡ് ബോഡീസിന് മീതെ ജീവിക്കുന്നവരാണെന്നും അതുകൊണ്ട് ഇത് ഐസക്കിന്റെ ബോഡിയിൽ നിന്ന് ഉണ്ടായി വന്നതാണെന്നും ഇവര് ഐസക്കിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകുമെന്നും യൂജീൻ പറയുമ്പോൾ അവന്റെ ആ ഒരു ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ബട്ടർഫ്ലൈസിനെ യൂസ് ചെയ്യാനായിട്ട് വെനസ്ഡേ തീരുമാനിച്ച് അവർ തങ്ങളെ പറത്തി കളയുന്നുണ്ട്. ഇങ്ങനെ ഇതിനൊക്കെ ശേഷം വെനസ്ഡേ അവളുടെ റൂമിലേക്ക് എത്തുമ്പോൾ അവിടെ അവൾ അവളുടെ മുത്തശ്ശീനെ കാണുന്നുണ്ട്. മുത്തശ്ശിയാകട്ടെ താനിപ്പോൾ അവളുടെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഡോർട്ടിനെ കാണാനായിട്ട് വന്നിരിക്കുന്നതാണെന്നും അവനാകട്ടെ എന്റെ പേരിൽ വലിയൊരു ഫൗണ്ടേഷൻ തന്നെ ഇവിടെ തുടങ്ങുമെന്നും പക്ഷെ അതിന് പകരമായിട്ട് ഞാൻ എന്റെ സ്വത്തുക്കളിൽ കുറച്ച് നെവർമോറിനായിട്ട് എഴുതി കൊടുക്കണമെന്നുമാണ് അവൻ പറഞ്ഞിരിക്കുന്നതെന്നും അതെന്തായാലും നടക്കാൻ പോണില്ലെന്നും പക്ഷെ അവൻ എത്രമാത്രമാണ് എനിക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതെന്ന് കാണാനാണ് താൻ ഇവിടെ എത്തിയിരിക്കുന്നതെന്നും അവളുടെ മുത്തശ്ശി ഇപ്പോൾ വെനസ്ഡേയുടെ അടുത്ത് പറഞ്ഞ് പിന്നീട് നേരെ ഡോർട്ടിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. പിന്നെ പിന്നീട് ഡോർട്ട് അവന്റെ മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ വെനസ്ഡേയുടെ മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുത്ത് മുത്തശ്ശിയാകട്ടെ ആ ഒരു ഫൗണ്ടേഷന്റെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ അത് ഇംപ്രസ്ഡ് ആകുന്നുണ്ടെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു തരി സ്വത്ത് പോലും ആർക്കും കൊടുക്കാനായിട്ട് താൻ റെഡി ആവില്ലെന്ന് അവളിപ്പോ ഡോർട്ടിന്റെ മുഖത്ത് തന്നെ നോക്കി പറയുമ്പോൾ ഡോർട്ട് ഇപ്പോൾ പുറത്തുനിന്ന് ബിയാങ്കേനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ബിയാങ്ക ആകട്ടെ ഒരു സൈറൺ ആയതുകൊണ്ട് അവളിപ്പോ നേരെ തന്നെ അവളുടെ കഴുത്തിൽ കിടന്ന ആ ഒരു നെക്ലേസ് ഒക്കെ മാറ്റി വെനസ്ഡേ മുത്തശ്ശിനെ നോക്കിയിട്ട് ഡോർട്ട് പറഞ്ഞത് അനുസരിക്കാനും അവളുടെ കോടിക്കണക്കിന് സ്വത്തുക്കൾ മുഴുവൻ തന്നെ നെവർമോറിനായിട്ട് ഡോർട്ടിന്റെ പേരിൽ എഴുതി വെക്കാനും ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ മറക്കാനും അവളുടെ അടുത്ത് ആവശ്യപ്പെടുമ്പോൾ ബിയാങ്കേനെ ഇങ്ങനെ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കഴിവ് കാരണം കൊണ്ട് മുത്തശ്ശി അതിൽ വീണു പോവുകയും കടന്ന് നടന്ന കാര്യങ്ങളൊക്കെ അവൾ മറക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ പ്രിൻസിപ്പൾ ആയിട്ട് നിൽക്കുന്ന ഡോർട്ട് അത്രയും നല്ല മനുഷ്യനൊന്നും അല്ലെന്നും ശരിക്കും പറഞ്ഞ അവനാകട്ടെ ഈ ബിയാങ്കയുടെ അമ്മേനെ തട്ടിക്കൊണ്ടുപോയിട്ട് അവളെ പിടിച്ചു വെച്ച് ആ ഒരു പേരും പറഞ്ഞ് ബിയാങ്കനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവളെ കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇതേ നേരം തന്നെ ടൈലറും അവന്റെ അങ്കളായ ഐസക്കും കൂടിയിട്ട് ഫ്രാങ്കോയോസിനെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ടൈലറിന്റെയും ബ്ലഡ് തന്നെ അവന്റെ അമ്മയ്ക്ക് കൊടുത്തിട്ട് അവളെ ഇപ്പൊ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ എന്നിട്ടിപ്പോ കേജിലിരുന്നുകൊണ്ട് അവളുടെ കണ്ടീഷനൊക്കെ വെനസ്ഡേയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നൈറ്റ് ഷെയ്ഡിലെ ഒരു മെമ്പർ കൂടിയിട്ടായിട്ടുള്ള അജാക്സ് ഇപ്പൊ അവിടേക്ക് വന്നിട്ട് ബിയാങ്കയ്ക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്നും ഡോർട്ട് ശരിക്കും നമ്മൾ വിചാരിച്ച പോലെ അല്ലെന്നും അവൻ ബിയാങ്കയുടെ അമ്മേനെ പിടിച്ചു വെച്ച് അവളെ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ അവൻ വെനസ്ഡേനെ അറിയിക്കുന്നുണ്ട്. തൊട്ടു പുറകെ തന്നെ വെനസ്ഡേനെ ഇപ്പൊ ഡോർട്ട് വിളിച്ചിട്ട് അവിടേക്ക് ചെല്ലുന്ന സമയത്ത് അവളുടെ ഫുൾ ഫാമിലി തന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോ ബിയാങ്കയുടെ ആ ഒരു സൈറൻ പവർ ഉപയോഗിച്ച് നേടിയെടുത്ത ഒരു കാര്യം ഇപ്പോ മുത്തശ്ശീനെ കൊണ്ട് തന്നെ അവൻ പറയിപ്പിക്കുന്നുണ്ട്. അതായത് തന്റെ ഈ കോടിക്കണക്കിന് സ്വത്തുക്കളൊക്കെ
കാര്യങ്ങളൊക്കെ ഇനി നെവർമോറിനുള്ളതാണെന്നും ഒരു ദിവസത്തിനകം ആ ഒരു ഫുൾ ക്രെഡിറ്റും പ്രിൻസിപ്പളായ ഡോട്ടിന്റെ മേതിലേക്ക് ഞാൻ എഴുതി വെക്കാൻ പോവാണെന്നും അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവരുടെ മുത്തശ്ശി ഇപ്പൊ അനൗൺസ് ചെയ്യുമ്പോൾ അത് കേട്ട് വെനസ്ഡേക്ക് വലിയ ഡൗട്ട് തന്നെ തോന്നുന്നുണ്ട്. കാരണം മുത്തശ്ശീനെ പോലെ ഒരാൾ ഒരു പൈസ പോലും അങ്ങനെ ഒരാൾക്ക് വെറുതെ കൊടുക്കാത്ത ഒരാളാണെന്നും പ്രിൻസിപ്പളിനെ കാണാൻ പോകും മുമ്പ് തന്നെ മുത്തശ്ശി തന്നെ കണ്ട് പറഞ്ഞതുപോലും തന്റെ സ്വത്തുക്കൾ ആർക്കും കൊടുക്കില്ല എന്നായിരുന്നെന്നും വെനസ്ഡേ ഇപ്പൊ ഓർത്തെടുക്കുന്നുണ്ട്. മാത്രമല്ല മുത്തശ്ശി ഇങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഡിസിഷൻ മാറ്റണമെങ്കിൽ അതിന് പുറകില് ബിയാങ്ക തന്നെ ആയിരിക്കും അവളുടെ പവേഴ്സ് വെച്ചിട്ട് മുത്തശ്ശിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടായിരിക്കും ആൾ അതിൽ വീണ് പോയെന്നും വെനസ്ഡേക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അവള് ഈ കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യാനായിട്ട് നേരെ ബിയാങ്കനെ ചെന്ന് കണ്ട് ആ ഒരു സ്വേർഡ് ഗെയിം കളിച്ച് അവളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ വെനസ്ഡേനെ ഈ ഒരു കാര്യത്തിൽ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി ബിയാങ്ക സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി അവരുടെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഡോർട്ട് മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു കൾട്ടിന്റെ ലീഡർ ആയിരുന്നെന്നും ആ ഒരു കൾട്ടില് ബിയാങ്കയുടെ അമ്മേനെ ബിയാങ്കയുടെ സ്റ്റെപ്പ് ഫാദർ കൊണ്ട് ചേർക്കുകയും അങ്ങനെ അതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ പുറത്തറിയാണെങ്കിൽ മോർണിംഗ് സ്റ്റാറിലുള്ള മെമ്പേഴ്സ് എല്ലാവരും പെട്ടുപോകുന്നു. ബിയാങ്കയുടെ അമ്മയും അതിൽ പെടുമെന്ന് മനസ്സിലാക്കി ഈ ഒരു അവസരം യൂസ് ചെയ്തിട്ട് ഡോർട്ട് ബിയാങ്കേനെയും അവളുടെ അമ്മേനെയും ഭീഷണിപ്പെടുത്തി അവന്റെ കാര്യങ്ങളൊക്കെ ഇത്രയും നാളും നടത്തിക്കൊണ്ട് പോവായിരുന്നു എന്നൊക്കെ ബിയാങ്കോ വെനസ്ഡേയുടെ അടുത്ത് തുറന്ന് പറയുന്നുണ്ടെങ്കിലും അടുത്ത സെക്കൻഡിൽ അവൾ അവളുടെ നെക്ലേസ് മാറ്റി അവളുടെ ആ ഒരു പവർ വെച്ച് വെനസ്ഡേയുടെ അടുത്ത് ഈ നടന്ന കാര്യങ്ങളൊക്കെ നീ മറക്കാനും ഒന്നും ആലോചിക്കരുതെന്നും പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സൈറന്റെ ആ ഒരു വാക്കുകളുണ്ട് വെനസ്ഡേ അപ്പൊ തന്നെ നടന്ന കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ടെങ്കിലും ഒരു കാര്യങ്ങൾ മുമ്പേ തന്നെ പ്രെഡിക്റ്റ് ചെയ്തത് കാരണം കൊണ്ട് വെനസ്ഡേ അവിടേക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള ആഗനസിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ബിയാങ്ക അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ആഗനസ് അവൾ മിസ് ചെയ്ത കാര്യങ്ങളൊക്കെ വെനസ്ഡേക്ക് ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെനസ്ഡേക്ക് ഇവിടെ ഡോട്ടിന്റെ തനി നിറം മനസ്സിലാക്കുന്ന സെയിം ടൈമിൽ ഐസക് ആകട്ടെ അവിടെ ഫ്രാങ്കോയോസിനെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് ഇനി അടുത്തതായിട്ട് അവർ നേരെ ആദംസ് ഫാമിലിയുടെ അടുത്തേക്ക് പോവാണെന്നും അവിടെ ചെറിയൊരു കണക്ക് അവന് തീർക്കാനുണ്ടെന്നും അവൻ പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ നെവർമോറിൽ ലാസ്റ്റ് ഗാലയുടെ ഒരു ടൈം വരുമ്പോൾ അവിടെ എല്ലാവരും നന്നായി തന്നെ ഡ്രസ് ചെയ്ത് ഗാലയ്ക്ക് റെഡി ആയിട്ട് എത്തുന്നുണ്ട്. കൂട്ടത്തിൽ വെനസ്ഡേ ഇപ്പൊ നേരെ തന്നെ ബിയാങ്കനെ ചെന്ന് കണ്ടിട്ട് കാര്യങ്ങളൊന്നും താൻ മറന്നിട്ടില്ലെന്നും നീ എന്നെ വിശ്വസിക്കണമെന്നും എങ്ങനെയെങ്കിലും നിന്റെ അമ്മേനെ ഞാൻ രക്ഷിക്കാമെന്നും അതുകൊണ്ട് ഇനിയും ഡോട്ടിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കരുതെന്നും അവളിപ്പോ പറയുന്നുണ്ട്. വെനസ്ഡേ ഇപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ബിയാങ്കയ്ക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. കാരണം അവളുടെ മുത്തശ്ശിയുടെ എൻ്റയർ സ്വത്തുക്കൾ പോലും അടിച്ചെടുക്കാനാണ് ഡോട്ട് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഡോട്ടിനെ തടയണമെന്ന ലക്ഷ്യത്തോടെ അവളിപ്പോ എന്തോ കാര്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളിപ്പോ എജാക്സിന്റെ അടുത്ത് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞ് എജാക്സ് എങ്ങനെയൊക്കെയോ ഡോർട്ടിന്റെ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ട് അവിടെ അവൻ പിടിച്ചുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരുന്ന ബിയാങ്കയുടെ അമ്മേനെ ഇപ്പോൾ അജാക്സ് പുറത്തേക്ക് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു ഗാലയ്ക്കിടയിൽ നമ്മുടെ എനിഡിന്റെയും ആഗനസിന്റെയും ഒരു അടിപൊളി ഡാൻസ് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പ്രോഗ്രാമിനിടയിൽ വെച്ച് ആഗനസ് ഇപ്പൊ അവളുടെ പവർ വെച്ച് ഇൻവിസിബിൾ ആയിട്ട് കുറച്ചു നേരം ഡാൻസ് കളിച്ച് പിന്നീട് പതിയെ അവള് ഡോട്ടിന്റെ അടുത്ത് വന്നിട്ട് ഡോട്ടിന്റെ മേത്ത് അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ലോക്കറ്റ് ഇപ്പോൾ ആഗനസ് ബുദ്ധിപൂർവ്വം തന്നെ അടിച്ചു മാറ്റി അത് നേരെ ഇപ്പൊ വെനസ്ഡേയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു ലോക്കറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈറൻസിന്റെ പവേഴ്സിനൊക്കെ തടയാൻ ശക്തിയുള്ള ഒരു ലോക്കറ്റ് ആയതുകൊണ്ട് അത് ഉള്ളത് കൊണ്ടാണ് ബിയാങ്കയ്ക്ക് ഇപ്പൊ അവളുടെ പവേഴ്സ് പ്രിൻസിപ്പളായ ഡോട്ടിന്റെ മേത്ത് ഉപയോഗിക്കാൻ സാധിക്കാഞ്ഞത്. പക്ഷെ ഇപ്പൊ വെനസ്ഡേയുടെ പ്ലാൻ അനുസരിച്ച് ഇനി ബിയാങ്ക എന്ത് പറഞ്ഞാലും ഡോട്ടിന് അതനുസരിച്ചേ വഴിയുണ്ടാവും. അങ്ങനെ ഇപ്പൊ ആ ഒരു ഡാൻസ് പെർഫോമൻസ് കഴിയുമ്പോൾ ബിയാങ്ക ഇന്നത്തെ ഗസ്റ്റുകളായിട്ടുള്ള വെനസ്ഡേയുടെ മുത്തശ്ശീനെയും അവളുടെ അമ്മയായ മോർട്ടീഷ്യനെയും ഒപ്പം തന്നെ പ്രിൻസിപ്പളെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ ഡോട്ടിന്റെ അടുത്ത് അവളുടെ പവേഴ്സ് ഉപയോഗിച്ച് ഇത്രയും നാളും നല്ല പിള്ള കളിച്ചത് മതിയെന്നും അതുകൊണ്ട് സത്യങ്ങളൊക്കെ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പറയാനും നിന്റെ അമ്മയെ ബ്ലാക്ക്മെയിൽ ചെയ്തതൊക്കെ പറയാൻ ആവശ്യപ്പെടുമ്പോൾ ആ ഒരു ലോക്കറ്റ് കയ്യിൽ നിന്ന് മനസ്സിലാക്കി ഡോട്ടിന് ഇപ്പൊ സത്യം പറയേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവൻ ബിയാങ്കയുടെ അമ്മേനെ തടവിൽ വെച്ചതും ബിയാങ്കനെ യൂസ് ചെയ്തുകൊണ്ട് വെനസ്ഡേയുടെ മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചതൊക്കെ ഇപ്പോ ഡോട്ട് തന്നെ ബിയാങ്കയുടെ പവറിൽ നിന്നുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴാണ് അവന് ബോധോദയം ഉണ്ടായിട്ട് അവനിപ്പോ നേരെ ബിയാങ്കനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ബാക്കിൽ നിന്ന് വരുന്ന അജാക്സ് അവന്റെ ക്യാപ്പ് മാറ്റുമ്പോൾ അജാക്സിന്റെ ആ ഒരു പവർ വെച്ചിട്ട് അവനിപ്പോ ഡോട്ടിനെ ഒരു സ്റ്റാച്യു കണക്കിന് മാറ്റുന്നുണ്ട്. ഇതേ നേരം തന്നെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു ലൈറ്റ് ഇപ്പോ നേരെ ആ ഒരു സ്റ്റാച്യുവിന് മീതേക്ക് വീണിട്ട് ഓൺ ദി സ്പോട്ട് തന്നെ ഡോർട്ട് ഇപ്പോ ഇല്ലാതായി പോകുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാണ്ട് കാട്ടില് ഒറ്റയ്ക്കിരിക്കുന്ന പക്സിയുടെ അടുത്തേക്ക് ഇപ്പോ ആ ഒരു സോംബി ആയിട്ടുള്ള ഐസക് വന്നിട്ട് അവന്റെ അടുത്ത് സോറിയും പറഞ്ഞ് അവനിപ്പോ നേരെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ നെവർമോറിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞെങ്കിലും പക്സ്ലി ഇപ്പൊ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് വെനസ്ഡേയും ആനിമൽസിനെ പറ്റിയിട്ടൊക്കെ അറിവുള്ള പക്സ്ലിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള യൂജിനും കൂടിയിട്ട് അവനെ തേടി വരുമ്പോൾ ഒരു കാട്ടില് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബട്ടർഫ്ലൈനെ കാണുമ്പോൾ ഐസക് അവിടെ എത്തിയിട്ടുണ്ടെന്നും അവൻ തന്നെയാണ് പക്സ്ലിയെ പിടിച്ചുകൊണ്ട് പോയെന്നും വെനസ്ഡേക്ക് മനസ്സിലാകുന്നുണ്ട്. ആ നാട്ടിലെ പോലീസുകാരാകട്ടെ എത്രയൊക്കെ പക്സ്ലിനെ അന്വേഷിച്ചിട്ടും അവനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ വെനസ്ഡേയും അവളുടെ സ്പിരിറ്റ് ഗൈഡ് ആയിട്ടുള്ള വീൻസും മോർട്ടീഷ്യയും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ ഇത് നമ്മൾ അങ്ങേ ഡെസ്പറേറ്റ് ആയിട്ടുള്ള സമയമാണെന്നും
ഇപ്പോൾ ഇങ്ങനെ പിണങ്ങിയിരുന്നിട്ട് കാര്യമില്ലെന്നും വെനസ്ഡേക്കാകട്ടെ അവളുടെ സൈക്കിക് ആയിട്ടുള്ള പവർ മുഴുവനായിട്ട് തിരികെ കിട്ടാത്ത കാരണം മോർട്ടീഷ്യയും അവളുടെ മുത്തശ്ശിയും വെനസ്ഡേയും കൂടി ഒരുമിച്ച് ഇരുന്ന് എന്തെങ്കിലും ചെയ്താലേ അവർക്ക് അവരുടെ ഫാമിലിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നും വീംസ് ഇപ്പോൾ പറയുമ്പോൾ തന്റെ അമ്മയായിട്ട് അങ്ങോട്ടേക്ക് പോയി സംസാരിക്കാനായിട്ട് മോർട്ടീഷ്യയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലെങ്കിലും തന്റെ മകന് വേണ്ടി ഏതൊരു അറ്റം വരെയും പോവാനായിട്ട് തയ്യാറായിട്ട് മോർട്ടീഷ്യ ഇപ്പോൾ നേരിട്ട് അവളുടെ അമ്മേനെ ചെന്ന് കണ്ടിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് മോർട്ടീഷ്യയും വെനസ്ഡേയും അവളുടെ മുത്തശ്ശിയും കൂടി ഒരുമിച്ചിരുന്ന് അവരുടെ പവേഴ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് പക്സ്ലിനെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നതിന്റെ ഇടയിൽ അവരുടെ രണ്ടുപേരുടെയും പവേഴ്സ് വരുമ്പോൾ വെനസ്ഡേക്ക് ഇപ്പോൾ ഒരു വിഷൻ കിട്ടുന്നുണ്ട്. അതില് അവളുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യയും ഗോമസും കൂടിയിട്ട് ഐസക്കിനെ ആ ഒരു സ്കൾട്രിയുടെ താഴെ കുഴിച്ചിടുന്നതാണ് അവള് കാണുന്നത്. അങ്ങനെ ഇത് കണ്ടിട്ട് തന്റെ പാരന്റ്സ് തന്നോട് ഇത്രയും നാളും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടെന്നും ഐസക്കിനും തന്റെ പാരന്റ്സിനും ഇടയിൽ എന്തോ നടന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് ഐസക്ക് അവരുടെ ഫാമിലിയെ ടാർഗറ്റ് ചെയ്ത് വരുന്നതെന്നും മനസ്സിലാക്കി വെനസ്ഡേ അന്ന് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് മോർട്ടീഷ്യയുടെ അടുത്ത് ചോദിക്കുമ്പോഴാണ് ശരിക്കും പണ്ട് മുതലേ ജീനിയസ് ആയിട്ട് ഒരുപാട് ഇൻവെൻഷൻസ് ഒക്കെ നടത്തി വന്ന ഐസക്കിനാകട്ടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ സ്വന്തം സിസ്റ്റർ ആയിട്ടുള്ള ഫ്രാങ്കോയിസിന് ഈ ഹൈഡൊക്കെ ആവാനായിട്ടുള്ള എബിലിറ്റി ഒക്കെ ഒട്ടും തന്നെ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾക്കൊരു നോർമൽ ആയിട്ടുള്ള വിമൺ ആയിട്ട് ജീവിക്കാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടും അവളുടെ ആ ഒരു ഹൈഡ് ആവാനായിട്ടുള്ള പവേഴ്സ് ഒക്കെ എടുത്തു മാറ്റി അവൾക്കൊരു നോർമൽ ലൈഫ് കൊടുക്കുക എന്നതായിരുന്നു. അങ്ങനെ ഇതിനു വേണ്ടി അവനൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് മെഷീൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് വളരെ വലിയ ഹൈ പവർ തന്നെ വേണ്ടിയിരുന്ന കാരണം കൊണ്ട് അവനിപ്പോ അവന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടും റൂംമേറ്റുമായിട്ടുള്ള വെനസ്ഡേയുടെ അച്ഛനായിട്ടുള്ള ഗോമസിനെ സമീപിക്കുന്നുണ്ട്. കാരണം ഗോമസിനാകട്ടെ പക്സ്ലിയുടെ പോലെ ഇലക്ട്രിഫൈങ് ആയിട്ടുള്ള ഒരു പവർ ഉള്ളത് കാരണം കൊണ്ട് ആ പവർ ഉപയോഗിച്ച് അവന്റെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാനായിരുന്നു ഐസക്കിന്റെ പ്ലാൻ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അവൻ നടത്തുമ്പോൾ അത് ഗോമസിന് വളരെ ദോഷമാണെന്നും ഗോമസ് മരിച്ചു പോകുമെന്നും ഐസക്കിന് ഉറപ്പുണ്ടായിരുന്നിട്ട് പോലും തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് കൂടി ഓർക്കാണ്ട് തന്റെ സ്വന്തം സിസ്റ്ററിന് വേണ്ടിയിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ മനഃപൂർവ്വം തന്നെ ഗോമസിനെ സാക്രിഫൈസ് ചെയ്യാണ്. അങ്ങനെ അവൻ ഗോമസിനെ ഉപയോഗിച്ച് ആ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇവിടേക്ക് മോർട്ടീഷ്യ വരികയും അവനിങ്ങനെ തന്റെ ലവറിനെ കൊല്ലാൻ നിൽക്കുന്നതും കണ്ട് ദേഷ്യം വന്നിട്ട് മോർട്ടീഷ്യ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതിലൂടെ ഒരു മെഷീന്റെ വർക്കിംഗ് നശിച്ചു പോവുകയും അങ്ങനെ കഷ്ടിച്ച് ഗോമസ് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ഇൻസിഡന്റിന്റെ റിസൾട്ടായിട്ട് ഗോമസിന് അവന്റെ പവർ തന്നെ പിന്നീട് ഇല്ലാതായി പോകുന്നുണ്ട്. പക്ഷെ അത്രയും വലിയൊരു പവർ ഫെയിലിയർ വന്നതുകൊണ്ട് തന്നെ ഐസക്ക് ഓൺ ദ സ്പോട്ട് തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് തങ്ങളുടെ മേത്തേക്ക് ഒരു കൊലപാതക കുറ്റം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗോമസ് മോർട്ടീഷ്യയും ചെന്നിട്ട് അവനെ ആ ഒരു സ്കൾട്രിയുടെ താഴെ കുഴിച്ചിട്ടതെന്നും പിന്നീട് പക്സ്ലി അവന്റെ ഇലക്ട്രിഫൈങ് പവർ വെച്ച് തന്നെ ആ ഒരു സോംബിയായി മാറിയ ഐസക്കിനെ തിരിച്ചു കൊണ്ടുവരായിരുന്നതും ഇപ്പോ മോർട്ടീഷ്യ പറയുന്നുണ്ട്. അങ്ങനെ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി വെനസ്ഡേ ഇപ്പം നേരെ അവളുടെ അനിയനെ രക്ഷിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇതേ നേരം പക്സ്ലി ആകട്ടെ ഐസക്കും ടൈലറും അവന്റെ അമ്മയും ചേർന്ന് പഴയൊരു വീട്ടില് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതേ നേരം ഐസക്ക് പക്സ്ലിയുടെ അടുത്ത് നീ എന്നെ വെറും ഒരു പെറ്റായിട്ട് കൺസിഡർ ചെയ്ത് പട്ടിയെ പോലെ എന്റെ മേത്ത് ചങ്ങലയൊക്കെ ഇട്ട് വലിച്ചുകൊണ്ട് വന്നത് അത്രയും സുഖമുള്ള ഒരു കാര്യമല്ലെന്നൊക്കെ പറഞ്ഞ് ഐസക്ക് ഇപ്പോൾ പക്സ്ലിനെയും അതേ അവസ്ഥയിൽ നിർത്തുന്നുണ്ട്. മാത്രമല്ല പിന്നീട് അവൻ ഫ്രാങ്കോയിസിനെ ചെന്ന് കണ്ടിട്ട് 30 വർഷമായിട്ട് താൻ കാത്തിരിക്കുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണെന്നും അതുകൊണ്ട് നിനക്ക് തന്ന പ്രോമിസ് ഞാൻ എന്ത് വില കൊടുത്തും നടത്തുമെന്നും ഐസക്ക് ഇപ്പോൾ അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവൻ നെവർമോറിലേക്ക് എത്തിയിട്ട് പക്സ്ലിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള യൂജീനെ കണ്ട് എന്തോ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് യൂജീൻ എന്തോ ഒരു പൊതിയും കൊണ്ട് നേരെ വെനസ്ഡേയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഐസക്ക് ഇവിടെ ഉണ്ടായിരുന്നെന്നും ഇത് നിനക്ക് തരാൻ പറഞ്ഞെന്നും പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ ആ ഒരു പൊതി കൊടുത്ത് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. വെനസ്ഡേ ആകട്ടെ ഇപ്പൊ അത് തുറന്നു നോക്കുമ്പോൾ അത് ഒരു ഫിഗറീൻ ആണെന്നും അതിന്റെ അടിയിലായിട്ട് മിഡ് നൈറ്റ് എന്ന് എഴുതിയിരിക്കുന്ന കാണുമ്പോൾ വെനസ്ഡേക്ക് എന്തോ കാര്യം മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രിയാവുമ്പോൾ വെനസ്ഡേ തിങ്ങിനെയും കൂട്ടിയിട്ട് നേരെ ആ ഒരു സ്കൾട്രിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മാത്രമല്ല അവള് പതികമാരും കാണാത്ത ഒരു ആംഗിളില് ഒരു തോക്ക് വെച്ചിട്ട് തിങ്ങിനെ അവിടെ നിർത്തിയിട്ട് നല്ലൊരു ഷോട്ട് കിട്ടുമ്പോൾ അപ്പൊ തന്നെ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലണമെന്ന് തിങ്ങിനോട് പറഞ്ഞിട്ട് വെനസ്ഡേ ഇപ്പോൾ പക്സ്ലിനെയും പിടിച്ചോണ്ട് അവിടേക്ക് വരുന്ന ഐസക്കിന്റെ അടുത്തേക്ക് പതിയെ നടന്ന് നീങ്ങുന്നുണ്ട്. അങ്ങനെ തിങ്ങിപ്പോ അവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ട പെർഫെക്റ്റ് ടൈം നോക്കിക്കൊണ്ടിരിക്കെ തന്നെ വെനസ്ഡേ ഐസക്കിന്റെ അടുത്ത് നീ എന്റെ പാരന്റ്സിനോട് ചെയ്തത് എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞ് അവന്റെ ശ്രദ്ധ മാറ്റുന്നുണ്ടെങ്കിലും ഇതെല്ലാം നേരത്തെ കൂട്ടി ഇന്തിച്ചു വെച്ചതുകൊണ്ട് തിങ് ഒരു പെർഫെക്റ്റ് ടൈമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഡീന് വളരെ വിദഗ്ധമായിട്ട് തന്നെ ഐസക്ക് രക്ഷപ്പെടുന്നുണ്ട്. മാത്രമല്ല അവനിപ്പോ വെനസ്ഡേയുടെ അടുത്ത് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിന്റെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഐസക്ക് ഇപ്പൊ നേരെ ടൈലറിനെ വിട്ടിട്ട് അവനെയും ഷൂട്ട് ചെയ്യാനായിട്ടിരുന്ന തിങ്ങിനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. പിന്നീട് അവൻ വെനസ്ഡേയുടെ അടുത്ത് ശരിക്കും ഈ തിങ് നിന്റെ അല്ലെന്നും അത് എന്റെ ആണെന്നും പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഐസക്ക് ആ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത് മോർട്ടീഷ്യ അവളുടെ ലവറായിട്ടുള്ള ഗോമസിനെ രക്ഷിക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഐസക്കിന്റെ റൈറ്റ് ഹാൻഡിനെ വെട്ടുകയും അങ്ങനെ
അങ്ങനെ അത് സ്പ്ലിറ്റ് ആയി പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് നടന്ന എക്സ്പ്ലോഷനിൽ ഐസക് മരിച്ചു പോയെങ്കിലും ശരിക്കും ഐസക്കിന്റെ ഒരു റൈറ്റ് ഹാൻഡ് അവനെ പറ്റിയുള്ള യാതൊരു ഓർമ്മകളിലും ഇല്ലാതെ ആകെ ഒറ്റപ്പെടുമ്പോഴാണ് ഗോമസും മോർട്ടീഷ്യയും കൂടിയിട്ട് അവനെ സ്വന്തം ഫാമിലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ശരിക്കും ആ ഒരു റൈറ്റ് ഹാൻഡ് തന്നെ തന്നെയാണെന്നും അതില്ലാണ്ട് എന്റെ പവേഴ്സ് ഒന്നും കംപ്ലീറ്റ് ആവില്ലെന്ന് പറഞ്ഞ് അവനിപ്പോ തിങ്ങിനെ എടുത്തിട്ട് നേരെ അവന്റെ മേത്ത് തന്നെ വെച്ചിട്ട് തുന്നി ചേർക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ തിങ്ങ് അവന്റെ ബോഡിയിലും കൂടി ചേരുമ്പോൾ അവന്റെ പവേഴ്സ് ഒക്കെ വളരെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഐസക് അവന്റെ പവേഴ്സ് എടുത്തിട്ട് വെനസ്ഡേനെ അവനെ മോർട്ടീഷ്യയും ഗോമസും പണ്ട് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്ന അതേ കുഴിയിൽ ഇപ്പൊ വെനസ്ഡേനെ അവന്റെ പവേഴ്സ് ഉപയോഗിച്ചിട്ടിട്ട് ഒരു മരത്തിന്റെ റൂട്ട്സിനെ ഒക്കെ അവന്റെ പവേഴ്സ് വെച്ച് ആക്ടിവേറ്റ് ചെയ്ത് വെനസ്ഡേനെ അതിന്റെ അകത്തേക്ക് പിടിച്ചിട്ട് മണ്ണൊക്കെ മൂടി അവളെ ജീവനോടെ തന്നെ അതിന്റെ അകത്ത് കുഴിച്ച് ഇടുന്നുണ്ട്. അങ്ങനെ ഇപ്പോ അവളുടെ കഥ കഴിഞ്ഞെന്ന വിശ്വാസത്തില് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും വെനസ്ഡേക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പേടിച്ചിട്ട് അവളെ പോലും അറിയിക്കാണ്ട് ആഗ്നസ് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോ തനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും വെനസ്ഡേനെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി അവളിപ്പോ നേരെ തന്നെ കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്ന എനിഡിന്റെ അടുത്ത് പോയിട്ട് അവളുടെ ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഇന്ന് ഫുൾ മൂൺ ആണെന്നും ഇന്ന് താൻ ട്രാൻസ്ഫോം ചെയ്യുകയാണെങ്കിൽ ഇനി ഒരിക്കലും തനിക്ക് തന്റെ റിയൽ ആയിട്ടുള്ള പോലെ വരാനായിട്ട് പറ്റില്ലെന്നും നന്നായി തന്നെ അറിയാമായിരുന്നിട്ടും വെനസ്ഡേനെ രക്ഷിക്കാൻ വേണ്ടി എന്നിട്ടിപ്പം നേരെ തന്നെ ആ ഒരു സ്കൾട്ടറിയുടെ അടുത്തേക്ക് വന്നിട്ട് അവര് അവളുടെ മനുഷ്യ ഫോമിലിരുന്ന് ഒരു മണ്ണ് മാന്തി കഴിഞ്ഞാൽ തന്നെ സമയം ഒരുപാട് എടുക്കുമെന്നും വെനസ്ഡേക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാന്നുള്ളതുകൊണ്ട് അവളിപ്പോ അവളുടെ ഫ്യൂച്ചർ പോലും നോക്കാതെ നേരെ ഒരു വെർവോൾഫ് ആയിട്ട് മാറുകയും അങ്ങനെ ആ ഒരു പവർ വെച്ച് ആ മണ്ണും റൂട്ട്സ് ഒക്കെ മാന്തി വെനസ്ഡേനെ ഇപ്പൊ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ വെനസ്ഡേ കണ്ണ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ഫുൾ മൂണിന്റെ അന്ന് ട്രാൻസ്ഫോം ചെയ്ത് നിൽക്കുന്ന എനിഡിനെ കാണുമ്പോൾ നീ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആഗ്നസ് വെനസ്ഡേനെ രക്ഷിക്കാനായിട്ട് വേറെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നെന്ന് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇനി ഒരിക്കലും തനിക്ക് തന്റെ തിരിച്ചുള്ള ഒരു ഹ്യൂമൻ ഫോമിലേക്ക് മടങ്ങി വരാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി എന്നിട്ടിപ്പോ അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ അവളെ ആശ്വസിപ്പിക്കാനായിട്ട് വെനസ്ഡേ ഇപ്പോൾ ആഗ്നസിനെ വിടുന്നുണ്ട്. സെയിം ടൈമിൽ തന്നെ വെനസ്ഡേയുടെ അമ്മയും അച്ഛനും സ്പിരിറ്റ് ഗൈഡ് ഒക്കെ അവളുടെ അടുത്തേക്ക് എത്തിയിട്ട് അവരെല്ലാവരും കൂടി ഇപ്പൊ പക്സ്ലീനെ രക്ഷിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. ഇതേ നേരം ഐസക് ആകട്ടെ ടൈലറിനെയും അവന്റെ അമ്മയും കൂട്ടിയിട്ട് ഒരു ടവറിന്റെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ അവന്റെ എക്സ്പെരിമെന്റ് നടത്താനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ മോർട്ടീഷ്യയും വെനസ്ഡേയും ഗോമസും കൂടിയിട്ട് അതേ ടവറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ടൈലർ ആകട്ടെ പക്സ്ലീനെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് വന്ന് അവനൊരു ചെയറിൽ ഇലക്ട്രിഫൈ ചെയ്യാനായിട്ട് സെറ്റ് ചെയ്ത് ഇരുത്തുന്ന നേരത്ത് ഫ്രാങ്കോയിസ് ഇപ്പോൾ ഐസക്കിന്റെ അടുത്ത് ചെന്നിട്ട് ഇപ്പോഴാണ് നമ്മുടെ ടൈം എന്നും നീ എന്നോട് പ്രോമിസ് ചെയ്ത പോലെ നിന്റെ പ്രോമിസ് നടത്താനും അവന്റെ അടുത്ത് ആവശ്യപ്പെട്ട് നേരെ ടൈലറിനെ നോക്കുന്നുണ്ട്. ഇതേ നേരം ഐസക് ആകട്ടെ അവന്റെ പവേഴ്സ് വെച്ചിട്ട് ഇപ്പോൾ ഫ്രാങ്കോയിസിനെ പകരം നീലെ ടൈലറിനെ തന്നെ പിടിച്ചിട്ട് അവിടുത്തെ ബെഡിൽ പിടിച്ച് ബലമായിട്ട് തന്നെ അവനെ ലോക്ക് ചെയ്ത് കിടത്താണ്. ഇത് കണ്ട് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ടൈലർ അവന്റെ അമ്മയുടെ അടുത്ത് എന്നെ എന്തിനാണ് പിടിച്ചു വെച്ചിരിക്കുന്നതെന്നും അമ്മയ്ക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് ആയിട്ടല്ലേ നമ്മൾ ഇവിടേക്ക് വന്നതെന്നും ചോദിക്കുമ്പോൾ എന്തായാലും തനിക്ക് ഇത്രയും ഏജ് ആയെന്നും താൻ ഇനി സർവൈവ് ചെയ്യാൻ പോണില്ലെന്നും പക്ഷെ ഈ ഒരു കോഴ്സും വെച്ച് നീ ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ ആ ഒരു ഹൈഡ് പവർ റിമൂവ് ചെയ്യാനായിട്ടാണ് പോകുന്നതെന്ന് ഫ്രാങ്കോയിസ് ഇപ്പൊ പറയുമ്പോൾ അത് തന്റെ വലിയ പവർ ആണെന്നും അതൊരിക്കലും എടുത്ത് കളയരുതെന്നും പറഞ്ഞ് ടൈലർ ഇപ്പോ ചൂടാവുന്നുണ്ടെങ്കിലും ഫ്രാങ്കോയിസ് ഇപ്പൊ അവനെ അടക്കി നിർത്തുന്നുണ്ട്. മാത്രമല്ല അവളിപ്പോ അവിടെയായിട്ട് മോർട്ടീഷ്യയുടെ ഒരു ഷാഡോ കാണുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും പക്സ്ലിയെ രക്ഷിക്കാനായിട്ട് അവന്റെ ഫാമിലി എത്തിയ കാര്യവും അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതേ നേരം വെനസ്ഡേ ആകട്ടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റെയർ കേസിൽ കൂടെ ആരും കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോ ഐസക് അവന്റെ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്തിട്ട് അവിടേക്ക് വന്ന മോർട്ടീഷ്യയുടെ പുറകിൽ പോകുമ്പോൾ വെനസ്ഡേ മറ്റൊരു സൈഡിൽ കൂടെ ആരും കയറാണ്ട് കയറിയിട്ട് നേരെ തന്നെ ടൈലറിന്റെ അടുത്തേക്ക് പോയിട്ട് ടൈലർ ആകട്ടെ ഈ സമയം അവനെ കൊന്നുകളയാനായിട്ട് അവളുടെ അടുത്ത് ആവശ്യപ്പെടുമ്പോഴും അവളാകട്ടെ അവനെ കൊല്ലാണ്ട് അവന്റെ ഒരു കെട്ടയച്ച് അവനെ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവൻ പിന്നീട് ഒരു ഹൈഡായിട്ട് മാറിയിട്ട് നേരെ ഐസക്കിന്റെ അടുത്ത് പോകുമ്പോൾ ആ ഗ്യാപ്പിന് വെനസ്ഡേ ഇപ്പൊ നേരെ അവളുടെ അനിയനായ പക്സ്ലിയെ ചെന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇതേ നേരം തന്റെ പവേഴ്സ് തന്നിൽ നിന്ന് തട്ടിയെടുക്കാനായിട്ട് നോക്കിയ ഐസക്കിനെ ഹൈഡായി മാറിയ ടൈലർ ഇപ്പോ എടുത്ത് എറിയുന്നുണ്ട്. പോരാത്തതിന് അവനിപ്പോ ഫീലിംഗ്സ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് സ്വന്തം അമ്മയായിട്ടുള്ള ഫ്രാങ്കോയിസിനെയും എടുത്തെറിയുമ്പോൾ പിന്നീട് അവിടെ നടക്കുന്നത് രണ്ട് ഹൈഡുകളുടെ ഇടയിലുള്ള ഒരു വലിയ ഫൈറ്റ് തന്നെയായിരുന്നു. അങ്ങനെ അവരെ രണ്ടുപേരും കൂടി അവിടെ അടികൂടുന്ന നേരം വെനസ്ഡേ ഇപ്പോൾ ഒരു ആക്സ് എടുത്തിട്ട് ഐസക്കിന്റെ ആ ഒരു മെഷീനൊക്കെ തകർത്ത് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോഴേക്കും അവിടെ നടന്ന് ഒരു സ്പാർക്ക് കാരണം കൊണ്ട് അവിടെ ഒരു ചെറിയ എക്സ്പ്ലോഷൻ തന്നെ ഉണ്ടായി പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ രണ്ട് ഹൈഡുകളും തമ്മിൽ തല്ലുകൂടി ലാസ്റ്റ് അതിന്റെ ഇടയിൽ വെച്ചിട്ട് ടൈലറിന്റെ അമ്മയായിട്ടുള്ള ഫ്രാങ്കോയിസ് സ്ലിപ്പായിട്ട് താഴേക്ക് വീഴാൻ നിൽക്കുന്ന നേരം ടൈലറിന് അവന്റെ ഉള്ളിലുള്ള ആ ഒരു മകന്റെ ഫീലിങ്സ് വന്നിട്ട് അവൻ ഫ്രാങ്കോയിസിനെ രക്ഷിക്കാനായിട്ട് കൈയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവളിപ്പോ അവളുടെ വിധി ആക്സെപ്റ്റ് ചെയ്തിട്ട് നേരെ ഒരു പിടിവെട്ട് താഴേക്ക് വീണ് സ്വയം എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാഴ്ച വളരെ നിസ്സഹായത്തോടു കൂടി നോക്കി നിൽക്കുന്ന ടൈലറിനെയും നമ്മളെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ ആ ഒരു എക്സ്പ്ലോഷനൊക്കെ കഴിഞ്ഞ്
ബോധമൊക്കെ തിരിച്ചു കിട്ടുന്ന ഐസക് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വെനസ്ഡേനെ നേരെ അവന്റെ പവേഴ്സ് വെച്ച് കൈകൊണ്ട് പിടിക്കുകയും തനിക്ക് ഈ ഒരു ലോകത്ത് ആർക്കുകൂടി ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടായിരുന്നത് അവന്റെ സിസ്റ്ററിന്റെ അടുത്തായിരുന്നെന്നും അവള് മരിക്കാൻ കാരണമുള്ള ഒരേ ഒരു കാരണക്കാരി അത് വെനസ്ഡേ തന്നെയാണെന്നും അതുകൊണ്ട് അവളെ ഞാൻ ഇല്ലാണ്ടാക്കുമെന്ന് പറഞ്ഞ് അവനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നതിന്റെ ഇടയിൽ മോർട്ടീഷ്യ ആകട്ടെ ഇപ്പൊ തിങ്ങിനെ വിളിച്ചിട്ട് കാര്യം നീ ഐസക്കിന്റെ ഉള്ളിലാണെങ്കിലും തിങ് ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടെന്നും ഞങ്ങളെല്ലാവരും നിന്റെ ഫാമിലി മെമ്പേഴ്സ് ആണെന്നും കൂടി പറയുമ്പോൾ ഐസക്കിന്റെ ബോഡിയിലിരിക്കുന്ന തിങ് അപ്പോൾ പെട്ടെന്ന് ആക്ടിവേറ്റ് ആയിട്ട് അവനിപ്പോ നേരെ അവന്റെ ഓണർ ആയിട്ടുള്ള ഐസക്കിന് എണ്ണിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് തിങ്ങും ഐസക്കും തമ്മിലുള്ള വലിയൊരു ഫൈറ്റ് തന്നെയായിരുന്നു. കാരണം ഐസക്കിന്റെ എല്ലാ പവർ ഇരിക്കുന്നത് റൈറ്റ് ഹാൻഡിലായിരുന്നെങ്കിലും തിങ് ഇപ്പോൾ അവനെ തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാരണം കൊണ്ട് അവൻ ഈ പവേഴ്സ് ഒന്നും വേണ്ടത്ര രീതിയിൽ യൂസ് ചെയ്യാനൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പൊ തിങ് അവൻ അടിച്ചടിച്ച് അവൻ വീക്കായി പോകുന്ന ഒരു ടൈമില് അവന്റെ ചെസ്റ്റില് അവൻ റിയൽ ആയിട്ടുള്ള ഹാർട്ടിനെ റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്ലോക്ക് ഇപ്പോൾ തിങ് വളരെ കഷ്ടപ്പെട്ട് തന്നെ അവന്റെ പവറൊക്കെ വെച്ച് എടുത്ത് മാറ്റുന്നുണ്ട്. സോ അങ്ങനെ ആ ഒരു ക്ലോക്ക് മാറ്റുന്നതിന്റെ പുറകിലായിട്ട് തന്നെ ഐസക്കും ഇപ്പൊ അവിടെ മരിച്ച് വീഴുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ തിങ് ഐസക്കിനെ കൊന്നതിന് ശേഷം വീണ്ടും അവന്റെ ഫാമിലി ആയിട്ടുള്ള ആദംസ് ഫാമിലിയിലേക്ക് റീജോയിൻ ചെയ്യുകയും അവനെല്ലാരും കൂടി നല്ല രീതിയിൽ തന്നെ വെൽക്കം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ പിറ്റേ ദിവസം വെനസ്ഡേ തിങ്ങിന്റെ അടുത്ത് സംസാരിച്ച് അവനെ ഓക്കെ ആക്കുന്നതിന്റെ ഇടയിൽ അവിടേക്ക് ആഗ്നസ് കയറി വന്നിട്ട് എന്നിട്ടിപ്പോ നോർത്ത് ആയിട്ടുള്ള ഡയറക്ഷനിൽ എങ്ങോട്ടും നീക്കൊണ്ടിരിക്കുകയാണെന്നും അവളെ ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഇതേ നേരം അവരുടെ മ്യൂസിക് ടീച്ചർ ആയിട്ടുള്ള മിസ് കാപ്രി ഇപ്പോൾ തന്റെ അമ്മയുടെയും അച്ഛന്റെയും കല്ലറയുടെ മുമ്പിൽ നിൽക്കുന്ന ടൈലറിന് പോയിട്ട് കണ്ടിട്ട് അവനെ ആശ്വസിപ്പിച്ച് നിനക്കിപ്പോൾ വേണ്ടത് ഒരു മെന്റൽ സപ്പോർട്ടാണെങ്കിൽ ഞാൻ നിന്നെ അതിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. കാരണം കാപ്രിയെ സംബന്ധിച്ച് ഇതുപോലെ വീക്കായിട്ടുള്ള സ്റ്റുഡൻസിന് ഹെൽപ്പ് ചെയ്യാന്നുള്ളതായിരുന്നു അവളുടെ ഒരു എയിം. ഇതേ നേരം തന്നെ വെനസ്ഡേയും അവളുടെ അമ്മയും തമ്മിലുള്ള ഒരു ബോണ്ട് കുറച്ചും കൂടി അടുത്തതായിട്ടും അവളുടെ ഫാമിലിയിലെ സീക്രറ്റ്സ് ഒക്കെ ഇപ്പൊ റിവീൽഡ് ആയതുകൊണ്ട് ഇനിയൊന്നും ഒളിക്കാനില്ലെന്ന് പറഞ്ഞ് അവളുടെ അമ്മ ഇപ്പൊ വെനസ്ഡേയുടെ കയ്യിൽ അവളുടെ ആന്റ് ആയിട്ടുള്ള ഒഫീലിയയുടെ ജേർണൽ കൊടുക്കുന്നുണ്ട്. ഈ ആന്റ് ഒഫീലിയ എന്ന് പറയുന്നത് ശരിക്കും മോർട്ടീഷ്യയുടെ ഒരു സിസ്റ്റർ തന്നെയായിരുന്നു. പക്ഷെ അവൾ അവളുടെ പവേഴ്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്ത കാരണം കൊണ്ട് വെനസ്ഡേക്ക് വന്ന പോലെ അവളുടെ കണ്ണീന്നൊക്കെ ആകെ ബ്ലാക്ക് ടീയേഴ്സ് സംഭവിക്കുകയും പിന്നീട് അവളെ പറ്റി യാതൊരു വിവരവും ഇല്ലാത്തതും നമ്മൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡുകളിലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആൻഡ് ഒഫീലിയയുടെ ആ ഒരു ജേർണൽ കിട്ടുമ്പോൾ വെനസ്ഡേക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവളുടെ അമ്മോടും പപ്പയോടൊക്കെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് ഇപ്പൊ അവള് നേരെ തന്നെ അവളുടെ പെട്ടിയും കിടക്കൊക്കെ പാക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ നമുക്ക് മിക്കവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടുള്ള അവളുടെ അങ്കിളായ ഹെസ്റ്റർ ഇപ്പോൾ അവിടേക്ക് വന്നിട്ട് വെനസ്ഡേനെയും കൂട്ടിയിട്ട് അവന്റെ ബൈക്കിൽ പോകുന്നുണ്ട്. അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നതാകട്ടെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള എനിഡിനെ അവളുടെ പെർമനന്റ് ആയിട്ടുള്ള വെർവോൾഫായ ഒരു ട്രാൻസ്ഫോർമേഷനെ എങ്ങനെയെങ്കിലും തടഞ്ഞ് തിരിച്ച് അവളൊരു ഹ്യൂമൻ ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ടാണ്. അങ്ങനെ പോകും വഴിക്ക് അവൾക്ക് ആൻഡ് ഒഫീലിയയുടെ അവളുടെ അമ്മ കൊടുത്ത ആ ഒരു ജേർണൽ അവൾ തുറന്നു നോക്കുകയും പെട്ടെന്ന് അവൾക്ക് സൈക്കിക് ആയിട്ടുള്ള ഒരു ഗ്ലിച്ച് വന്നിട്ട് അവളുടെ ആന്റി ഇപ്പോഴും എവിടെയോ ജീവിച്ചിരിക്കുന്ന പോലൊരു വിഷ്വല് അവൾക്കിപ്പോ കിട്ടുന്നുണ്ട്. ഇതേ നേരം തന്നെ വെനസ്ഡേയുടെ മുത്തശ്ശി ഇപ്പോൾ ഏതോ സീക്രട്ട് ആയിട്ടുള്ള ഒരു ചേംബറിലേക്ക് വന്ന് തന്റെ മക്കളായിട്ടുള്ള ഒഫീലിയനെ വിളിക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം ഒഫീലിയ ആകട്ടെ അവിടെ ഒരു ചുമരുമേ വെനസ്ഡേ മസ്റ്റ് ഡൈ എന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇതിലൂടെ തന്നെ വെനസ്ഡേക്ക് ഇനിയും കൂടുതൽ എതിരാളികൾ വരാനായിട്ട് ഇരിക്കുന്നുള്ളൂ എന്ന ഒരു സൈനും കാണിച്ച് വെനസ്ഡേ സീസൺ 2 ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, എനിക്കറിയാം ഈ ഒരു സീസൺ ഇവിടെ കഴിയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് അൺആൻസേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇതുവരെ അവളുടെ ശത്രുവായിട്ടുണ്ടായിരുന്ന അവളെ കൊല്ലാൻ പോലും നോക്കിയ ടൈലറിനെ കൊല്ലാനായിട്ടുള്ള ചാൻസ് കിട്ടിയിട്ടും അവൾ എന്തുകൊണ്ടാണ് അവനെ രക്ഷിച്ചതെന്നും ഇനി ടൈലർ വെനസ്ഡേനെ തിരിച്ചറ്റാക്ക് ചെയ്യാനായിട്ട് വരുമോന്നും അതുപോലെ പാവം നമ്മുടെ എനിഡ് അവൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു വെർവോൾഫ് തന്നെയായിട്ട് ഇനിയുള്ള കാലങ്ങൾ അത്രയും ജീവിക്കേണ്ടി വരുമെന്നും ഇതിലും ഒക്കെ ഉപരിയായിട്ട് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ട് മാത്രം ഇരുന്ന ആൻഡ് ഒഫീലിയ എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളിക്കാരി എന്തിനാണ് ഇത്രയും നാളും ഒളിച്ചിരുന്നതെന്നും ആൻഡ് ഒഫീലിയയ്ക്ക് സംഭവിച്ച പോലത്തെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് വെനസ്ഡേക്കും സംഭവിച്ചതെന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ള പോലെ ഇതിനു വേണ്ടിയിട്ട് ഞാനും വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു സീസൺ ഇവിടെ വെച്ച് കഴിഞ്ഞ കാരണം കൊണ്ട് മോസ്റ്റ് പ്രോബബ്ലി വെനസ്ഡേയുടെ അടുത്തൊരു സീസൺ 3 ഇതിനു വേണ്ട ആൻസേഴ്സ് ഒക്കെ കിട്ടാന്ന് നമുക്കിപ്പോൾ വിചാരിക്കാം. എനിവേ വെനസ്ഡേ സീസൺ 3യുടെ ലോഞ്ചിങ്ങിനെ പറ്റി ഇതുവരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒന്നും പുറത്ത് വന്നിട്ടില്ലെങ്കിലും ഒരു വലിയൊരു ട്വിസ്റ്റോട് കൂടി തന്നെയാണ് ഈ ഒരു സീസൺ എൻഡ് ചെയ്ത കാരണം കൊണ്ട് എന്തായാലും ഒരു സീസൺ 3 നമുക്ക് പ്രതീക്ഷിക്കാനായി. സോ എനിവേ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഈ ഒരു സീസണിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെ കോമന്റ്സ് വഴി ഞങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ അടിപൊളി ഡ്രാമാസ് ആയിട്ട് നമുക്ക് പിന്നെ വീണ്ടും കാണാം. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.